സുവിശേഷം 22-ാം അധികാരം നമ്മുടെ കുറിവസനത്തെ വാസിപ്പോമാ. വീണ്ടുമായി നമ്മുടെ ആ കുറിവാക്യം വായിക്കാം. 17 22:17. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദേവനുക്ക് മഹിമയുണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മണവാട്ടി എന്ന വിഷയത്തെ കുറിച്ച് ഇന്ന നാളുകളിൽ നാം ചിന്തിച്ചു വരിക. മണവാട്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ നാളുകളിൽ നാം ചിന്തിച്ചു. മനവിയാകിയ മണവാട്ടി, കാന്തയാകുന്ന മണവാട്ടി. മുതലാമത് മനവി, രണ്ടാമത് മണവാട്ടി. ആദ്യമായി ഭാര്യ, പിന്നീട് മണവാട്ടി. മുതലാമത് മനവിക്കും മണവാട്ടിക്കുമുള്ള വ്യത്യാസത്തെ നാം പാർത്തു. ആദ്യമായി ഭാര്യയ്ക്കും മണവാട്ടിക്കും തമ്മിലുള്ള വ്യത്യാസം നാം കണ്ടു. പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ നാം യാവരും യേശുക്രിസ്തുവിൻ മനവിയാകെ മാറ്റപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നാം എല്ലാവരും കർത്താവായ യേശുവിന്റെ കാന്ത അഥവാ ഭാര്യയായി മാറി. പിറകെ യേശുവുക്കുൾ വളർന്ന് 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 മണവാട്ടിയാകെ മാറ്റപ്പെടുക. തുടർന്ന് യേശുവിൽ വളർന്ന് വളർന്ന് നാം മണവാട്ടിയായി പരിണമിക്കുന്നു. മണവാട്ടിയാകുമ്പടി എന്നെന്ന കാര്യങ്ങൾ ഗവനിക്ക വേണ്ടും എന്ന വിഷയത്തെ കുറിച്ച് ഇന്ന നാളുകളിൽ നാം ചിന്തിக்கிறோம். മണവാട്ടിയാകേണ്ടതിന് ഏതെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണമെന്ന് ഈ നാളുകളിൽ നാം ചിന്തിക്കുന്നു. മുതലാമത് 5 വിഷയത്തെ കുറിച്ച് നാം ചിന്തിച്ചു വരികയുണ്ട്. ഒന്നാമത് 5 വിഷയങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുന്നു. മുതലാമത് മണവാട്ടിയാകുമ്പടിക്ക് അവൾക്ക് വസ്ത്രം തേവ. ഒന്നാമത് മണവാട്ടിയാകേണ്ടതിന് വസ്ത്രം വേണ്ടതുണ്ട്. രണ്ടാമത് മണവാട്ടിയാകുമ്പടി അവൾക്ക് നഗ തേവ. രണ്ടാമത് മണവാട്ടിയായി തീരുവാൻ ആഭരണങ്ങൾ വേണം. മൂന്നാമത് മണവാട്ടിക്ക് ഒരു അലങ്കാരം തേവ. മൂന്നാമതായി മണവാട്ടിക്ക് ഒരു അലങ്കാരം വേണം. നാലാമത് മണവാട്ടിക്ക് ഒരു സത്വം തേവ. നാലാമത് മണവാട്ടിക്ക് ഒരു ശബ്ദം വേണം. ഐന്താമത് മണവാട്ടിക്ക് ഒരു മറവിടം തേവ. അഞ്ചാമത് മണവാട്ടിക്ക് ഒരു മറവിടം, ഒരു അനുഭവങ്ങളിനാല് മനവിയാകിയ ഒരു ദേവനുடைய പിള്ളെ മണവാട്ടിയാകെ മാറ്റപ്പെടുகிறாൾ. ഈ വിധമായ അനുഭവങ്ങളിലൂടെ കാന്തിയായിരിക്കുന്ന ഒരു ദൈവ പൈതൽ മണവാട്ടിയായി മാറുന്നു. ഇതിൽ വസ്ത്രത്തെ കുറിച്ച് മുതൽ 2 നാളുകളിൽ നാം ചിന്തിച്ചു. ആദ്യത്തെ 2 ദിനങ്ങളിലായി വസ്ത്രത്തെ കുറിച്ച് നാം ചിന്തിച്ചു. നേറ്റയ്ക്ക് നഗയെ കുറിച്ച് സറ്റ് നാം ചിന്തിച്ചു. ഇന്നലെ ആഭരണത്തെ കുറിച്ച് അല്പമായി ചിന്തിച്ചു. ദേവനുക്ക് മഹിമയുണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 61-ാം അധികാരം 10-ാം വചനത്തെ പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 61:10 അങ്ങ് നഗയെ കുറിച്ച് നാം വാസിக்கிறோம். അവിടെ ആഭരണങ്ങളെ കുറിച്ച് വായിക്കുന്നു. മണവാട്ടിക്ക് നഗ തേവ. മണവാട്ടിക്ക് ആഭരണങ്ങൾ വേണം. എന്നാൽ എഴുത്തിൻപടിയുള്ള നഗയോ ആഭരണമോ മണവാട്ടിക്ക് തേവയില്ല. എന്നാൽ അക്ഷരികമായ നിലയിലുള്ള ആഭരണങ്ങളോ ഒന്നും മണവാട്ടിക്ക് വേണ്ട. എഴുത്തിൻപടിയുള്ള പൊരുക്കളിനാൽ നമ്മെ നാം അലങ്കരിക്കലാകാതെ. അക്ഷരീക വസ്തുക്കളാൽ നാം നമ്മെ അലങ്കരിക്കരുത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. വീണാകെ ഉന്നെ നീ അലങ്കരിക്കുക എന്ന് യെരമ്യാ 4-ാം അധികാരം 30-ാം വചനത്തിൽ വാസിக்கிறோം. യെരമ്യാവ് 4:30 വായിക്കുമ്പോൾ ഇവയാൽ നീ നിന്നെ അലങ്കരിക്കുന്നത് വൃഥാവാകുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. വീണാകെ ഉന്നെ നീ അലങ്കരിക്കുക. നീ ഇവയാൽ നിന്നെ പ്രയോജനമില്ലാതെ വെറുതെ അലങ്കരിക്കുന്നു. ഉൻ ജീവനെ തേടുகிறார்கள். ജാരന്മാർ നിന്റെ പ്രാണനെ അന്വേഷിക്കുന്നു. ദൈവത്തിന് മഹത്വം. രക്ഷിക്കപ്പെട്ട ദേവജനങ്ങൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അതായത് ആവിക്കുറിയ യേശുക്രിസ്തുവിൻ മനവിയാനവൾ, ആത്മീകമായി യേശുവിന്റെ ഭാര്യയായവൾ, ഉലകത്തിലിരുന്ന് മീட்கപ്പെട്ടവൾ, ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പാപമാന കാര്യത്തിലിരുന്നും പാപകാര്യങ്ങളിൽ നിന്നും ഉലകമാന അന്ത ആശ ഇച്ഛയിലിരുന്നോ, ഈ ലോകത്തിൻ്റെതായ ആശകൾ മോഹങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിലിരുന്നോ, ഈ ലോകത്തിന്റെ പ്രപഞ്ചമോഹത്തിൽ നിന്നും മീட்கപ്പെട്ടവർ നാം വീണ്ടെടുക്കപ്പെട്ടു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മീட்கപ്പെട്ടതാണ് ദേവജനങ്ങൾ മറുപടിയും ഉലകത്തുക്ക് ഭൂമിക്ക് അടിമയായിരിക്കലാകാതെ. വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ പിന്നെയും ഭൂമിക്ക് അഥവാ ലോകത്തിന് അടിമകളാകരുത്. മറുപടിയും നിങ്ങൾ അടിമനുഖത്തുൾപ്പെടാതെ പഠിക്ക് ദേവൻ തന്റെ സ്വാധീനത്തെ പാതുകാത്ത് ദേവനുക്കുൾ വളര വേണ്ടുമെന്ന് ഗലാത്യർ 5-ാം അധികാരം 1-ാം വചനത്തിൽ നാം വാസിക്കുന്നു. പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങാതിരിക്കേണ്ടതിന് ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ സൂക്ഷിച്ച് ആ ഭാഗ്യപദവിയിൽ നിലനിൽക്കണമെന്ന് ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു. ഉലക
പ്രപഞ്ചത്തിലിരുന്ന് നമ്മെ വിടുവിത്ത, ഈ ലോകത്തിന്റെ പ്രാപഞ്ചിക മോഹത്തിൽ നിന്ന് വിടുവിച്ചു, പാപത്തിലിരുന്നും ശാപത്തിലിരുന്നും വിടുവിത്ത, പാപശാപങ്ങളിൽ നിന്ന് വിടുവിച്ചു, പിശാസിൻ അടിമത്തനത്തിലിരുന്ന് വിടുവിത്ത, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. പാപിക്കുറിയ വിഷയത്തിൽ നാം ദേവനുடைய യേശു ക്രിസ്തുവിൻ മനവി. ഇപ്പോൾ ആത്മീകമായ നിലയിൽ നാം ക്രിസ്തു യേശുവിന്റെ കാന്ത, அந்த മനവി നാം വളര വേണം. ഇനിയും ആ ഭാര്യ എന്ന അവസ്ഥയിൽ നിന്ന് വളരണം. നമുക്ക് വസ്ത്രം, അതിന് വസ്ത്രം വേണം. അതിൽ 7 വസ്ത്രം നാം മുതൽ 2 നാളുകളിൽ അത് കേട്ടു. അതിലെ 7 വസ്ത്രങ്ങളെ കുറിച്ച് ആദ്യ 2 ദിനങ്ങളിൽ കേട്ടു. അടുത്ത നമുക്ക് നഗ തേവ, അടുത്തത് നമുക്ക് ആഭരണം വേണം. ആവിക്കുറിയ നഗ തേവ, ആത്മീകമായ ആഭരണം വേണം. ആവിക്കുറിയ നഗ என்பது ദേവനാൽ തരികറ വരങ്ങളെ വെളിപ്പെടുത്തുക. ആത്മീക ആഭരണം എന്നത് ദൈവത്താൽ ലഭ്യമാകുന്ന വരങ്ങളെ കാണിക്കുന്നു. 1 കൊരിന്ത്യർ 1 അധികാരം 7 വസനത്തെ നാം പഠിക്കുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായം 7 വാക്യത്തിൽ, ആവിക്കുറിയ വരങ്ങളിൽ കുറവില്ലാത്തവരാക യേശുക്രിസ്തുവിനുടെ 2ാം വരുകയ്ക്ക് നാം കാത്തിരിക്ക വേണ്ടും എന്ന് அந்த இடത്തിൽ പാസുക. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി യേശുവിന്റെ 2ാം വരവിനായി കാത്തിരിക്കുന്നു എന്നവിടെ വായിക്കുന്നു. കർത്തരുടെ വരുകയിൽ എടുത്തുകൊള്ളപ്പെട വേണ്ടുവാനാൽ, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ, ഇരാവിട്ടാൽ മണവാട്ടിയാക മാറ്റപ്പെട വേണ്ടുമാനാൽ, അഥവാ മണവാട്ടിയായി പരിണമിക്കണമെങ്കിൽ, യാതൊരു വരത്തിലും കുറവില്ലാത്തവരാക കാണപ്പെട വേണം. നാം യാതൊരു വരത്തിലും കൃപാവരത്തിലും കുറവില്ലാത്തവരായിരിക്കണം. തന്ന നഗ നമ്മൾ അണിந்து നഗയിൽ കാണപ്പെട വേണം. ദൈവം തന്ന ആഭരണങ്ങൾ അണിഞ്ഞ് അലങ്കൃതരായിരിക്കണം. ആകയാൽ വരങ്ങളെ കുറിച്ച് നാം മികവും ജാഗ്രതയായിരിക്ക വേണം. ആകയാൽ ഈ വരങ്ങളെ കുറിച്ച് അതീവ ജാഗരൂകരായിരിക്കണം. ഏനോ ദാനോ എന്ന് ജീവിപ്പത് ദേവസിത്തമല്ല. അലക്ഷ്യമായ നിലയിൽ നാം ജീവിക്കുന്നത് ദൈവ ഇഷ്ടമല്ല. ദേവനുടെ വരങ്ങൾ പെറാത്തവர்கள் വരങ്ങളെ പെറ്റ് ദേവനുക്കാക പ്രകാശിച്ച് ജീവിപ്പോ. ദൈവത്തിൽ നിന്ന് വരങ്ങൾ പ്രാപിക്കാത്തവർ അത് പ്രാപിച്ച് അത് കർത്താവിനായി അത് പ്രകാശിപ്പിച്ച് ജീവിക്കാം. ദേവനുடைய വരത്തെ 4 പിരിച്ച് പഠിക്കണം. ആ ദൈവിക വരങ്ങളെ 4 വിഭജിച്ച് പഠിക്കുവാനാണ്. ദേവനുடைய വരം. ഒന്നാമത് ദൈവത്തിന്റെ കൃപാവരം. അതുதான் റോമർ 6 അധികാരം 23 വസനത്തെ വാസിക്കുമ്പോൾ, റോമാലേഖനം 6:23 ദേവനുடைய കൃപാവരം നിത്യജീവൻ എന്ന് പഠിக்கிறோம். ദൈവത്തിന്റെ കൃപാവരമോ നിത്യജീവനാകുന്നു എന്ന് വായിക്കുന്നു. നിത്യജീവൻ അത് ദേവനുடைய വരം. നിത്യജീവൻ എന്നത് ദൈവത്തിന്റെ കൃപാവരം. നിത്യജീവനെ നാം പെറ്റുകൊള്ള വേണം. നിത്യജീവനെ നാം പ്രാപിക്കണം. രണ്ടാമത്തെ വരം പരിശുദ്ധാവിൻ വരം. പരിശുദ്ധാത്മാവ് എന്ന വരം. പരിശുദ്ധാവിൻ അഭിഷേകത്തെ അന്യഭാഷ അടയാളത്തുടൻ പെറ്റുകൊള്ളുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷാ ഭാഷണത്തോടെ പ്രാപിക്കുന്നത്. അപ്പോസ്തല നടപടികൾ 2 അധികാരം 38 വസനം, അപ്പോസ്തല 10 അധികാരം 44 6 വസനത്തിൽ വാസിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2:38 10:46 വായിക്കുമ്പോൾ, പരിശുദ്ധാവി അഭിഷേകത്തെ പെറ്റുകൊള്ളുന്നത് വരമെന്ന് വാസിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആ വരം, ആ അഭിഷേകം പ്രാപിക്കുന്നത് ഒരു വരമെന്ന് കാണാം. യാവരും പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റുകൊള്ളണം. ആകയാൽ സർവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കണം. മൂന്നാമത്തെ വരം ആവിക്കൂറിയ വരങ്ങൾ, ആത്മാവരങ്ങൾ. 1 കൊരിന്ത്യർ 12 അധികാരം 8 വസനത്തിലിരുന്ന് 10 വസനം മുടിയ 9 വരങ്ങളെ കുറിച്ച് വാസിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 9 വരങ്ങളെ കുറിച്ച് വായിക്കുന്നു. ഇനിയും നാലാമത്തെ വരം ക്രിസ്തുവിൻ വരം. ക്രിസ്തുവിന്റെ വരം എഫേസ്യർ 4 അധികാരം 7 വസനത്തിൽ വാസിക്കുന്നു. എഫേസ്യർ 4:7 വായിക്കുന്നു. അവർ വരങ്ങളിനാൽ ഉങ്ങളെ നിറപ്പിനാർ. അവൻ വരങ്ങളാൽ നിങ്ങളെ നിറച്ചു. അതുதான் 5 വിധமான ഉദ്യോഗസ്ഥர்கள். അത് 5 വിധ ഉദ്യോഗസ്ഥർ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോസ്തലൻ, ദീർഘദർശി, സുവിശേഷകൻ, മേയ്പ്പർ, വിധமான 5 വിധமான ഉദ്യോഗസ്ഥர்கள் ദേവൻ തന്ന ക്രിസ്തുവിൻ വരം. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇത് ദൈവം തന്നതായ ക്രിസ്തുവിന്റെ 5 വിധ വരങ്ങൾ. നാം ഐക്യപ്പെട്ട് ജീവിക്ക വേണ്ടി നാം ഇവരോട് ഐകമത്യപ്പെട്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു. വിധமான വരങ്ങളിൽ കുറവില്ലാത്തവരാകെ ഐക്യമില്ലാത്തവരാകെ നാം കാണപ്പെടലാകാതെ. ഇങ്ങനെയുള്ളതായ വരങ്ങളിൽ കുറവുള്ളവരായോ ഐക്യമില്ലാത്തവരായോ നാം കാണപ്പെടരുത്. നേറ്റയ്ക്ക് ക്രിസ്തുവിൻ ദേവനുടെ വരത്തെ കുറിച്ച് പഠിച്ചു. ഇന്നലെ നാം ദൈവത്തിന്റെ കൃപാവരത്തെ കുറിച്ച് പഠിച്ചു. അതാ നിത്യജീവൻ. അത് നിത്യജീവൻ. നിത്യജീവൻ എന്നത് ഒരു അറിവ്. നിത്യജീവൻ എന്നത് ഒരു അറിവാകുന്നു. യോഹന്നാൻ 17 അധികാരം 3 വസനത്തിൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:3 മെയ് ദേവനാകിയ ഉമ്മയും നീരനുപ്പിന യേശു ക്രിസ്തുവേയും അറിവത് നിത്യജീവൻ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവനാകുന്നു. ത്രിത്വ ദേവനെ കുറിച്ചുള്ള അറിവ്, ത്രിത്വ ദൈവത്തെ കുറിച്ചുള്ള അറിവ്.
പിതാവെ കുറിച്ചുള്ള അറിവ്, പിതാവിനെ കുറിച്ചുള്ള അറിവ്, കുമാരനെ കുറിച്ചുള്ള അറിവ്, പുത്രനെ കുറിച്ചുള്ള അറിവ്, അതുதான் நித்திய ஜீவன். ഇതാകുന്നു നിത്യജീവൻ. இந்த அறிவை நாம் பார்க்கும் போது ഈ അറിവിനെ നോക്കിയാൽ இந்த அறிவை நாலாக பிரித்து படிக்கலாம். ഈ അറിവിനെ നാലായി തരംതിരിച്ച് പഠിക്കാം. അറിവ് എന്ന് சொல்லுമ്പോൾ ഉലകത്തിലും പല അറിവുകളുണ്ട്. അറിവെന്ന് പറയുമ്പോൾ ലോകത്തിലും പല അറിവുകളുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അറിവ് രണ്ടാക പിരിത്ത് പഠിക്കലാം. അറിവിനെ നമുക്ക് രണ്ടായി വിഭജിക്കാം. അഴിവുകൂറിയ അറിവ്, ഒന്ന് നശിച്ചു പോകുന്നതായ അറിവ്, അതുതാൻ തീന്മയിൻ അറിവ്. അത് ദോഷത്തെ കുറിച്ചുള്ള, രണ്ടാമത് നന്മയിൻ അറിവ്, അടുത്തത് നന്മയുടെ അറിവ്. തീന്മയുടെ അറിവ് എന്ന് ചൊല്ലുമ്പോൾ, അറിവെന്ന് ചൊല്ലുമ്പോൾ തിന്മയെ കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ അതുതാൻ അഴിവുകൂറിയതാന ചില അറിവുകൾ, അത് നാശത്തിന് യോഗ്യമായ ചില അറിവുകൾ. ബില്ലിശൂന്യം, ക്ഷുദ്രപ്രയോഗം, മന്ത്രവാദം, സേവന, ആഭിചാരം, മറ്റുള്ളവരെ കെടുപ്പത്, മറ്റുള്ളവരെ നശിപ്പിക്കുന്നത്, മറ്റുള്ളവരെ അഴിപ്പത്, മറ്റുള്ളവരെ നശിപ്പിക്കുന്നത്, ബോംബുണ്ടാക്കുന്നത്, യുദ്ധം, ഇവിധமாக അഴിവ് കൂറിയതാന എല്ലാ അറിവുകളും അത് പിശാസിനുடைய അറിവ്. ഇങ്ങനെ നാശോന്മുഖമായ അറിവുകളെല്ലാം പിശാചിൽ നിന്ന് വരുന്നതാകുന്നു. ദൈവത്തിന് മഹത്വം. നന്മയുണ്ടാക്കുക അറിവ് എന്ന് ചൊല്ലുമ്പോൾ നന്മ വരുത്തുന്നതായ അറിവെന്നത് അതേ രണ്ടാക പിരിത്ത് പഠിക്കണം. അതിനെ രണ്ടായി വിഭജിക്കാം. അതിൽ ഒന്ന് ദൈവികമായ ഒരു അറിവ്, അതിൽ ഒന്ന് ദൈവികമായ അറിവ്, രണ്ടാമത് ഭൂമിക്കൂറിയ നന്മയിൻ അറിവ്, രണ്ടാമത് ഭൗമികമായ നന്മയുടെ അറിവ്. ദൈവത്തിന് മഹത്വം. നാം പഠിക്കുന്നത്, ജോലി ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കുറിയ അറിവ്, സമാനമായ കാര്യങ്ങൾ ചെയ്യുന്നത് നന്മയെ കുറിച്ചുള്ള അറിവ്. അതിലൊരു ദൈവിക അറിവുണ്ട്, അതിലൊരു ദൈവിക അറിവുമുണ്ട്. എനിക്കൊരു ഉള്ളാന മനുഷ്യനുണ്ട്, എനിക്കൊരു അകമയുള്ള മനുഷ്യനുണ്ട്. അവന് കഴിവില്ല, അവന് നാശമില്ല. അവന്റെ ശരീരത്തെ വിട്ട് പിരിയുമ്പോൾ, അവന് ഈ ശരീരം വിട്ട് വേർപെടുമ്പോൾ ഒരു ഇടം തേവ, അവനൊരു സ്ഥലം വേണം. അന്ത ഇടത്തിൽ പോക വേണ്ടുമാണ്, ആ സ്ഥലത്ത് പോകണമെങ്കിൽ അന്ത ഉള്ളാന മനുഷ്യൻ ഇന്ത അറിവിൽ പൂർണ്ണനാക കാണപ്പെട ആ വേണം. അകമയുള്ള മനുഷ്യൻ ഈ അറിവിൽ തികഞ്ഞവനായി മാറണം. ഇരാവിട്ട ജീവനിൽ പൂർണ്ണനാക കാണപ്പെട വേണം, അഥവാ ജീവനിൽ പരിപൂർണത പ്രാപിച്ചിരിക്കണം. ആ ജീവനിൽ പൂർണ്ണനാക്കപ്പെട്ടവൻ താൻ ദേവനുടെ രാജ്യത്തിലെ എടുത്തുകൊള്ളപ്പെടുகிறവൻ. ജീവനിൽ പരിപൂർണനായവൻ മാത്രമേ ദൈവരാജ്യത്തിങ്കിലേക്ക് എടുക്കപ്പെടൂ. അന്ത ദേവനുടെ അറിവെ നാം പാർക്കുമ്പോൾ ആ ദൈവത്തിന്റെ അറിവ് നോക്കിയാൽ അതേയും മറുപടിയും നാലാക പിരിത്ത് പഠിക്കണം. അതിനെ പിന്നെയും നാലായി വിഭജിക്കാം. എല്ലാം വലിയ വിഷയமாக കാണപ്പെടുക, എല്ലാം വലിയ വിഷയങ്ങളാണ്. ഒന്ന് ദേവനുടെ അറിവ് നമ്മെ പാതുകാക്കും അറിവ്, ഒന്ന് ദൈവത്തിന്റെ അറിവ് നമ്മെ കാത്തു സൂക്ഷിക്കുന്നത്, രണ്ടാമത് ദേവനുടെ അറിവ് മന്നിപ്പത്, രണ്ടാമത് ദൈവത്തിന്റെ അറിവ് ക്ഷമിക്കുന്നത്, മൂന്നാമത് ദേവനുടെ അറിവ് എല്ലാം ദേവൻ നന്മയ്ക്കാക ചെയ്യുന്ന അറിവ്, മൂന്നാമത് ദൈവത്തിന്റെ അറിവെന്നത് സകലവും നന്മയ്ക്കായി ചെയ്യുന്നു എന്നുള്ളത്, നാലാമത് ദേവനുടെ അറിവ് ദേവനെ പോലെ മാറ്റുന്നത്, നാലാമത് ദൈവത്തിന്റെ അറിവെന്നത് ദൈവത്തോട് അനുരൂപരാക്കി മാറ്റുന്നത്. ദേവനുടെ അറിവ് നാം പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ അറിവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന് നമ്മെ പാതുകാക്കും അറിവ്, ഒന്ന് നമ്മെ സൂക്ഷിക്കുന്ന അറിവ്. முதலாம் தீமோத்தேயு 5-ാം അധികാരം 22-ാം വചനത്തെ പഠിക്കുമ്പോൾ, 1 തിമോത്തിയോസ് 5:22 സീക്രത്തിൽ ഒരുവൻ മേലും കയ്യെ പോടാതെ, വേഗത്തിൽ ആരുടെ മേലും കൈവയ്ക്കരുത്, നീ ശുദ്ധവാനാക കാത്തുകൊള്ളുക, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക, മറ്റുള്ളവരുടെ പാപത്തുക്ക് ഉൾപ്പെടാതെ അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുത്, ശുദ്ധവാനാക കാത്തുകൊള്ളുക, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. எப்படி ശുദ്ധവാനാക കാത്തുകൊള്ള முடியும்? എങ്ങനെ നിർമ്മലരായി കാത്തുകൊള്ളാം? യാക്കോബ് 1-ാം അധികാരം 27-ാം വചനത്തെ പഠിക്കുമ്പോൾ, യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ വിസാരിപ്പതും അനാഥരെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും വിധവമാരെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും കറ വരാതെ പിടിക്ക് ഉന്നെ കാത്തുകൊള്ളുവതുമേ ദേവനുക്ക് മുൻപാകെ സുത്തமான മാസില്ലാത്ത ഭക്തി, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആനപ്പടിനാൽ നമ്മെ കാത്തുകൊള്ള വേണ്ടുമാണ്. ആകയാൽ നാം സ്വയം കാക്കേണമെങ്കിൽ യാക്കോബ് 1-ാം അധികാരം 27-ാം വചനത്തിൻപടി, യാക്കോബിന്റെ ലേഖനം 1:27 നമുക്കൊരു വേർപാട് ജീവിതം, നമുക്കൊരു വേർപാട് ജീവിതം വേണം. ഉന്നെ നീയെ ശുദ്ധവാനാക കാത്തുകൊൾ, നീ നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക, വേർപെട്ട് ജീവിത്തുകൊൾ, വേർപെട്ട് ജീവിച്ചുകൊള്ളുക. വേർപാട് ജീവിതം മുഖ്യം. ആകയാൽ വേർപാട് ജീവിതം അതിപ്രധാനം. ജീവനിൽ വളര വേണ്ടുമാണ്, ജീവനിൽ വളരണമെങ്കിൽ വേർപെട്ട് ജീവിക്ക വേണം, നാം വേർപെട്ട് ജീവിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. രണ്ടാമത് എല്ലാം ദേവനിടത്തിലിരുന്ന് വരുகிறது, എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു, നന്മയ്ക്കാക ചെയ്യുക, ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം ഉണ്ടാകും. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്ന വേളയിൽ, യേശുവിന്റെ ജീവിതത്തിൽ വിവിധ പ്രശ്നങ്ങൾ വന്നപ്പോൾ, പോരാട്ടങ്ങൾ വന്നപ്പോൾ அந்த ഗെത്സമനയിൽ ഇരുന്ന് കൽവാരി
அந்த கோல்கோதாவில் மரச்சிலுவையில் தொங்குகிறது வரைக்கும் எத்தனையோ விதமான பாடுகளில் அவர் போனார். ഗത്ശമന മുതൽ ഗൊൽഗോഥാവിൽ മരക്രൂശിൽ തൂങ്ങി മരിക്കുന്നത് വരെ എത്രയോ കഷ്ടതകളിലൂടെ അവൻ കടന്നുപോയി. ഇതേ കുറിച്ച് ഫിലിപ്പിയറും രണ്ടാം അധികാരം 5-ാം വചനത്തിലിരുന്ന് പഠിക്കുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ അവർ മരണം വരയ്ക്കും സിലുവയിൻ മരണം വരയ്ക്കും തമ്മെ താഴ്ത്തിനാർ. അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. രണ്ട് പദത്തെ നാം പാർക്കിன்றோம். അവിടെ 2 പദപ്രയോഗം കാണാം. അവർ സിലുവയിൽ അവർ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ മരണപര്യന്തം, അതായത് സിലുവയിൻ മരണപര്യന്തം, മരണത്തോളം അതായത് ക്രൂശിലെ മരണത്തോളം. 2 പദത്തെ பெரிய தூரமாக காணப்படுகிறது. 2 പദപ്രയോഗങ്ങൾ ദൂരത്തിൽ കാണുന്നു. മരണത്തോളം അതായത് സിലുവയിൻ മരണം, അതായത് ക്രൂശിലെ മരണത്തോളം. ഗെത്സമനെ തോട്ടത്തിൽ ഇരുന്ന് ഗെത്സമന തോട്ടം മുതൽ കൽവാരിയിൽ അവർ മരസിലുവയിൽ തൊങ്ങിനത് വരയ്ക്കുമുള്ളതാണ് വിഷയങ്ങൾ അങ്ങേ പഠിക്ക വേണം. കാൽവറിയിൽ മരക്രൂശിൽ അവൻ തൂങ്ങുന്നത് വരെയുള്ള വിഷയങ്ങൾ അവിടെ കാണാം. ദൈവത്തിന് മഹത്വം. മത്തായി 26-27 അധികാരങ്ങൾ പഠിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 26-27 അധ്യായങ്ങൾ വായിച്ച യേശു ക്രിസ്തു പെട്ടതാണ് 31 പാടുകളെ നാം അങ്ങ് പാർക്കിன்றோம். യേശു സഹിച്ച 31 കഷ്ടതകളെ അവിടെയൊക്കെ വായിക്കുന്നു. 2 അധികാരത്തിൽ മറ്റും 31 പാടുകൾ. ആ 2 അധ്യായങ്ങളിൽ മാത്രമായി 31 കഷ്ടതകൾ. ദൈവത്തിന് മഹത്വം. എത്രയോ വിധமான പാടുകൾ, എത്രയോ കഷ്ടാനുഭവങ്ങൾ. അവിധமான പാടുകൾ സഹിക്കുമ്പോൾ, അങ്ങനെയുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ എനിക്ക് ഇപ്പടി സംഭവിക്ക വേണ്ടുമെന്ന് എതിർത്ത് കേൾക്കാമൽ, എന്തിനെ എനിക്കിതെല്ലാം സംഭവിക്കണമെന്ന് അവൻ എതിർത്ത് ചോദിക്കാതെ, എന്നെ കൈവിട്ടീർ എന്ന് சொன்னாலும் கூட, പിതാവേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് ചോദിച്ചുവെങ്കിലും അതേ ദേവൻ சொல்லுகிறார், അതേ കർത്താവ് പറയുന്നു, പിതാവേ സിദ്ധമാകട്ടെ, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, എന്റെ ഇഷ്ടമല്ല. കാരണം എന്താണ്? താങ്ങ മുടിയാത്ത കഷ്ടം, അസഹനീയമായ കഷ്ടതകൾ, വാറിനാൽ അടിത്ത്, ആ ചാട്ടവാറ് കൊണ്ട് അടിച്ച് മുഴു ശരീരത്തെയും കിളിച്ചു പോട്ട, മുഴു ശരീരവും അവർ കീറി. ദൈവത്തിന് മഹത്വം. കായമില്ലാത്ത ഒരു പകുതിയുമില്ല, മുറിവേൽക്കാതെ ശരീരഭാഗങ്ങളൊന്നുമില്ല. അതെന്താ? സിലുവ அந்த படத்தை நீங்கள் பார்த்திருப்பீர்கள். നിങ്ങൾ സാധാരണ ക്രൂശീകരണ ചിത്രം കണ്ടു കാണും. இப்போது உலகத்தில் காணப்படுகிறதான சிலுவை மரணம் எல்லாம் பொய். ഇന്ന് ലോകത്തിൽ കാണുന്ന ക്രൂശിന്റെ മരണമെല്ലാം വെറും വ്യാജം. തെരുവിലും മറ്റു ഇടങ്ങളിലും സിലുവയിൽ മരത്തിൽ തൊങ്ങുകിற യേശുവെ നാം പാർக்கலாம். തെരുവിലും മറ്റിടങ്ങളിലെല്ലാം ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ചിത്രം നിങ്ങൾ കാണാറുണ്ട്. അതെല്ലാം പോയി. വചനപ്രകാരമെല്ലാം അതെല്ലാം വെറും കള്ളം. അവരുടെ ഉച്ചം തലയിൽ ഇരുന്ന് ഉള്ളങ്കാൽ വരയ്ക്കും മുഴു പകുതിയും കിഴിത്തു പോട്ടത്. അവന്റെ നെറുകു മുതൽ പാദം വരെ സർവ്വഭാഗവും അത് ചിന്തപ്പെട്ടു. വാറിനാൽ അടിത്ത് അടിത്ത്, ചട്ടവാറ് കൊണ്ട് അടിച്ചടിച്ച്, ഒരു മുறை അടിക്കുമ്പോൾ, ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ 200 ഇടത്തിലിരുന്ന് സദ പിടുങ്ങുമോ, ശരീരത്തിലെ 200 ഭാഗങ്ങളിൽ നിന്ന് മാംസം അത് പിച്ചി പറിക്കപ്പെടും. 40 മുறை അടിക്ക റോമ அரசாங்கத்துக்கு അധികാരമുണ്ട്. എങ്ങനെ 40 പ്രാവശ്യം അടിക്കുവാൻ ഭരണകൂടത്തിന് അനുവാദമുണ്ട്. ദൈവത്തിന് മഹത്വം. എത്ര മുறை അടിത്താറുകളോ தெரியாது. എത്ര പ്രാവശ്യം അടിച്ചുവോ അറിഞ്ഞുകൂടാ. 5 മുறை അടിച്ചാലും കൂടെ, ഒരു 5 പ്രാവശ്യം അടിച്ചാൽ പോലും 1000 ഇടത്തിലിരുന്ന് സതയാനത് പിടുങ്ങിനത്. 1000 ഭാഗങ്ങളിൽ നിന്ന് ഈ മാംസം അത് പിച്ചിയെടുക്കപ്പെട്ടു. 129-ാം സംഗീതം 3-ാം വചനത്തെ പഠിക്കുമ്പോൾ, ആകയാൽ 129-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ, ഉഴുகிறവർ എൻ മുതുകിന്മേൽ ഉഴുത്, ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, പടച്ചാലുകളെ നീളമാക്കിനാർ. അവർ നീളത്തിൽ എന്റെ മുതുകിൽ ഉഴവ് ജാലുകളെ കീറി. ഉഴുகிறதான ഉഴുகிற മനുഷ്യർ, വയലിൽ ഉഴുന്നതായ മനുഷ്യർ, ഉഴുത് அந்த വയലെ പടച്ചാലാക നീളമാக்குகிறது പോലെ, ഉഴുത് അതിൽ ഉഴവ് ചാലുകൾ നീളത്തിൽ കീറും പോലെ, അവர்கள் എൻ മുതുകിന്മേൽ ഉഴുത്, അവരെന്റെ മുതുകിൽ ഉഴുതു, വാറിനാൽ അടിത്ത് അടിത്ത്, ചാട്ടവാറുകൊണ്ട് അടിച്ചടിച്ച് എന്നെ ഉഴുതാர்கள், അവരെന്നെ ഉഴുതു. ദൈവത്തിന് മഹത്വം. കീഴെ ഇരിക്കുന്ന മണ്ണ് മേലെ വരുகிறது പോലെ, താഴെയുള്ളതായ മണ്ണ് മുകളിൽ വരുന്നത് പോലെ, സതയെല്ലാം പിടുങ്ങിനാர்கள், എന്റെ മാംസമെല്ലാം പറിച്ചെടുത്തു, സതയെല്ലാം തൊങ്ങുகிறது, മാംസമെല്ലാം തൂങ്ങിക്കിടക്കുന്നു. യേശുവെ നോക്കി പാരുക, ആ യേശുവിനെ ഒന്ന് നോക്കിയാട്ടെ. ദൈവത്തിന് മഹത്വം. അതിനാൽ യെശയ്യാ 52-ാം അധികാരം 14-ാം വചനത്തെ പഠിക്കുമ്പോൾ, യെശയ്യാവ് 52:14 വായിച്ചാൽ, കൽവാരിയിൽ തൊങ്ങുകിற യേശുവെ അങ്ങേ പാർக்கலாம், കാൽവരിയിൽ ക്രൂശിതനായ യേശുവിനെ നമുക്ക് അവിടെ കാണാം. ദൈവത്തിന് മഹത്വം. അവരെ കണ്ട് അനേകർ ഭ്രമിത്താர்கள், അവനെ കണ്ട് അനേകർ ഭ്രമിച്ചു പോകും. അവനെ പാർത്താൽ ഒരു മനുഷ്യനെ പോലില്ല, അവനെ കണ്ടാൽ മനുഷ്യനെ പോലെ ഇല്ല, ഒരു മനുപുത്രനെ പോലില്ല, കണ്ടാൽ ആളെ
ആളെന്ന് തോന്നുകയുമില്ല. ഒരു മനുഷ്യനെ പാർത്താൽ ഒരു മനുഷ്യനെ കണ്ടാൽ അവർക്ക് ഒരു മൂക്ക് ഇരുക്ക വേണം, അവന് ഒരു മൂക്ക് വേണം, രണ്ട് കാത് ഇരുക്ക രണ്ട് വേണം, ചെവി വേണം, കണ്ണുകൾ ഇരുക്ക വേണം, കണ്ണുകൾ വേണം, ഒരു മുഖത്തുക്ക് ഒരു ഷേപ്പ് ഉണ്ട്, ഒരു മുഖാകൃതി വേണം, ശരീരത്തുക്ക് ഒരു ഷേപ്പ്, ശരീരത്തിന് ഒരു ആകൃതിയുണ്ട്. അതുதான் ഒരു മനുഷ്യൻ എന്ന് சொல்லலாம். അതുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുവാനാവും. വചനം சொல்லுகிறது. വചനം പറയുന്നു, യെശയ്യാ 52:14. യെശയ്യാവ് 52:14. അവന്റെ രൂപം കണ്ടാൽ, അവനുടെ രൂപം കണ്ടാൽ ആളല്ല എന്നും, ആളല്ല, അവന്റെ ആകൃതി കണ്ടാൽ, അവനുടെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും മനുഷ്യനുമല്ല തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് ഇவ்வளவு അന്ധകേടടഞ്ഞപടിയിനാൽ അനേകർ കണ്ടവർകൾ ആശ്ചര്യപ്പെട്ടാர்கள். അവൻ ഇത്രത്തോളം വിരൂപമായി തീരുകയാൽ അവനെ കണ്ട് അനേകർ ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. പരിശുദ്ധ വേദാഗമം சொல்லுகிறது. വിശുദ്ധ ബൈബിൾ പറയുന്നു, മാറ്റമില്ലാത്ത വേദാഗമം, മാറ്റമില്ലാത്ത ബൈബിൾ. വാനവും ഭൂമിയും മാറിനാലും ആകാശവും ഭൂമിയും ഒഴിഞ്ഞാലും എഴുത്തുക്കോ ഉരുപ്പുക്കോ മാറ്റമില്ല. ബൈബിളിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. മാറ്റമില്ലാത്ത ദേവൻ, ഞാൻ മാറാത്ത ദൈവം. എന്നുടെ വാർത്തയ്ക്ക് മാറ്റമില്ല, എന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. യെശയ്യാ 52:14 മാറ്റമില്ല. യെശയ്യാവ് 52:14 മാറ്റമില്ല. അവനെ കണ്ടാൽ ഒരു മനുഷ്യനല്ല, അവനെ കണ്ടാൽ ആളല്ല, ഒരാളല്ല, ഒരു രൂപമില്ല. ഒന്നുകൂടെ പറഞ്ഞ അത് മറ്റും. അവന്റെ രൂപം കണ്ടാൽ, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും, ആളല്ല എന്നും, അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ്. ഇനി നിങ്ങൾ വീടുകളിൽ പോയി ചിന്തിച്ചുകൊള്ളുക. ഇതാ വീട്ടിൽ ചെന്ന് ചിന്തിച്ചു കൊള്ളുക. പാർത്താൽ ഒരു മനുഷ്യന്റെ പോലെ ഇല്ല, കണ്ടാൽ ഒരു മനുഷ്യനെ പോലെ ഇല്ല, രൂപമില്ല, അവനൊരു രൂപമില്ല, ആകൃതിയില്ല, എല്ലാം കോലമായി, എല്ലാം വികൃതമായി, അന്ധകേടടഞ്ഞ, അത്രത്തോളം വിരൂപമായി. അപ്പടിപ്പെട്ടതാണ് ഒരു സിലുവ. അങ്ങനെ ഒരു ക്രൂശ്. സിലുവയിൽ തൊങ്ങുകിற യേശുവിനെ നിങ്ങൾ பார்த்திருக்கிறீர்களா? ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യേശുവെ பார்த்தால், ഇന്ന് യേശുവിനെ കണ്ടാൽ സുഖமாக ബിരിയാണി സാപ്പിട്ട് കിടക്കുന്ന മാതിരി കിടക്கிறார். വയർ നിറച്ച് ബിരിയാണി കഴിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നത് പോലെ കിടക്കുന്നു. ഇങ്ങേ ഒരു കായം, ഇങ്ങേ ഒരു കായം, വെറുതെ ആ കയ്യിൽ ഒരു മുറിവ്, ഈ കയ്യിൽ ഒരു ചെറിയ മുറിവ്, ഒരു കായം, പിന്നെ വിലാപ്പുറത്ത് ഒരു ചെറിയ മുറിവ്, കാലിൽ ഒരു മുറിവ്, തലയിൽ ഒരു മുൾമുടി, ഒരു തൊന്തരവുമില്ല, ഒരു ശല്യമില്ല, ഒരു കുഴപ്പമില്ലാത്ത യേശു തൊങ്കുരാർ. കുഴപ്പമൊന്നും കൂടാതെ യേശു അങ്ങനെ സുഖമായി കിടക്കുന്നു. ഈ വചനത്തെ വെച്ച് പാരുങ്ക. എന്നാൽ ഈ വചനം വെച്ചൊന്ന് നോക്ക്. അന്ത സിലുവയെ പാർത്താൽ അവർക്ക് ഒരു രൂപമുണ്ട്. ആ ക്രൂശിൽ നോക്കിയാൽ ഒരു രൂപം കാണാം, ഒരു ആകൃതിയുണ്ട്, ഒരു ആകൃതിയുമുണ്ട്. ഒരു മനുഷ്യനെ പോലെ തൊങ്ങുക, ഒരു മനുഷ്യനെ പോലെ തൂങ്ങി കിടക്കുന്നു. എന്നാൽ ഉണ്മയാക യേശു സിലുവയിൽ തൊങ്ങിന വേളയിൽ, എന്നാൽ വാസ്തവമായ യേശു ക്രൂശിൽ തൂങ്ങിയപ്പോൾ മാറ്റമില്ലാത്ത ദേവനുടെ വാർത്ത சொல்லுகிறது. മാറ്റമില്ലാത്ത ദൈവവചനം പറയുന്നു, പൊയ്യുരയ ഞാൻ മനുഷ്യനല്ല, വ്യാജം പറയുവാൻ മനുഷ്യനല്ല, വാക്കെ മാറ്റാൻ ഞാൻ മനുപുത്രനുമല്ല, അനുദപിക്കുവാൻ ഞാൻ മനുഷ്യപുത്രനുമല്ല, പൊയ്യുരയാത്ത ദേവൻ, ഞാൻ ഭോഷ്ക് പറയാത്ത ദൈവം, വാർത്തയെ പൊയ്യില്ലാത്ത വാർത്ത, എന്റെ വചനം ഭോഷ്കില്ലാത്ത വചനം, പൊയ്യുരയാത്ത വേദം, ഇത് കള്ളം പറയാത്ത ബൈബിൾ, ജീവനുള്ള വാർത്ത, ഇതിന്റെ ജീവനുള്ള വചനം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവരെ പാർത്താൽ ഒരു മനുഷ്യനെ പോലില്ല, അവനെ കണ്ടാൽ ഒരു മനുഷ്യനെ പോലെ ഇല്ല. കാതെല്ലാം പിടുങ്ങിയ, ചെവികളെല്ലാം പറിച്ചെടുക്കപ്പെട്ടു, കാതെല്ലാം തൊങ്കുന്നു, ചെവി തൂങ്ങി കിടക്കുന്നു, ഉദടെല്ലാം തൊങ്കുന്നു, അധരങ്ങൾ തൂങ്ങി കിടക്കുന്നു, മൂക്കെല്ലാം പറഞ്ഞു തൂങ്ങുന്നു. മാറിനാൽ അടിത്ത വേളയിൽ, ചട്ടപാറ് കൊണ്ടടിച്ചപ്പോൾ അന്ത മുള്ളെല്ലാം മൂക്കില് മാറ്റി ഇറുക്കൂടും. ആ മുൾക്കൊളുത്തുകൾ മൂക്കിലും ഉദടിൽ മാറ്റി, ചിലപ്പോൾ അധരങ്ങളിൽ കൊളുത്തിയിരിക്കും. വിധമാകെ ചുറ്റി വളഞ്ഞ് അടിക്കുന്ന വേളയിൽ, എങ്ങനെ അവർ വാറ് ചുഴറ്റി അടിക്കുമ്പോൾ വാറെ പാർത്താൽ, ആ ചട്ടവാറ് നോക്കിയാൽ ഒരു പിടിയുണ്ട്, അതിലൊരു പിടിയുണ്ട്, അതിൽ 12 വാറുകളുണ്ട്, അതിൽ 12 വാറുകൾ, ഒരു വാറിലും ആ ഓരോന്നിലും അനേകം മുള്ളുകൾ, അനേക മുള്ളു കൊളുത്തുകൾ. അതായത് മീൻ പിടിക്കുന്നതാണ് ചൂണ്ടൽ പോലെ, മീൻ പിടിക്കുന്നതായ ചൂണ്ടക്കൊളുത്ത് പോലെ, എലുമ്പിനാല് ചെയ്യപ്പെട്ടതാണ് ചൂണ്ടൽ, ഇരുമ്പ് കൊണ്ട് മസ്തി കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായ ചൂണ്ടക്കൊളുത്തുകൾ, അനേക മുള്ളുകളുണ്ട്. 12 വാറുകൾ, തോലിനാല് ചെയ്യപ്പെട്ട വാറ്, തോല് കൊണ്ട് നിർമ്മിതമായത്. യേശു ഇവിധமாக തന്നുടെ വസ്ത്രത്തെ എല്ലാം കളറ്റി, യേശുവിന്റെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി, അവരുടെ കൈകളെ മേലെ കട്ടി, അവന്റെ കൈകൾ മുകളിലോട്ട് ചേർത്ത് ബന്ധിച്ച്, കാലുകൾ ചേർത്ത് ബന്ധിച്ച് അവൻ തൂങ്ങിക്കിടക്കുന്നു. സേവകൻ വന്ന്, പടയാളികൾ വന്ന് അട്ടഹസം ചെയ്ത്, അവൻ അട്ടഹസിച്ച്, ഇവൻ ആര്? ഇവൻ ദേവകുമാരനാ, ഇവൻ ദൈവപുത്രനോ? എന്റെ കയ്യിൽ ഇരുന്ന് അവനെ രക്ഷിക്ക മുടിയുമോ? എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ? അവൻ രക്ഷിക്കപ്പെട്ട് വെളിയെ വരട്ടെ, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട് വരട്ടെ, അന്ത കെട്ടിലിരുന്ന് വെളിയെ വരട്ടെ, ആ കെട്ടുകൾ അഴിഞ്ഞു വരട്ടെ, എന്നെ കീഴെ വീഴ തള്ളട്ടെ, എന്നെ തള്ളിയിടട്ടെ. അവൻ എത്രയോ പിശാസുകളെ അവൻ എത്രയോ പിശാചുകളെ അവനക്ക് വല്ലമേ ഇരുന്നാ, അവന് ശക്തിയുണ്ടെങ്കിൽ இந்த வாரில் இருந்து அவன் விடுதலை பெறட்டும், ഈ ചാട്ടവാറിൽ നിന്ന് വിമോചനം നേടട്ടെ. போர் சேவகன் தெரியாமல்
அட்டகாசம் பண்ணி பரிகாசம் பண்ணி தேவனை தூஷித்து இயேசுவை பார்த்து வாரை சுழற்றி ബലமாக ശക്തിയാക യേശുവെ അടിത്താർ. ഇങ്ങനെ പടയാളികൾ കാര്യമറിയാതെ യേശുവിനെ നിന്ദിച്ച് പരിഹസിച്ച് അട്ടഹസിച്ച് ആ വാറ് ചുഴറ്റി യേശുവിന്റെ മേൽ ആഞ്ഞടിച്ചു. ആ വാറെല്ലാം அந்த മുള്ളെല്ലാം യേശുവിനുடைய ശരീരത്തിലെ മൂക്കിലും കണ്ണ് അങ്ങെല്ലാം പായുന്നത്. ആ വാറിലെ മുൾക്കൊളുത്തുകൾ യേശുവിന്റെ ശരീരത്തിൽ തറച്ചു കയറി. കാരണം അടിച്ച അടിയിൽ അവൻ ചാകണം. ആ അടിയുടെ ഊക്കുകൊണ്ട് അവൻ മരിക്കണം. പിശാചിനൊരു തന്ത്രമുണ്ട്. പിശാചിനൊരു തന്ത്രമുണ്ട്. അവൻ തന്ത്രമുള്ളവൻ. അവൻ തന്ത്രശാലി. പിശാചിനുடைய തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവർ അല്ല. നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലോ. സിലുവയിൽ മരിക്കലാകാം. ഇവൻ ക്രൂശിൽ മരിക്കരുത്. സിലുവയിൽ മരിച്ചാൽ, ക്രൂശിൽ മരിച്ചാൽ, മരസിലുവയിൽ മരിച്ചാൽ, മരക്രൂശിൽ മരിച്ചാൽ തല പോയി വിടും. എന്റെ തല തകർക്കപ്പെടും. എന്നെക്കൊണ്ടും ക്രിയ ചെയ്യ മുടിയാ. പിന്നെ എനിക്ക് പ്രവർത്തിക്കാനാവില്ല. എന്നുடைய അടിമത്തനത്തിലിരുന്ന്, എന്റെ അടിമനുഖത്തിൽ നിന്ന്, എന്നുடைய പിടിയിലിരുന്ന്, എന്റെ പിടിയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണഭയത്തിലിരുന്ന്, മരണഭീതിയിൽ നിന്ന് ജനങ്ങൾക്ക് വിടുതലയുണ്ടാകും. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. ഇവൻ വിടുവിക്കുന്നവൻ, ദേവകുമാരൻ, സത്യമായ ദൈവപുത്രൻ, ഇവൻ വിശുദ്ധൻ. പിശാചും കൂടെ സാക്ഷി കൊടുത്താൽ, പിശാച് പോലും സാക്ഷ്യം പറഞ്ഞു. നീ ആരെന്ന് ഞങ്ങൾക്കറിയാം. കാലത്തുക്ക് മുന്നമേ ഞങ്ങളെ തുരത്ത വന്നീരോ. സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നുവോ. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. എന്ത് പ്രധാന ആസാര്യനും മറ്റുള്ളവരും പരിശുദ്ധരെന്ന് ചൊല്ലവില്ല. മഹാപുരോഹിതന്മാരോ മറ്റൊരുവരുമോ പരിശുദ്ധൻ എന്ന് പറഞ്ഞില്ല. വേദത്തെ പഠിത്ത പ്രധാന ആസാര്യൻ ചൊല്ലുகிறாൻ. ബൈബിൾ പാണ്ഡിത്യമുള്ള മഹാപുരോഹിതൻ പറയുന്നു, അവൻ പിശാചിനുടെ തലവനെ കൊണ്ട് പിശാചുകളെ തുരത്തുகிறாൻ. അവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഒരു പെരിയ പിശാചുണ്ട്. അവന്റെ ഉള്ളിൽ വലിയൊരു പിശാചുണ്ട്. പിശാചിനാലെത്താൻ അവൻ പിശാചുകളെ തുരത്തുகிறாൻ. ആ ബയൽസെബൂലിനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഏതോ ഒരു വല്ലമയെ പെറ്റവൻ. അവനൊരു ദുഷ്ടശക്തിയുള്ളവൻ. അവനൊരു മന്ത്രവാദത്തെ പെറ്റവൻ. അവനൊരു മന്ത്രവാദമുള്ളവൻ. ഏതോ മന്ത്രവാദത്തെ പഠിച്ചവൻ. അവൻ മന്ത്രവാദം പഠിച്ചവൻ. ദേവനുടെ കുമാരൻ. അവൻ ദൈവപുത്രനൊന്നുമല്ല. എന്റെ വേദത്തെ പഠിച്ച ദേവനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന ആസാര്യൻ ചൊല്ലുകിற ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ന്യായപ്രമാണത്തിൽ അവഗാഹമുള്ളതായ മഹാപുരോഹിതൻ പറയുന്നു. പിശാച് ചൊല്ലുകിற. എന്നാൽ പിശാച് എന്ത് പറയുന്നു? പ്രധാന ആസാര്യനക്ക് സത്യം തെരിയാ. മഹാപുരോഹിതന് സത്യം അറിഞ്ഞുകൂടാ. അവൻ വേദത്തെ പഠിച്ചവൻ. അവൻ ന്യായപ്രമാണം പഠിച്ചവനാണ്. 10 വസ്ത്രങ്ങളെ അണിந்து ദേവനുടെ ആലയത്തിൽ ഊഴിയം ചെയ്യുகிறവൻ. 10 വസ്ത്രം ധരിച്ച കർത്താവിന്റെ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്നു. തലയിൽ കർത്തർക്ക് പരിശുദ്ധ പട്ടം എന്ന പട്ടം കെട്ടിയിരിക്കുന്നു. അവന്റെ തലയിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള പട്ടമുണ്ട്. അവനക്ക് വേദം തെരിയാ. അവന് ന്യായപ്രമാണം അറിഞ്ഞുകൂടാ. എനിക്ക് തെരിയും. എനിക്കറിയാം. ഞാൻ പിശാച്. ഞാൻ പിശാച്. ഇവൻ ദേവനുடைய പരിശുദ്ധൻ. ഇവൻ ദൈവത്തിന്റെ പരിശുദ്ധൻ. നീ ദേവനുடைய പരിശുദ്ധൻ. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. കാലത്തുക്ക് മുന്നമേ ഞങ്ങളെ തുരത്ത വന്നീരോ. സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ. അപ്പോ സിലുവയിൽ മരിച്ചാൽ, ആകയാൽ ക്രൂശിൽ മരിച്ചാൽ തലയെ നസുക്കലാം. പിശാചിന്റെ തലയെ തകർക്കാം. ഈ സിലുവയിൽ മരിക്കാமல் വേറെ എങ്കാവത് മരിച്ചാൽ, ഈ ക്രൂശിൽ മരിക്കാതെ മറ്റെവിടെയെങ്കിലും മരിച്ചാൽ തലയെ നസുക്ക മുടിയാ. പിശാചിന്റെ തല തകർക്കപ്പെടുകയില്ല. അത് ദേവപ്രമാണം. അത് ദൈവിക പ്രമാണം. ശപിക്കപ്പെട്ടവൻ മരത്തിൽ തൊങ്ക വേണ്ടും. ശപിക്കപ്പെട്ടവൻ മരത്തിൽ തൂങ്ങണം. മരത്തിൽ തൊങ്ങുന്നതിനാൽ എല്ലാ ശാപത്തിൽ നിന്ന് വിടുതല പെറ മുടിയും. അവൻ മരത്തിൽ തൂങ്ങി മരിച്ചാലേ ശാപത്തിൽ നിന്ന് വിമോചനം നൽകുവാനാവൂ. ശാപത്തിൽ നിന്ന് വിടുതല പെറുമ്പടിക്ക് ഒരുവൻ മരത്തിൽ തൊങ്ക വേണ്ടും എന്നത് ദേവപ്രമാണം. ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഒരുവൻ മരത്തിൽ തൂങ്ങി മരിക്കണമെന്നുള്ളത് ദൈവിക പ്രമാണം. അത് തർക്കൊല ചെയ്യുവതല്ല. അത് ആത്മഹത്യ ചെയ്യുന്നതല്ല. ശത്രുവിനാൽ അവൻ മരിക്കപ്പെട വേണ്ടും. അവൻ ശത്രുവിന്റെ കൈയാൽ കൊല്ലപ്പെടണം. അവനാകെ തന്നെ കൊല ചെയ്യുവതല്ല. അവൻ സ്വയമായി കൊല്ലുന്നതല്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. തർക്കൊല ചെയ്താൽ നിത്യ നരകത്തിൽ പോകും. ആത്മഹത്യ ചെയ്താൽ നിത്യ നരകത്തിലേ പോകൂ. യേശു ആത്മഹത്യ ചെയ്തില്ല. ശത്രുവാകിയ പിശാചിനാൽ അവനക്ക് മരണം സംഭവിച്ചത്. തന്റെ ശത്രുവായ പിശാചിനാൽ അവന് മരണം നേരിട്ടു. മരണമാനത് നീതിയാക കാണപ്പെട്ടത്. ആ മരണം ഒരു നീതിയായി മാറി. ദേവൻ നിയമിച്ച മരണം. അത് ദൈവത്താൽ നിയമിതം. നമ്മുടെ വിഷയപ്രകാരം പാടുപെട്ടു. എത്രയോ കഷ്ടതകൾ സഹിച്ചു. ഉപദ്രവം സഹിച്ചു. എത്രയോ പീഡനങ്ങൾ ഏറ്റും. ദൈവത്തിന് മഹത്വം. അവരുടെ രക്തമാനത് വിയർവാക വെളിയെ വരക്കൂടിയ അളവുക്ക് വേദനയുണ്ടായിട്ട്. അവന്റെ രക്തം വിയർപ്പിന്റെ സ്ഥാനത്ത് വരുവോളം അവൻ വേദനകൾ അനുഭവിച്ചു. ദൈവത്തിന് മഹത്വം. ഉലകത്തിലെ ഒരു മനുഷ്യനുடைய രക്തമാനത് വിയർവാക വെളിയെ വന്നതില്ല. ലോകത്തിൽ ഒരു മനുഷ്യന്റെയും രക്തം വിയർപ്പ് തുള്ളിയായി പുറത്തു വന്നിട്ടില്ല. നമുക്കുള്ള ഇരിക്കുന്ന തണ്ണീർ താൻ തണ്ണീരാക വിയർവാക വെളിയെ വരുகிறது. നമ്മിലുള്ളതായ വെള്ളമാണ് വിയർപ്പിന്റെ ജലമായി വെളിയിൽ വരുന്നത്. ശരീരം ചുടുപിടിക്കുമ്പോൾ നമ്മുടെ വിയർപ്പുണ്ടാകും. നമുക്ക് വിയർപ്പുണ്ടാകുന്നു. ഉള്ള ഇരിക്കുന്ന തണ്ണീർ താൻ
അകത്തുള്ള വെള്ളമാണത്. രക്തമാനത് വിയർവാകൃതില്ല. രക്തം വിയർപ്പായി വരുന്നില്ല. ഉലകത്തിൽ എന്ത് മനുഷ്യനുക്കും രക്തമാനത് വിയർവാക വെളിയെ വരവില്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ രക്തം വിയർപ്പായി പുറത്തു വന്നില്ല. യേശു ക്രിസ്തു എന്റെ ഒരേ മനുഷ്യനുക്ക് മറ്റും താൻ രക്തമാനത് വിയർവാക വെളിയെ. യേശു എന്ന ഒരൊറ്റ മനുഷ്യന്റെ രക്തം മാത്രമേ വിയർപ്പായി പുറത്തു വന്നുള്ളൂ. അളവുക്ക് അവർക്ക് വേദന. അവൻ അത്രത്തോളം വേദനകൾ അനുഭവിച്ചു. ദൈവത്തിന് മഹത്വം. അപ്പടി ഇരുന്നോ എന്നിട്ട് പോലും നമ്മുടെ വിഷയത്തിൻപടി, നമ്മുടെ വിഷയം യേശുവുക്കുള്ള ഒരു ജീവൻ ഇരുന്നത്. ആ യേശുവിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു. അന്ത ജീവനാല്, ആ ജീവനാൽ അവർ എന്നെ சொன்னார், അവൻ എന്ത് പറഞ്ഞു? കഷ്ടങ്ങൾ എൻ പിതാവിനാൽ എനിക്ക് വരികയാണ്. ഈ കഷ്ടതകളെല്ലാം എന്റെ പിതാവിനാൽ വരുന്നു. അവൻ എന്നെ അടിക്കറാൻ, അവൻ എന്നെ അടിക്കുന്നു. പിതാവ് சொன்னார், അത് പിതാവ് കൽപ്പിച്ചു. പിതാവുക്ക് സ്തോത്രം. പിതാവിന് സ്തോത്രം. അവൻ എന്നെ കുത്തുകറാൻ, അവൻ എന്നെ കുത്തുന്നു. പിതാവാണ്. എല്ലാം ദേവനിടത്തിൽ ഇരുന്ന് അവൻ എടുത്തുകൊണ്ട്, എല്ലാം ദൈവത്തിൽ നിന്ന് എടുത്തു. അതാ നിത്യജീവന്റെ രണ്ടാം പകുതി. അത് നിത്യജീവന്റെ രണ്ടാം ഭാഗം. ഒന്നാം പകുതി ഉന്നെ നീയെ കാത്തുകൊള്ളുക. ഒന്നാമത്തേത് നിന്നെ തന്നെ കാത്തുകൊള്ളുക. വേർപെട്ട് ജീവിക്കുക. അതാ നിത്യജീവനുടെ മുതൽ പകുതി. ഇത് നിത്യജീവന്റെ ഒന്നാം ഭാഗം. രണ്ടാം പകുതി, രണ്ടാമത് എന്ന കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾ വന്നാലും, ഏത് കഷ്ടതകൾ പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾ വന്നാലും, ആരിലൂടെ വന്നാലും നീ അത് ദേവൻ എനിക്ക് അനുവദിത്താർ എന്റെ എടുപ്പാൾ. ദൈവമാണ് അനുവദിച്ചതെന്ന് നീ എടുക്കും. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ശിമയി ദാവീദെ നിന്ദിച്ച വേളയിൽ, ശിമയി ദാവീദിനെ നിന്ദിച്ചപ്പോൾ അനുവദിത്താൻ അവൻ നിന്ദിക്കാൻ. അതൊക്കെന്നെ ദൈവം അനുവദിച്ചത് കൊണ്ടല്ലേ അവൻ നിന്ദിക്കുന്നത്. അതിന് നമുക്ക് ജീവൻ കാണപ്പെട്ടത്. ദാവീദിന്റെ ഉള്ളിൽ ആ ജീവൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. ഇതാണ് നിത്യജീവന്റെ രണ്ടാം പകുതി. ഇത് നിത്യജീവന്റെ രണ്ടാം ഭാഗം. മൂന്നാമത് പകുതി, മൂന്നാമത്തേത് നിത്യജീവനാൽ നാം എല്ലാവരെയും മന്നിക്ക മുടിയും. ആ നിത്യജീവനാൽ നമുക്കെല്ലാം ക്ഷമിക്കുവാനാവും. യാരാല് എന്നെന്ന ഉപദ്രവങ്ങൾ വന്നാലും, ആരിലൂടെ എന്തെല്ലാം കഷ്ടതകൾ ഉപദ്രവങ്ങൾ വന്നാലും, യാരെല്ലാം എപ്പിടിപ്പെട്ട ജീവിതം ചെയ്താൽ, ആരെല്ലാം എങ്ങനെ ജീവിച്ചാലും നീ മന്നിക്കലാം, നീ ക്ഷമിക്കും. നടന്നൊരു സംഭവം ദൈവത്തിന് മഹത്വം. പഠിച്ചതാണ് ഒരു മനവി പുരുഷൻ, വിദ്യാസമ്പന്നരായ ഭാര്യ ഭർത്താക്കന്മാർ, കോളേജ് പ്രൊഫസേഴ്സ്, പൂർവിക നല്ല നല്ല ആസ്തിയുള്ളതാണ് പ്രസ്റ്റീജ് കുടുംബത്തിൽപ്പെട്ടവർ, പരമ്പരാഗതമായി സമ്പത്തും അഭിജാത്യവും അന്തസ്സുമുള്ള കുടുംബം, വിശ്വാസികൾ, നമ്മുടെ വിശ്വാസികൾ. ദൈവത്തിന് രണ്ടുപേര് സൺഡേ ക്ലാസ് പഠിച്ചവർ, രണ്ടുപേര് സൺഡേ സ്കൂളിൽ പഠിച്ച് മാരേജ് അയച്ചു, പഠിച്ച് വിവാഹിതരായി, രണ്ടുപേരും പ്രൊഫസേഴ്സ്. ആനാ എപ്പടിയോ ഈ മനുഷ്യൻ കെട്ടുപോയി വിട്ടു. എങ്ങനെ ഈ മനുഷ്യൻ ഞാൻ ചുരുക്കി പറയട്ടെ, മോശமான പല പെൺകളോട് ജീവിതം, മോശമായി പല സ്ത്രീകളോടുകൂടി ഇവളത് പാർത്ത്, ഇവളത് കണ്ട് അവരെ ഏസുവതും തിട്ടുവതും ഭയങ്കരமான സണ്ടை, തന്നെ വഴക്കിട്ട് തോമസ് ഇവളെ നന്നാക തെരിയും. തോമസ് അവർക്ക് ക്ലാസ് പഠിക്കുമ്പോൾ ടി തോമസ് അവർക്ക് വാദ്യ, സൺഡേ സ്കൂളിൽ ടി തോമസ് വയതിലിരുന്ന് പാസ്റ്റർ ടി തോമസുമാകെ നല്ല പഴക്കം, ചെറുപ്രായം മുതൽ ഈ അപ്പച്ചനുമായി നല്ല പരിചയമുണ്ട്. അതിനാല് പാസ്റ്റർ ടി തോമസ് അടയാറിൽ വന്ന വേളയിൽ, ആകയാൽ പാസ്റ്റർ ടി അപ്പച്ചൻ അടയാറിൽ വന്ന കഷ്ടത്തെ എല്ലാം சொன்னார். ഇവളുടെ കഷ്ടങ്ങളെല്ലാം, ഞാൻ വിവാഹ റദ്ദ് ചെയ്യ പോറേൻ, ഞാൻ വിവാഹമോചനം നേടാൻ പോകുന്നു. ഇവർ ഇപ്പടി ജീവിക്കുന്നു, താൻ ഇങ്ങനെ ജീവിക്കുന്നു. അവർ ഒരേ ഒരു വാർത്ത, താൻ ഒറ്റ വാക്ക്, നീ മന്നിക്ക വേണ്ട, നീ ക്ഷമിക്കണം. ഉടനെ കോവപ്പെട്ട് സണ്ട പോടുക, ഉടനെ അവൾക്ക് ദേഷ്യം. എന്താ പാസ്റ്റർ, വ്യഭിചാരക്കാരനക്ക് മന്നിപ്പതാ, ഈ വ്യഭിചാരിയോട് ക്ഷമിക്കണമോ? കത്തിയെടുത്ത് കുത്ത വേണ്ട, അവനെ കത്തിയെടുത്ത് കുത്തി കൊല്ലണ്ടേ? ഞാൻ കുത്തപ്പോറതില്ല, ഞാൻ വിവാഹം ചെയ്യ പോറേൻ. ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല, പക്ഷെ ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നു. എന്റെ വീട്ടുകാരെല്ലാം சொல்றாங்க, വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് സമാധാനമില്ല, എന്റെ വീട്ടിൽ സമാധാനമില്ല. വലിയ വീട്, പ്രസ്റ്റീജുള്ള വീട്, വലിയ അന്തസ്സുള്ള കുടുംബം, പഠിച്ച കുടുംബം. കുടിക്കാവിട്ട ഈ മനുഷ്യൻ നല്ല മനുഷ്യൻ, മദ്യപിച്ചില്ലെങ്കിൽ താൻ നല്ല വ്യക്തിയാണ്. അതല്ലേ പാസ്റ്റർ പറഞ്ഞ അങ്ങനെയല്ല, മന്നിക്ക വേണ്ടു, നീ ക്ഷമിക്കണം. ഒരു വർഷം വരയ്ക്കും പാസ്റ്റർ ടിയുക്കും ഇവൾക്കും പോരാട്ടം. ഒരു വർഷം ടിയോപ്പച്ചനും ഇവളും തമ്മിൽ ഒരു പോരാട്ടത്തിലായിരുന്നു. വന്നവരെ പാർക്ക വരുகிறாരോ പാസ്റ്റർ അഴുത് 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 சொல்லுவாங்க, അവർ ഒരേ ഒരു വാർത്ത, നീ മന്നിപ്പായാക. ഇവൾ പാസ്റ്റർ കാണുവാൻ വരുമ്പോൾ കരഞ്ഞ് സങ്കടം പറയുമ്പോൾ പാസ്റ്റർ ഒറ്റ വാക്ക് പറയും, നീയാണ് ക്ഷമിക്കേണ്ടത്. അവനെ മന്നി, നീ അവനോട് ക്ഷമിക്കണം. നീ മന്നിത്ത് ഏറ്റുകൊൾ, നീ ക്ഷമിച്ചത് അവനെ അംഗീകരിക്കുക. ഒരു വർഷം പോച്ചു, ഒരു വർഷം കടന്നുപോയി. ഒരു വർഷத்துக்கு പിറகு, ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ദേവാവിയാനവർ അവളോട് ഇടപെട്ട, ദൈവാത്മാവ് അവളോട് ഇടപെട്ടു. ശരി പാസ്റ്റർ சொல்றாரு, ശരി പാസ്റ്റർ പറയുന്നു, നമ്മെ താഴ്ത്താം. ചുരുക്കി പറയട്ടെ, ഒരു നാളില് ഒരു ദിവസം അവർ തീരുമാനിച്ചു, ഉപവാസം എടുത്ത് ജപിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കൃപ താരും കർത്താവേ കൃപ തരണം, എനിക്ക് ജീവൻ തരണം. അവരെ കുടിച്ച് വെറിത്ത്, താൻ മദ്യപിച്ച് ലഹരി പിടിച്ച് പെൺകളോട് മോശമായി ജീവിച്ച്, മോശമായ നിലയിൽ ജീവിച്ച് അവരെ
രാത്രി 1:30-2 മണിക്ക് വരാറ്. അർദ്ധരാത്രി 1:30-2 മണിയോളമായി വീട്ടിൽ വന്നു. അവൾ പോയി ഗേറ്റ് തുറക്കറ. അവൾ വന്ന് ഗേറ്റ് തുറന്നു. പാത്തോണ്ട് അവർക്ക് ആശ്ചര്യം. കണ്ടപ്പോൾ അത്ഭുതം. വാച്ച്മാൻ താൻ തുറപ്പാൻ. സാധാരണ വാച്ച്മാൻ തുറക്കും. ഇവൾ ഗേറ്റ് തുറന്ന. ഇവൾ ഗേറ്റ് തുറന്നു. കതക് തുറന്ന് അവരുടെ കയ്യെ പിടിച്ച് തന്റെ കൈക്ക് പിടിച്ച് അവിടെയെ മണവാളനെ പോലെ കൊണ്ടുപോകും. മണവാളനെ പോലെ താങ്ങി പിടിച്ച് കൊണ്ടുപോയി. അറയിൽ പോയി പാർത്താൽ മുറിയിൽ കൊണ്ടുപോയാൽ അറയെല്ലാം ശുദ്ധം പണി, മുറിയെല്ലാം വൃത്തിയാക്കിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. കാരണം ഷീറ്റെല്ലാം നല്ല പോട്ട്, നല്ല ഷീറ്റൊക്കെ വിരിച്ച് ഡ്രസ്സെല്ലാം നല്ല വിധമാ പോട്ട്, ഡ്രസ്സൊക്കെ അവിടെ നന്നായി വളരെ വൃത്തിയായിരിക്കുന്നു. എല്ലാം പാത്ത വേളയിൽ താൻ ഇതെല്ലാം കണ്ടപ്പോൾ ഇവൾക്ക് എന്നെ ചെയ്യണം തിരിയുന്നത്, തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഒന്നും പറഞ്ഞില്ല. കുടിക്കാൻ എന്തോ കൊടുത്തു. അവരത് വാങ്ങിനാര്. താനത് വാങ്ങി. അവൾ ഞാൻ തൂങ്ങ പോറേന്ന് சொன்னேன். ഉറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു. നാളേക്ക് കോളേജുക്ക് പോകണമേ. നാളെ കോളേജിൽ പോകണമല്ലോ. അവൾ പോയിട്ടാങ്ക. പോയി. ഏതാவது ഉദവി വേണമോ? നീ എന്തെങ്കിലും സഹായം ഉദവി എന്തെങ്കിലും ഞാൻ ചെയ്യണോ? ഞാൻ പോകട്ടുമോ? ഞാൻ പോകട്ടെ. അവരൊന്നും പേസവില്ല. താനൊന്നും മിണ്ടിയില്ല. പറവല്ല, നിങ്ങൾ പാവത്തെ ജീവിച്ചു കൊള്ളുങ്ക, പറവല്ല. ഓ, നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാലും സാരമില്ല. മനുഷ്യൻ തന്നെ, മനുഷ്യനല്ലേ, നിങ്ങൾ ജീവിച്ചു കൊള്ളുക. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചോ. അവൾ പോയി പടുത്ത. അവൾ തൂങ്ങി വിട്ട. അവൾ ഉറങ്ങി. ഇവർ ഉക്കാന്ത് ഒരേ അഴുക. താൻ ഇരുന്ന് കരയുവാൻ തുടങ്ങി. ഞാനല്ലവാ പാപം ചെയ്തേ, ഞാൻ ഇത്രയും പാപം ചെയ്തല്ലോ, ഞാനല്ലവാ അക്രമക്കാരൻ, ഞാനല്ലേ ഇങ്ങനെയുള്ള അക്രമമൊക്കെ ചെയ്യുന്നത്, അക്രമം ചെയ്തു, ഇത്രയെല്ലാം ചെയ്തിട്ട് ചെയ്താളെ, അവൾ ഇങ്ങനെ ചെയ്തല്ലോ എനിക്ക്. അവൾ വന്ന് ഗേറ്റ് തുറന്ന, അവൾ വന്ന് വാതിൽ തുറന്നു, എന്റെ കയ്യെ പിടിച്ചാളെ, കൈക്ക് പിടിച്ചു, എന്നെ കൂട്ടിട്ട് വന്നാളെ, എന്നെ വിളിച്ചു കൊണ്ടുപോയി. എന്റെ അറയെല്ലാം ശുദ്ധം പണി വിട്ട, മുറിയെല്ലാം വൃത്തിയാക്കി വെച്ചു, എന്റെ ഷീറ്റെല്ലാം ശുദ്ധം പണി, ഷീറ്റെല്ലാം വെടിപ്പാക്കി. ഒവ്വൊരു ചെയ്കെ അവനുடைய ഹൃദയത്തിന് ആഴത്തിൽ കുത്തിനത്. അവളുടെ ഓരോ പ്രവൃത്തിയും അവന്റെ ഹൃദയത്തെ ആഴത്തിൽ ശത്രുവുക്ക് അവനക്ക് ഭോജനം കൊടു. ശത്രുവിന് വിശന്നാൽ തിന്മാൻ കൊടുക്കുക, അവനക്ക് പാനം കൊടു, അവന് കുടിപ്പാൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ഈ കനൽ അവനുടെ തലയിൽ കുവിക്கிறாർ. നീ അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കുന്നു. ജീവനുടെ ഒരു പകുതി, ഇത് ജീവന്റെ ഒരു ഭാഗം, നിത്യജീവനുടെ ഒരു പകുതി, നിത്യജീവന്റെ ഒരു ഭാഗം. അവൾ അപ്പടിയേ ചെയ്ത. അവൾ അതുപോലെ ചെയ്തു. രാത്രിയിൽ തൂങ്കവില്ല, താൻ രാത്രിയിൽ ഉറങ്ങിയില്ല. ഒരേ അഴുക, താൻ കരഞ്ഞുകൊണ്ടേ, യേശുവിനോട് ക്ഷമിക്കണം, ഞാൻ പാപിയാണ്, ഞാൻ ദുർമാർഗിയാണ്, ഇങ്ങനെയെല്ലാം ജീവിച്ചു. അവൻ മുഴങ്കാൽ പടിയിട്ട്, താൻ മുഴങ്കാലിൽ നിന്ന് കട്ടിൽമേൽ കരങ്ങളെ, കട്ടിൽ കൈകൾ കുത്തി, ഒരേ അഴുക. അവൻ കരഞ്ഞുകൊണ്ടേ. ക്ലാസ്സിൽ പഠിച്ചവൻ, സൺഡേ സ്കൂളിൽ പഠിച്ചവനാണല്ലോ, ഉപദേശം അറിയാമല്ലോ. 4 മണിക്ക് 5 മണിക്ക് അവർ സ്വോത്ര ജപത്തിൽ എളുമ്പിനാണ്. അത് രാവിലെ 5 മണിക്ക് അവൾ സ്വോത്രത്തിനെഴുന്നേറ്റു. താനും പോയിരുന്നു. ഭാര്യയുടെ കയ്യെ കയറി പിടിച്ചു, ഭാര്യയുടെ കൈക്ക് പിടിച്ചു, നീ എന്നോട് ക്ഷമിക്കണം, നീ എന്നോട് ക്ഷമിക്കണം, പാപം ചെയ്യും, ഇനി ഞാൻ പാപം ചെയ്യില്ല, തുன்பപ്പെടുത്തി, ഞാൻ നിന്നെ ഉപദ്രവിച്ചു, വേദനപ്പെടുത്തി, ഞാൻ നിന്നെ വേദനിപ്പിച്ചു, കേവലമാകെ ഞാൻ നടന്നുകൊണ്ട്, ഞാൻ നിന്നെ അടുത്ത് വളരെ അപമാനകരമായ നിലയിൽ നടന്നു, നീ എന്നോട് ക്ഷമിക്കണം. അവൾക്കുള്ള ജീവൻ ക്രിയ ചെയ്ത വേളയിൽ, അവളിൽ ജീവൻ പ്രവർത്തിച്ചപ്പോൾ ആ ജീവൻ ഇവർക്കുള്ളേയും ക്രിയ ചെയ്യാൻ തുടങ്ങി. ആ ജീവൻ തന്നിലും പ്രവർത്തിക്കാൻ. ഒരു നെരുപ്പ് കത്തിത്താൽ, ഒരു തീ കത്തിച്ചാൽ, ഈ നെരുപ്പ് இந்த ടവലേ ഇരിക്കും, ഈ തീ ടവലിനെ കത്തിക്കും, നെരുപ്പ് ഈ പേപ്പറേ ഇരിക്കും, അത് പേപ്പറിനെ കത്തിക്കും, പേപ്പർ ടേബിളേ ഇരിക്കും, അത് ടേബിളിനെ കത്തിക്കും. ദൈവത്തിന് മഹത്വം. അതുതാണ് ജീവൻ, ഇതാണ് ജീവൻ, അതാ ജീവന്റെ 3ാം പകുതി, ഇതാണ് ജീവന്റെ 3ാം ഭാഗം. മന്നിക്ക വേണ്ട, ക്ഷമിക്കണം. നീ മന്നിക്കാമ പോന്നാൽ, നീ ക്ഷമിക്കാതെ പോയാൽ ഹൃദയം കഠിനപ്പെട്ടു പോവാൻ. ഹൃദയം കഠിനപ്പെട്ടു നീയും പാപം ചെയ്യുവാൻ, നീ പാപം ചെയ്യുന്നത് മാത്രമല്ല മറ്റുള്ളവരെയും പാപം ചെയ്യും. ഉനക്കുള്ളൊരു ജീവൻ ഇരുന്നാൽ, നിന്നിൽ ഒരു ജീവൻ ഉണ്ടെങ്കിൽ, അന്ത ജീവൻ പരിപൂർണപ്പെട വേണ്ടും, ആ ജീവൻ പരിപൂർണമാകണം, എല്ലാവരെയും മന്നിക്ക വേണ്ടും, അതിന് നീ എല്ലാം ക്ഷമിക്കണം. യേശു എന്നെ சொன்னார், യേശു എന്ന് പറഞ്ഞു, പിതാവേ ഇവർക്ക് മന്നിയും, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. യേശുവിന്റെ കടേസി വാർത്ത അതല്ലവാ, യേശുവിന്റെ അവസാന വാക്കുകളിൽ, പിതാവേ ഇവർക്ക് മന്നി, പിതാവേ ഇവരോട് ക്ഷമിക്കണം, ചെയ്യണമെന്ന് தெரியாமல் செய்கிறார், ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ആകയാൽ ഇവരോട് ക്ഷമിക്കണം. ജീവനുடைய പകുതി, അത് ജീവന്റെ ഒരു ഭാഗം. அந்த ജീവൻ ഉനക്കുള്ള എനക്കുള്ള വളരുംപടിക്ക് ജീവനുക്ക് നാം ഇടം കൊടുപ്പോമാ. ആ ജീവൻ എന്നിലും നിന്നിലും വളരുവാൻ ആ ജീവൻ ഇടം കൊടുക്കാം. നീ വൈരാഗ്യമായി ഇരിക്ക മുടിയുമോ? അങ്ങനെയെങ്കിൽ നീ വിദ്വേഷം പുലർത്തി ജീവിക്കുമോ? നീ സംസാരിക്കാതിരിക്കുമോ? മന്നിപ്പ് കേൾക്കാമൽ ഇരിക്ക മുടിയുമോ? ക്ഷമ ചോദിക്കാതിരിക്കുമോ? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ജീവനിൽ നാം വളരുவோமா? നമുക്ക് ഈ ജീവനിൽ വളരാം. പിതാവിനുടെ വരം, ഇത് പിതാവിന്റെ വരം. ജീവനാകിയ വരം നഗയാക നീ അണിந்து കൊള്ള വേണ്ടും. ആ ജീവനാകുന്ന വരത്തെ ആഭരണമായി അണിയണം. ദൈവത്തിന് മഹത്വം. അതുதான் உனக்கு நகை, അത് നിനക്കൊരാഭരണം.
அதுதான் உனக்கு அழகு. അത് നിന്റെ സൗന്ദര്യം. മണവാട്ടിക്ക് നഗയാനത് അഴകാകുന്നത് പോലെ, മണവാട്ടി ആഭരണത്താൽ അലങ്കൃതയാകുന്നത് പോലെ ഉനക്ക് അഴക്. ഈ വരം നിനക്ക് സൗന്ദര്യം നൽകുന്നു. വേണ്ടുമാ? നിങ്ങൾക്ക് സൗന്ദര്യം എത്ര പേർക്ക് இந்த അഴക് വേണം? എത്ര പേർക്ക് ഈ സൗന്ദര്യം എത്ര വേണം? പേർ മന്നിക്ക പോறீர்கள்? എത്ര പേർ ക്ഷമിക്കാൻ പോകുന്നു? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എല്ലാം ദേവനിടത്തിലിരുന്ന് നീ എടുത്തുകൊള്ള വേണ്ടും. എല്ലാം ദൈവത്തിൽ നിന്ന് എടുക്കണം. രണ്ടാമത് നീ എല്ലാവരെയും മന്നിക്ക വേണം. അടുത്തതായി എല്ലാം ക്ഷമിക്കണം. அப்படி இருந்தால் അങ്ങനെയെങ്കിൽ നാലാം പകുതി, നാലാമത്തെ ഭാഗം, ജീവനിൽ നീ വളര മുടിയും. ആ ജീവനിൽ വളരുവാനാവും. அந்த வாழைத்தாறு விளைகிறது போல, വാഴക്കുല വിളയുന്നത് പോലെ നീ വളര മുടിയും. നീ വളരേണം. ഇതാ ജീവനുடைய 4 പകുതി. ഇത് ജീവന്റെ 4 ഭാഗം. ഇനി അടുത്ത പടിക്ക് വരുവാം. അടുത്ത വർഷത്തിലേക്ക് വരാം. പിന്നെ രണ്ടാമത് വരം, രണ്ടാമത്തെ பரிசுத்தாவியின் வரம், ആത്മവരം. பரிசுத்தாவியை குறித்து നമുക്കെല്ലാം தெரிகிறபடியால் அதிகமாக அங்க நான் பேச போகிறது. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അധികം പറയാൻ പോകുന്നില്ല. பரிசுத்தாவின் அபிஷேகத்தினால் പരിശുദ്ധാത്മാഭിഷേകത്താൽ எல்லாவற்றையும் விடுதலை பெற்றுக் கொள்ளலாம். നാം എല്ലാത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ஒரே ஒரு നേടാം. விஷயத்தை மட்டும் சொல்லி மூன்றாம் பகுதிக்கு போவோம். ഒരൊറ്റ കാര്യം പറഞ്ഞ് മൂന്നാമത്തെ വിഷയത്തിലേക്ക് പോകാം. நீங்கள் பாடல்களை பாடாமல் எப்பொழுதும் பரிசுத்தாவியில் அந்நிய பாஷையில் பேசி தேவனை துதித்துக் கொண்டிருக்க வேண்டும். നിങ്ങൾ പാട്ടുകൾ പാടാതെ തന്നെ എപ്പോഴും അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. വീട്ടിൽ വേല ചെയ്യുമ്പോൾ, വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ, നീ അലുവലകത്തിൽ വേല ചെയ്യുമ്പോൾ, ഓഫീസിൽ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ ദേവനോട് പേസിക്കൊണ്ടിരിക്ക വേണ്ടും. അകമയുള്ള മനുഷ്യൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. വേല ചെയ്യുന്നത്, നീ ജോലി ചെയ്യുന്നത്, തൂങ്ങുന്നത്, ഉറങ്ങുന്നത്, ഉലകത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത്, ലോകകാര്യങ്ങളിൽ വ്യാപൃതനാകുന്നത് മനുഷ്യൻ മറ്റും പുറമേയുള്ള മനുഷ്യൻ മാത്രം. നമുക്ക് രണ്ട് മനുഷ്യനുണ്ട്. നമുക്ക് 2 മനുഷ്യനുണ്ട്. പുറമ്പാന മനുഷ്യൻ, ഒന്ന് പുറമേയുള്ള മനുഷ്യൻ. തലയും ശരീരവും ചേർന്നത് പുറമ്പാന ഈ മനുഷ്യൻ. ശിരസും ശരീരവും ചേർന്ന് പുറമേയുള്ള മനുഷ്യൻ. ഈ മനുഷ്യനൊക്കെ ഒരു ജീവനുണ്ട്. ഈ മനുഷ്യനൊരു ജീവനുണ്ട്. അവനുക്കുൾ കാണപ്പെടുക രക്തം, അത് അവനിൽ കാണപ്പെടുന്ന രക്തം. ലേവ്യരാഗമം 17-ാം അധികാരം 10-ാം വചനത്തിൽ, ലേവ്യർ 17:10 മാംസത്തിൻ ഉയിര് രക്തത്തിൽ ഇരിക്കുന്നത്, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ആകുന്നത്. രക്തം ജീവനാനത് മരണം വരയ്ക്കും താൻ. ഈ ജീവനാകുന്ന രക്തം മരണം വരെയുള്ളൂ. പുറമ്പാന മനുഷ്യൻ മരണം വരയ്ക്കും. പുറമേയുള്ള മനുഷ്യൻ മരണം വരെ മാത്രം. ഉടനെ മരിച്ചയുടൻ അവൻ മണ്ണുക്ക് മണ്ണാകെ മാറി, അവൻ മണ്ണോട് മണ്ണായി ചേരുന്നു. രക്തം മാറിവിട്ടു, രക്തവും ഇല്ലാതെയാകും. മണ്ണോട് മണ്ണാ ചേർന്നു, മണ്ണോട് മണ്ണായി ചേർന്നു. അതോടെ അന്ത മനുഷ്യന്റെ കഥ മുടി. അതോടെ ആ മനുഷ്യന്റെ കഥ കഴിഞ്ഞു. രണ്ടാമതൊരു മനുഷ്യനുണ്ട്. രണ്ടാമതൊരു മനുഷ്യനുണ്ട്. അത് താൻ ഉള്ളാന മനുഷ്യൻ. അത് അകമയുള്ള മനുഷ്യൻ. അപ്പോ പുറമ്പാന മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യനും. എங்கே വാസിக்கிறோം? ഇതെവിടെ വായിക്കുന്നു? 2 കൊരിന്ത്യർ 4-ാം അധികാരം 16-ാം വചനത്തിൽ വാസിக்கிறோം. 2 കൊരിന്ത്യർ 4:16 വായിക്കുന്നു. പുറമ്പാന മനുഷ്യനാനത് നാൾക്ക് നാൾ അഴിന്തോ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾതോറും ക്ഷയിക്കുമ്പോൾ ഉള്ളാന മനുഷ്യൻ ബലപ്പെടുகிறது. അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നു. ഉള്ളാന മനുഷ്യൻ പുറമ്പാന മനുഷ്യൻ. അകമേയുള്ള മനുഷ്യൻ പുറമേയുള്ള മനുഷ്യൻ. ഉള്ളാന മനുഷ്യനൊക്കെ ആവിയും ആത്മാവും ചേർന്നത് താൻ ഉള്ളാന മനുഷ്യൻ. ദേഹിയും ആത്മാവും ചേർന്ന് അകമേയുള്ള മനുഷ്യൻ. ദേവനിടത്തിലിരുന്ന് ഒരു ആവി വന്നത്, ദൈവത്തിൽ നിന്ന് ഒരു ആത്മാവ്. ആദിയാഗമം 2-ാം അധികാരം 7-ാം വചനത്തെ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2:7 ദേവൻ മണ്ണിനാൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കി, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവന്റെ മുക്കിൽ ജീവശ്വാസം ഊതി. ജീവ ആത്മാവുണ്ടായി. അവൻ ജീവനുള്ള ദേഹിയായി മാറി. ദേവനിടത്തിലിരുന്ന് വന്നത് ഒരു ആവി, ദൈവത്തിൽ നിന്ന് വന്നത് ഒരു ആത്മാവ്. അതുதான் സ്പിരിറ്റ്, ആത്മാവ്. அந்த ஸ்பிரிட், அந்த ஆவி தேவனுடைய பகுதி. ആ ആത്മാവ് അത് ദൈവത്തിൽ നിന്നുള്ളത്. ഇവനുക്കുൾ വന്ന ഉടനെ അതിവനിൽ വന്നപ്പോൾ ജീവ ആത്മാവുണ്ടായിട്ട് ജീവനുള്ള ദേഹി ഉണ്ടായി. ദൈവത്തിന് മഹത്വം. ആത്മാവും ജീവനും ചേർന്ന് താൻ ഉള്ളാന മനുഷ്യൻ. ആത്മാവും ജീവനും ചേർന്ന് അകമേയുള്ള മനുഷ്യൻ. അതിനുடைய ജീവൻ താൻ നിത്യ ജീവൻ. അതിന്റെ ജീവൻ നിത്യജീവൻ. ദൈവത്തിന് മഹത്വം. ഇത് നിത്യമാനത്, ഇത് നിത്യമായത്. അതുക്ക് പിറകെ അതിനുശേഷമായി പാപം ചെയ്താൻ, മനുഷ്യൻ പാപം ചെയ്തു, പാപിയായി മാറി, പിന്നെയും രക്ഷിക്കപ്പെടുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട മനുഷ്യൻ രക്ഷിക്കപ്പെട്ട പിറകും പാപം ചെയ്യുക. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പാപം ചെയ്യുന്നു. 3 മനുഷ്യനെ പാർக்கலாம். ഇപ്പോൾ 3 മനുഷ്യനെ കാണാം. ആവിക്കൂറിയ മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. രണ്ടാമത് ആവിക്കൂറിയ മനുഷ്യൻ പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ. ആത്മീക മനുഷ്യനെ പാപം ചെയ്ത് ജീവിക്കുന്ന പിന്മാറ്റക്കാരൻ. ഇവനുടെ പേര് താൻ മാംസത്ത് കൂറിയ മനുഷ്യൻ. ഇവന്റെ പേര് ജഡിക മനുഷ്യൻ. ഇനിയൊരു മനുഷ്യൻ, മറ്റൊരുത്തൻ മുற்றிലും പാപത്തിൽ ജീവിക്കണം, മുற்றிലും പാപത്തിൽ ജീവിക്കുന്നവൻ. താൻ പാപിയായ മനുഷ്യൻ. അവൻ പാപിയായ മനുഷ്യൻ. 3 മനുഷ്യൻ. 3 മനുഷ്യൻ. ആവിക്കൂറിയ മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. ഇവൻ ആവിക്കൂറിയവൻ താൻ കൊഞ്ചം പാപം ചെയ്യുക. ഇവൻ ആത്മീകനെങ്കിൽ അല്പം പാപം ചെയ്യുന്നു. പാലിലെ இந்த தண்ணீர் சேர்க்கிறது போல, പാലിൽ വെള്ളം കലർത്തുന്നത് പോലെ, சுத்தமான பால், നല്ല ശുദ്ധമായ പാൽ, തണ്ണീരുള്ള പാൽ, വെള്ളമുള്ള പാൽ, ശുദ്ധമായ തണ്ണീർ, ശുദ്ധമായ വെള്ളം.
ദേവനക്ക് ദൈവത്തിന് മഹത്വം. ഒന്ന് ശുദ്ധமான പാൽ, ഒന്ന് ശുദ്ധമായ പാൽ, രണ്ടാമത് പാലും തണ്ണീരും ചേർന്നത്, അല്പം പാലും വെള്ളവും കലർന്നത്, മൂന്നാമത് തണ്ണീർ. മൂന്നാമത് വെറും വെള്ളം. തണ്ണീർ എന്നത് പാപിയായ മനുഷ്യൻ, വെള്ളം എന്നത് ഭാവിയായ മനുഷ്യൻ. പാലും തണ്ണീരും ചേർന്നത്, പാലും വെള്ളവും കലർന്നത്, അത് രണ്ട് ചേർന്ന് മാംസത്ത് കൂറിയവൻ, രണ്ടും കൂടി ചേർന്നതായ ജഡികനായ മനുഷ്യൻ. അവനെ താൻ ജഡീകൻ, മാംസത്ത് കൂറിയവൻ. അവൻ ജഡികൻ. ഇനി ശുദ്ധமான പാൽ, ഇനി ശുദ്ധമായ പാൽ, ആവിക്കൂറിയ മനുഷ്യൻ, അതാത്മിക മനുഷ്യൻ. നീ എന്താ മനുഷ്യനെന്ന് പാർത്തുകൊള്ളുക. നിങ്ങൾ ഏത് മനുഷ്യനെന്ന് പരിശോധിച്ച് നോക്കുക. ദൈവത്തിന് മഹത്വം. ഈ തണ്ണീർ ചേർത്ത പാല് എപ്പടി ടെസ്റ്റ് പണി പാക്കലാം? ഈ വെള്ളം കലർന്ന പാൽ എങ്ങനെ പരിശോധിച്ചറിയാം? എനിക്ക് മൂന്ന് വിധത്തിൽ പാക്ക തെരിയും. മൂന്ന് വിധത്തിൽ അറിയാം. ഒരു നൂലെടുത്ത്, ഒരു നൂലെടുത്ത് പാലിലെ പോട്ട്, പാലിലിട്ട് അത് ഇപ്പടിയെ പോട്ട് വിട്ടാ അതെങ്ങനെ വെച്ച് തണ്ണീർ മറ്റും ഡ്രോപ്പ് 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 ആക വെളിയെ വരും. വെള്ളം മാത്രം തുള്ളി തുള്ളിയായി പുറത്തു വരും. കണ്ടുപിടിക്കല ഇതിൽ തണ്ണീരുണ്ട്. അപ്പോൾ അറിയാം ഇതിൽ വെള്ളം കലർത്തിയിട്ടുണ്ട്. രണ്ടാമത് അടുത്തത്, അതേ ഒരു ഗ്ലാസ്സിലെടുത്ത് നീ മൂടി വെച്ചാൽ, ഒരു ഗ്ലാസ്സിലെടുത്ത് അടച്ചു അടുത്ത വെച്ചാൽ നാൾ പാത്ത തണ്ണിയെല്ലാം കീഴേ ഇരിക്കും, തൈരെല്ലാം മേലെ ഇരിക്കും. അല്പനേരം കഴിഞ്ഞാൽ വെള്ളം താഴെയും പാല് മുകളിലും. അത് നമുക്ക് എല്ലാവർക്കും അത് നമുക്കറിയാം. ഇവളവ് അംശം അതിൽ തണ്ണീർ, ഇത്രയും വെള്ളം ചേർത്ത് അംശം താൻ പാല്, ഇത്രയുമേ പാലുള്ളൂ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മൂന്നാമത് മീറ്റർ വെച്ച് നാം കണ്ടുപിടിക്കണം. ഒരു മീറ്റർ വെച്ച് 26 ഡിഗ്രി മീറ്റർ എന്താ ശുദ്ധ പാൽ. 26 ഡിഗ്രി ആണെങ്കിൽ ശുദ്ധമായ പാൽ. തണ്ണീർ ഊത്തുമ്പോ വെള്ളമൊഴിച്ചാൽ അത് 28 മാറി 28 കുറയും. அந்த டிகிரி ഉണ്ടാക്കുന്നதுக்கு ആ ഡിഗ്രി ഉണ്ടാക്കുക. പാൽ ബിസിനസ്സുകാർ இருந்தா நான் சொல்ல மாட்டேன். പാൽ ബിസിനസ്സുകാർ, പാൽ കച്ചവടക്കാരുണ്ടെങ്കിൽ പറയുന്നത് അത് ഡിഗ്രി ഉണ്ടാക്കലാം. ആ ഡിഗ്രി ഉണ്ടാക്കാൻ എങ്ങനെ? கொஞ்சம் ചീനി എടുത്ത് പോട്ടാ പോതും, അല്പം പഞ്ചസാര കലർത്തി. ദൈവത്തിന് മഹത്വം. പാൽ തണ്ണീർ പാലിൽ ചീനി പൊട്ട ഡിഗ്രി ഉണ്ടാകും. പാലിൽ വെള്ളം കൂട്ടിയിട്ട് പഞ്ചസാര കലർത്തിയാൽ ഡിഗ്രി കൂടും. മിൽക്ക് സൊസൈറ്റി വെച്ചിരുന്നോ? ഞങ്ങൾ പാൽ സൊസൈറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചത്, അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു. ദൈവത്തിന് മഹത്വം. ഇതേപോലെ താൻ ആവിക്കുറിയ മനുഷ്യൻ, ഇതുപോലെയാണ് ആത്മീക മനുഷ്യൻ. ശുദ്ധമായ പാൽ, ശുദ്ധമായ പാൽ, തണ്ണീരില്ല, അതിൽ വെള്ളമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ஆனால் இதோ തണ്ണീരും പാലും കലർന്നതാണ് ജഡികൻ, അല്ലെങ്കിൽ മാംസത്ത് കൂറിയവൻ. പാലും വെള്ളവും കൂട്ടിയതായ ജഡികൻ. മറ്റേത് പച്ച തണ്ണീർ, മറ്റേത് വെറും വെള്ളം. അതാ പാപിയായ മനുഷ്യൻ, പൂർണ്ണമായി ആത്മ ശരീരമെല്ലാം പാപം, ദേഹാത്മദേഹി മുഴുവൻ പാപം. ഇതിൽ കൊഞ്ചം പാലുണ്ട്, പിന്നെ തണ്ണീരുണ്ട്. ഇതിൽ അല്പം പാലും വെള്ളവും ഉണ്ട്. ദൈവത്തിന് മഹത്വം. പാൽ ചേർന്നതാണ് തണ്ണീർ ചേർന്ന പാൽ, വെള്ളം കൂട്ടിയ പാൽ. ഇതിലെ ശുദ്ധ തണ്ണീർ, ഇത് ശുദ്ധമായ പാൽ. ദൈവത്തിന് മഹത്വം. ഈ മനുഷ്യൻ അപ്പോ നമ്മൾ എന്നാ വേല ചെയ്താലും, നമ്മൾ എന്ത് ജോലി ചെയ്താലും, ഉറങ്ങിയാലും, സാപ്പിട്ടാലും, ഭക്ഷണം കഴിച്ചാലും, ഈ പുറമ്പാന മനുഷ്യനൊക്കെ ഇതെല്ലാം പുറമേയുള്ള മനുഷ്യന് മാത്രം. മനുഷ്യനൊക്കെ ഒന്നുമില്ല. അകമേയുള്ള മനുഷ്യന് ഇതൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. എവ്വളം തൂങ്ങിനാലും, നിങ്ങൾ എത്ര ഉറങ്ങിയാലും മനുഷ്യൻ തൂങ്ങുന്നില്ല. അകമേയുള്ള മനുഷ്യൻ ഉറങ്ങുന്നില്ല. മനുഷ്യൻ വിഴുത്തുകൊണ്ടേ, ആ മനുഷ്യൻ ഉണർന്നിരിക്കുന്നു. അപ്പോ അത് ആവിക്കുറിയ മനുഷ്യനാനാൽ, ആത്മീക മനുഷ്യനെങ്കിൽ അതെന്നെ ചെയ്യും? എന്ത് ചെയ്യും? ആവിക്കുറിയ ദേവനെ തേടിക്കൊണ്ടിരിക്കും. അത് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട്, ശരീരത്തിൻപടി തൂങ്ങിനാലും കൂടെ, നമ്മുടെ ശരീരം ഉറങ്ങിയാലും, പുറട്ട വിട്ടാലും, കൂർക്കം വലിച്ചാലും, ഇത് ദേവനെ തേടും. ആത്മാവ് ദൈവത്തെ. യെശയ്യാ 26:9 വാസിക്കും. യെശയ്യാ 26:9 എന്നുടെ ആത്മാ இரவில் உம்மை தேடுகிறது. എന്റെ ഉള്ളം കൊണ്ട് രാത്രിയിൽ നിന്നെ അന്വേഷിച്ചു. எனக்குள்ள இருக்கிற ஆவி அதிகாலையில் உம்மை தேடுகிறது. എന്റെ ഉള്ളിലെ ആത്മാവ് കൊണ്ട് തന്നെ അതിരാവിലെ നിന്നെ അന്വേഷിക്കും. സംഗീതത്തിൽ വാസിക്കുമ്പോൾ, സങ്കീർത്തനത്തിൽ, എൻ ആത്മാവേ നീ കലങ്ങുക, എന്റെ ആത്മാവേ നീ വിഷാദിച്ചു കരയുന്നത് എന്ത്? ദേവനെ നോക്കി പാർ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവനിൽ നീ ഇളപ്പാറിക്കൊൾ, അവനിൽ വിശ്രമിക്കുക. ദൈവത്തിന് മഹത്വം. ഒരു പാപിയായ മനുഷ്യരുടെ ആത്മാ, പാപിയായ ഒരു മനുഷ്യന്റെ ആത്മാവ് പച്ചവെള്ളം, അവൻ ദേവനെ ദൈവത്തെ അന്വേഷിക്കുകയില്ല. അവനക്ക് ദേവനേ ഇല്ല, അവന് ദൈവമേ ഇല്ല. അവൻ നാസ്തികനായിരിക്കണം, അവൻ ദൈവമില്ലാതെ നിരീശ്വരവാദിയായിരിക്കാം, ദേവനെ അറിയാത്തവനായിരിക്കാം, സത്യദൈവത്തെ അറിയാത്തവനായിരിക്കാം. അവൻ ഒരു മാട് പോലത്തെ, അവൻ വെറും ഒരു കാളയെ പോലെ. 49 സംഗീതം 20 വചനത്തിൽ വാസിക്കുന്ന സത്യം. 49 സങ്കീർത്തനം 20 വാക്യത്തിൽ, മനുഷ്യനായിരുന്നു മാനത്തോടിരിക്കുന്ന അറിവില്ലാത്ത മനുഷ്യൻ അഴിഞ്ഞു പോകും മൃഗങ്ങൾക്കൊപ്പായിരിക്കാൻ, അവൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ദൈവത്തിന് മഹത്വം. മൃഗത്തെ പോലെ, അവനൊരു മൃഗം പോലെ. മൃഗത്തിന് ആത്മാവില്ല, മൃഗത്തിന് ആത്മാവില്ല. അതേപോലെ അവനക്ക് ആത്മാവിരുന്നും ആത്മാവിൽ ഉണർവില്ല. അതുപോലെ ആത്മാവുണ്ടായാലും ഉണർവില്ല, ആത്മാവിൽ അറിവില്ല, ആത്മാവിൽ അറിവില്ല, ദൈവിക അറിവില്ല, ദൈവിക അറിവില്ല. അവനക്ക് ജീവനില്ല, അവനിൽ ജീവനില്ല. അവൻ മരിച്ചു പോനവിടെ, അവൻ മരിച്ചയുടൻ അവൻ നരകത്തിൽ പോയി, അവൻ നരകത്തിലേക്ക് പോകുന്നു. നരകത്തിലേക്ക് യാർ പോവാർ? ആരാണ് നരകത്തിൽ പോകുന്നത്? പരലോകത്തിൽ യാർ പോവാർ? ആർ
സ്വർഗത്തിൽ പോകുന്നു. നിങ്ങൾ தவறாக சொல்லக்கூடாது. തെറ്റിച്ചു പറയരുത്. ഹിന്ദുക്കൾ എല്ലാം നരകத்துக்கு പോവാங்க, ഹൈന്ദവരൊക്കെ നരകത്തിൽ പോകും, ക്രിസ്ത്യാനികൾ എല്ലാം പരലോകத்துக்கு പോവാங்க. ക്രിസ്ത്യാനികൾ സ്വർഗത്തിൽ പോകും. അത് ശരിயான പതിലല്ല. ഇതൊരു ശരിയായ മറുപടിയല്ല. அப்படி நாம் சொல்லி பழகக்கூடாது. അങ്ങനെ പറഞ്ഞു ശീലിക്കരുത്. தேவனுடைய ஜீவனுடையவர்கள், ദൈവിക അറിവുടയവர்கள் പരലോകத்துக்கு പോവാர்கள். ദൈവത്തിന്റെ ജീവനുള്ളവർ, ദൈവിക അറിവുള്ളവർ സ്വർഗത്തിൽ പോകും. ഇതാണ് നിത്യ ജീവനുടയവൻ. ഇതാണ് നിത്യജീവനുള്ളവർ. അവൻ പരലോകத்துக்கு പോവും. അവൻ സ്വർഗത്തിൽ പോകും. നിത്യജീവൻ ഇരാവിട്ട നീ ക്രിസ്തവനാനാലും കൂടെ, നീ ക്രിസ്തവൻ പേര് വയ്ത്താലും കൂടെ നീ നരകத்துக்கு പോവായ്. ആ നിത്യജീവൻ നിന്നിലില്ലായെങ്കിൽ, നീ ക്രിസ്ത്യാനിയാണെന്ന് പേരുണ്ടെങ്കിൽ പോലും നീ നരകത്തിലേ പോകൂ. പരലോകத்துக்கு പോക വേണ്ടുമാനാൽ ജീവൻ തേവ. സ്വർഗത്തിൽ പോകണമോ ജീവൻ വേണം. ഈ ജീവനില്ലാത്ത യാവരും നരകத்துக்கு പോവാ. ഈ ജീവനില്ലാത്തവരെല്ലാം നരകത്തിൽ പോകും. പിശാചുക്ക് ജീവനില്ല. പിശാചിന് ജീവനില്ല. അതിനാൽ അവൻ നിർവാണി. ആകയാൽ അവൻ നഗ്നൻ, അവൻ ഇരുളുള്ളവൻ, അവൻ ഇരുട്ടുള്ളവൻ, അവൻ ഇരുട്ടുക്കുള്ളേ കിടക്കുന്നു, അവൻ ഇരുട്ടിൽ കിടക്കുന്നു, വെളിച്ചമില്ല, അവനിൽ വെളിച്ചമില്ല. അതിനാൽ അന്ധകാര ചങ്ങലയിനാൽ പൂട്ടപ്പെട്ടത് എന്ന് വാസിക്കുന്നു. അന്ധകാരത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇരുളിൽ കാണപ്പെടുക. അവൻ ഇരുളിൽ കിടക്കുന്നു. ഇരുളെന്ന് சொன்னால் അർത്ഥം എന്താണ്? ഇരുട്ടെന്നാൽ അർത്ഥം എന്താണ്? ജീവനില്ലേ എന്റെ അർത്ഥം. ജീവനില്ല, ദേവനുടെ അറിവില്ല, ദൈവത്തിന്റെ അറിവില്ല. അറിവെന്നത് താൻ ജീവ വെളിച്ചം. അറിവെന്നത് ജീവന്റെ വെളിച്ചം. ദൈവത്തിന് മഹത്വം. ഇനി നമ്മുടെ വിഷയത്തിൽ വരുമ്പോൾ ഇപ്പൊ ഈ മാംസത്തുക്കുറിയ മനുഷ്യൻ, ജഡികനായ മനുഷ്യൻ, അവൻ എന്നെ ചെയ്യുവാൻ, അവൻ എന്ത് ചെയ്യും? അവൻ പാപവും ചെയ്യുവാൻ ദേവനെയും തേടുവാൻ. അവൻ പാപം ചെയ്യും, അതോടൊപ്പം ദൈവത്തെയും തേടും. ദൈവത്തിന് മഹത്വം. ആനാൽ നമ്മുടെ വിഷയത്തിൻപടി, നമ്മുടെ വിഷയപ്രകാരം പരിശുദ്ധാത്മാഭിഷേകത്താൽ ഈ പാപം ചെയ്യുന്ന മാംസത്തുക്കൂറിയ സ്വഭാവങ്ങൾ, മാംസത്തുക്കൂറിയ എണ്ണങ്ങൾ, മാംസത്തുക്കൂറിയ ചെയ്കകൾ, പാപം ചെയ്യുന്നതായ ജഡിക ചിന്തകൾ, വിചാരങ്ങൾ, പ്രവൃത്തികൾ. ഒരു പാപം ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ. ഒരു പാപം ചെയ്യുമ്പോൾ 3 കാര്യം. ഉദാഹരണമായി ഒരു വിത്ത്, അതൊരു വിത്ത്. ഒരു വിത്താണ്. മുതലിൽ അതിലിരുന്നൊരു വേര്. ആദ്യം അതിൽ നിന്നൊരു വേര്. മുതലിൽ വേര് താൻ വെളിയെ വരും. ആദ്യം വേര് പുറത്തു വരും. നമ്മുടെ തേങ്ങാവെ എടുത്തുകൊള്ളുക. തേങ്ങ എടുത്താൽ അത് മണലിൽ മേൽ വയ്ക്കണം. മണലിൽ വയ്ക്കുന്നു. മുതലിൽ വേര്, ആദ്യം വേര്, അടുത്ത മുള, പിന്നീട് അത് മുളച്ചു വരും. അത് പിന്നെ വളർന്ന്, പിന്നീട് വളർന്ന് മറുപടിയും ഒരു തേങ്ങ കനി, വീണ്ടും അത് തേങ്ങ ഫലം. വേര്, അതിനോട് മുള, അത് മുളച്ചു വരുന്ന ചെടി, വളർന്ന് മരം, പിന്നീട് മരം, അതിൽ പിന്നെ കനി, പിന്നീട് അതിലൊരു കായ്. ഇത് 3 പകുതി. ഇത് 3 ഭാഗം. ഇതുപോലെ വേരെന്നത് നമ്മുടെ ജന്മപാപം. ദൈവത്തിന് മഹത്വം. അപ്പോ ഒവ്വൊരു സ്വഭാവത്തിനും ഒരു വേരുണ്ട്. ഓരോ സ്വഭാവത്തിനും ഒരു വേരുണ്ട്. അതാ അന്ത വേര് താൻ ഉന്നയുടെ മനതിലെ കാര്യങ്ങൾ. ആ വേര് നിന്റെ മനസ്സിലെ കാര്യങ്ങൾ. വേരാനത് മണ്ണുക്കുൾ മറഞ്ഞിരിക്കുന്നത് പോലെ, ഈ വേര് മണ്ണിൽ മറഞ്ഞിരിക്കും പോലെ ഉന്നുடைய എണ്ണങ്ങൾ, ഉന്നുடைய ചിന്തനകൾ, ഉന്നുடைய കാര്യങ്ങൾ മനതിൽ മറഞ്ഞിരിക്കുന്നത്. നിന്റെ ചിന്തകളും വിചാരങ്ങളെല്ലാം മനസ്സിൽ മറഞ്ഞിരിക്കുന്നു. ഉന്നുடைய മനതിൽ ഇരിക്കുന്ന കാര്യം ആർക്കാവതും தெரியும்? നിന്റെ മനസ്സിൽ ഇപ്പോഴുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമോ? ദൈവത്തിന് മഹത്വം. ആർക്കും അറിയില്ല. മണ്ണുക്കുള്ള വേരാനത് മറഞ്ഞിരിക്കുന്നത് പോലെ, വേര് മണ്ണിൽ പുതഞ്ഞു കിടക്കും പോലെ ഉന്നുடைய മനതിലെ പലവിധமான എണ്ണങ്ങൾ, ചിന്തനകൾ, തോറ്റങ്ങൾ, യോസനകൾ കാണപ്പെടുകിன்றன. നിന്റെ മനസ്സിൽ പലവിധമായ ചിന്തകൾ, വിചാരങ്ങൾ, നിരൂപണങ്ങൾ ഒക്കെയുണ്ട്. ഇനി ഈ വേര്, ഒന്നാമത് വിത്ത് என்பது പാപം. വിത്ത് പാപം. அதுதான் പാപം. അത് പാപം. പിശാചിന്റെ ജീവൻ. പിശാചിന്റെ ജീവൻ. അപ്പൊ പാപം, പാപത്തിൽ നിന്ന് വേര്, അത് മനതുക്കുള്ളേ കാണുന്നത്, അത് മനസ്സിലുണ്ട്. അപ്പുറം അതിലൊരു മുള, പിന്നീട് മുളയ്ക്കുന്നു. അതാണ് ഉന്നുടെ സ്വഭാവം. അത് നിന്റെ സ്വഭാവം. കോപം. കോപിച്ച ഉടനെ, ആ കോപത്തെ നമുക്ക് പാക്കലാം. കോപം കാണാനാവും. എന്നാ കോപപ്പാ, എത്ര ദേഷ്യം കാണാനാവും. അതെന്നത്, അതെന്താണ്? അതാ മരം, അതാ വൃക്ഷം, അന്ത മുള, അത് മുളച്ചു വന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ആ കോപത്തിക്കൊരു വേര്, കോപത്തിനൊരു വേര്, കോപമാകിയ സ്വഭാവം, കോപം എന്ന സ്വഭാവം. മൂന്നാമത് കോപത്തിക്കൊരു കനി, കോപത്തിൻ്റെതായ ഒരു ഫലം. കോപത്തിനാൽ നാം അടിக்கிறோം, കോപത്താൽ അടിക്കുന്നു. കോപത്തിനാൽ ഏതാവതും ചെയ്യുക, കോപത്താൽ എന്തെങ്കിലും ചെയ്യുന്നു, ആ പ്രവൃത്തി. ദൈവത്തിന് മഹത്വം. 3 കാര്യങ്ങൾ. ഏത് 3 കാര്യം? ദൈവത്തിന് മഹത്വം. അപ്പൊ മുതലാമതൊരു വേര്, ആദ്യം ഒരു വേര്, രണ്ടാമതൊരു മുള, പിന്നീട് ഒരു മുള, മരം, പിന്നീട് ഒരു വൃക്ഷം, അല്ലെങ്കിൽ അതിനുടെ കനി, ഒടുവിൽ അതിന്റെ ഫലം. അതിനുടെ കനിയിനാൽ അന്ത മരം
என்ன மரம் என்று நமக்கு தெரியும். ആ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ஆனால் എന്നാൽ பரிசுத்தவான்களுடைய உபதேசம் என்ன? വിശുദ്ധന്മാരുടെ ഉപദേശം എന്ത്? ரோமர் 11 அதிகாரம் 16 வசனத்தின் கடைசி பகுதியை படிக்கும்போது റോമാലേഖനം 11:16 ഒടുവിൽ வேறானது பரிசுத்தமானால் கிளைகளும் பரிசுத்தமாகும். വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധം. உன்னுடைய மனதிலே வேர், மனதிலே எண்ணங்கள் பரிசுத்தமானால், മനസ്സിലെ വേരാകുന്ന ചിന്തകൾ വിശുദ്ധമെങ്കിൽ, கோபத்தினால நாம் അടിக்கிறோം, കോപത്താൽ അടിക്കുന്നു, கோபத்தினால் ஏதாவது செய்கிறோம், കോപത്താൽ എന്തെങ്കിലും ചെയ്യുന്നു, செய்ய ആ പ്രവൃത്തി தேவனுக்கு ദൈവത്തിന് மகிமை. മഹത്വം. இந்த மூன்று காரியங்கள் ഏത് മൂന്ന് കാര്യം தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப முதலாவது ஒரு வேர், ആദ്യം ഒരു വേര്, இரண்டாவது ஒரு முளை, പിന്നീട് ഒരു മുള, അല്ലെങ്കിൽ மரம், പിന്നീട് ഒരു വൃക്ഷം, இல்லைங்கள் அதனுடைய கனி. ഒടുവിൽ അതിന്റെ ഫലം. அதனுடைய கனியினால் அந்த மரம் என்ன மரம் என்று நமக்கு தெரியும். ആ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ஆனால் എന്നാൽ பரிசுத்தவான்களுடைய உபதேசம் என்ன? വിശുദ്ധന്മാരുടെ ഉപദേശം എന്ത്? ரோமர் 11 அதிகாரம் 16 வசனத்தின் கடைசி பகுதியை படிக்கும்போது റോമാലേഖനം 11:16 ഒടുവിൽ வேறானது பரிசுத்தமானால் கிளைகளும் பரிசுத்தமாகும். വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധം. உன்னுடைய மனதிலே வேர், மனதிலே எண்ணங்கள் பரிசுத்தமானால், മനസ്സിലെ വേരാകുന്ന ചിന്തകൾ വിശുദ്ധമെങ്കിൽ, உன்னுடைய கிளைகளும், கிளைகள் சொன்னா கனி, இலை, கொடி, செடி அதெல்லாம், നിന്റെ കൊമ്പുകൾ എന്ന് പറയുമ്പോൾ ശിഖരങ്ങൾ, ഇലകൾ, അത് കായ്കളെല്ലാം പരിശുദ്ധമായിരിക്കും. വിശുദ്ധമായിരിക്കും. உன்னுடைய கனி பரிசுத்தமாயிருக்கும், നിന്റെ ആ കായ് உன்னுடைய വിശുദ്ധമായിരിക്കും, சுபாவம் பரிசுத்தமாயிருக்கும். സ്വഭാവം വിശുദ്ധമായിരിക്കും. சிலர் சொல்றாங்க, ചിലർ പറയുന്നു எல்லா அட்டூழியம் செய்த பிறகு എല്ലാ അക്രമവും ചെയ്തിട്ട് എന്റെ ഹൃദയം സുത്തം താം, എന്റെ ഹൃദയം ശുദ്ധമാണ്, ഞാൻ ഇപ്പടിയെല്ലാം ചെയ്താലും കൂടെ എന്റെ ഹൃദയം സുത്തം. എങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ ഹൃദയം അതേ ശുദ്ധമാണ് ഒരു കേട്ടോ. മരം சொல்லுது, ഒരു വൃക്ഷം പറയുന്നു, என்ன சொல்லுது? എന്താ പറയുന്നത്? ഞാൻ ഇപ്പടി നിന്നാലും കൂടെ എനിക്ക് വേര് കിടയാതെ தெரியுமா? ഞാനിങ്ങനെ എന്നാൽ എനിക്ക് വേരില്ല, അറിയാമോ? ഈ മരം சொல்லுது എനിക്ക് വേരേ ഇല്ല. മരം പറയുന്നു എനിക്ക് വേരില്ല, അത് തടച്ചു നിൽക്കുന്നത്, തഴച്ചു നിൽക്കുന്നു, വേരില്ല. വേരില്ല. എത്ര വേരില്ലാമൽ മരം നിൽക്കുമോ? വേരില്ലാതെ മരം നിൽക്കുമോ? അത് എന്നാ പേച്ച്? അതെന്തൊരു സംസാരം! அதுதான் தேவ சமூகத்திலே பொய்யான பேச்சு. ദൈവസന്നിധിയിൽ കള്ളം പറയുന്നത്. 7 വിധமான പൊയ്യുണ്ട്, 7 വിധ കള്ളങ്ങളുണ്ട്. അപ്പുറം എടുക്കല. അത് പിന്നീട് ചിന്തിക്കും. സ്വഭാവം എന്റെ പകുതി എടുക്കുമ്പോ അതെല്ലാം എടുക്കും. സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം പറയാം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മലയാളത്തിൽ சொல்லுവില്ലേ പച്ചക്കള്ളം, മലയാളത്തിൽ പറയും പച്ചക്കള്ളം. പിന്നെ സോപ്പ് കള്ളം ഇരിക്ക, പിന്നെ ചുവന്ന കള്ളമുണ്ടോ? ദേവൻ പച്ചക്കള്ളം, പച്ചക്കള്ളം. தேவன் வேதத்துல வசனம் தான் அது. അത് ബൈബിളിൽ പറഞ്ഞു. அவள் பைபிள் படிக்காவிட்டாலும் பைபிள் தான் சொல்றாங்க. ബൈബിൾ പഠിച്ചില്ലെങ്കിലും ബൈബിളൊക്കെ പറയും. தேவனுக்கு ദൈവത്തിന് മഹത്വം. ராமாயணத்துல கூட இல்லாத பொய் சொல்றாங்க சொல்லுவாங்க. രാമായണത്തിൽ ഇല്ലാത്ത കള്ളം പറയും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. അതിന്റെ അർത്ഥം என்ன? അർത്ഥം എന്താണ്? മരം சொல்லுது, മരം പറയുന്നു വേരേ ഇല്ല, എനിക്ക് വേര് പോലും ഇല്ല. ഞാൻ ഇപ്പടിയെല്ലാം ചെയ്താലും കൂടെ, ഇങ്ങനെ ചെയ്താലും എന്റെ മനത്, എന്റെ ഹൃദയം ശുദ്ധം, എന്റെ മനസ്സ് ഹൃദയമൊക്കെ ശുദ്ധമാണ് കേട്ടോ. ദേവനുടെ പാർവയിൽ അത് പൊല്ലാപ്പാന കാര്യം, ദൈവദൃഷ്ടിയിൽ അതൊരു ദോഷമാണ്. അപ്പൊ നിങ്ങൾ വിളങ്ങിക്കൊള്ളുങ്ക, മനസ്സിലാക്കുക. ഇപ്പോ പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ ഈ വേര്, ആ വേരിനാൽ ഉരുവാക്കപ്പെടുന്ന സ്വഭാവം, അതിനാൽ ഉരുവാക്കപ്പെടുന്ന കനിയെ അഴിത്തു പോടലാം. ഈ പാപമാകുന്ന വേര്, അതിൽ നിന്നുണ്ടാകുന്നതായ വൃക്ഷമാകുന്ന സ്വഭാവം, അതിന്റെ ഫലം അതിനെ നശിപ്പിക്കാം. അവൻ രക്ഷിക്കപ്പെട്ടവൻ, രക്ഷിക്കപ്പെട്ടവൻ, ഇവൻ പാലായിരുന്നവൻ, ഇവൻ പാലായിരുന്നവൻ, പാലുക്കുള്ളേ തണ്ണീർ വന്ന് വിട്ടത്, പാലിൽ വെള്ളം ചേർന്നു. പാലും തണ്ണീരുള്ള ജീവിയം, പാലും വെള്ളവും ചേർന്നുള്ള ജീവിതം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇങ്ങ വേണ്ടിയത് ശുദ്ധ പാൽ, ഇവിടെ വേണ്ടത് ശുദ്ധമായ പാൽ. പാലും തണ്ണീരും. ഇവിടെ പാലിൽ വെള്ളം പാലെ പോലെ വെള്ളയായിരിക്കും, കണ്ടാൽ പാല് പോലെ വെളുത്തിരിക്കും. അതിലിരിക്കുന്നതാണ് തണ്ണീരും കൂടെ പാൽ നിറമായി വിട്ടത്. അതിലുള്ള വെള്ളവും പാലിന്റെ നിറമായി എല്ലാരെയും ഏമാറ്റലാം, എല്ലാവരെയും ചതിക്കാനൊക്കും. ശുദ്ധ പാൽ എന്ന് சொல்லலாம், ശുദ്ധമായ പാലെന്ന് പറയാം. பார்த்தாൽ அப்படிதான் இருக்கும், കണ്ടാലും അങ്ങനെ ഇരിക്കും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആനാ എന്നാൽ ഈ പാലെടുത്ത് എവ്വളവും ടീ പോട്ടാലും ടീക്ക് ഒരു ടേസ്റ്റ് വരാ. ഈ പാലെടുത്ത് ചായ ഉണ്ടാക്കിയാൽ അതിന് രുചിയില്ല. നല്ല ശുദ്ധ പാലായിരുന്ന ശുദ്ധമായ പാലെങ്കിൽ ടീ കുടിച്ചത് അപ്പുറം ഗ്ലാസ് വന്ന് വെള്ളയാകണം. ചായ കുടിച്ചു കഴിയുമ്പോൾ ഗ്ലാസ് വെളുത്തിരിക്കണം. ചിലർ ടീ കൊടുത്ത ഉടനെ ചിലർ ചായ കൊടുത്തിട്ട് ഇപ്പടി ഇപ്പടി കവിഴ്ത്തിട്ട് ഇപ്പടി പാപ്പാങ്ക, ഗ്ലാസ് പാപ്പാങ്ക. അവരെങ്ങനെ കമിഴ്ത്തിയിട്ട് ഗ്ലാസ് നോക്കും. ഇതിൽ എത്ര പാല്, എത്ര തണ്ണീർ ഇരിക്കുന്ന, പാലെത്ര, വെള്ളം എത്ര. നല്ല ശുദ്ധ പാലിൽ ഒരു ടീ എടുത്താൽ, ശുദ്ധമായ പാല് കൊണ്ട് ചായ ഉണ്ടാക്കിയാൽ ഗ്ലാസും കൂടെ കൊഞ്ചം വെള്ളയായി ഇരിക്കും, ഗ്ലാസും അല്പം വെളുത്തിരിക്കും. ஆனால் ശുദ്ധ തണ്ണീരായിരുന്നാൽ വെള്ളമാണെങ്കിലോ എല്ലാം വടിഞ്ഞു പോയി, എല്ലാം അങ്ങനെ ഒഴുകിപ്പോകും. ദൈവത്തിന് മഹത്വം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതം, അതുപോലെയാണ് ജീവിതം. അപ്പൊ പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ ഇപ്പിടിപ്പെട്ടതാണ് മാംസത്തുകൂറിയ വേറെ സ്വഭാവം കനി. ഇങ്ങനെ ജഡികമായ ആ വേര്, സ്വഭാവം, ഫലം. അത് ഗലാത്യർ 5-ാം അധികാരം 19-ാം വസനത്തിലെ 17 കാര്യങ്ങൾ. ഗലാത്യർ 5:19 കാണുന്ന 17 കാര്യം. മാംസം എന്ന് എഴുതപ്പെട്ടത്, അതിനെ ജഡമെന്ന്
എന്ന് വിളിക്കുന്നു. അത് മുற்றிലുമാക അഴിച്ചു പോടണം. അതിനെ പൂർണ്ണമായി നശിപ്പിക്കണം. അതിനാണ് യെശയ്യാ 10-ാം അധികാരം 27-ാം വചനത്തെ പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 10:27 അഭിഷേകത്തിനാൽ അടിമ നുകത്തെ മുറിയടിപ്പ്. അഭിഷേകം നിമിത്തം അടിമ നുകം തകർന്നു പോകും. നന്മ ചെയ്യ വേണ്ടുമെന്ന് നീ വാഞ്ചിക്கிறாய், നന്മ ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നു, എന്നാൽ നന്മയല്ലാത്ത ചില തീന്മകളെ നീയെ ചെയ്യുക. എന്നാൽ ഇച്ഛിക്കാത്ത ചില തിന്മകൾ നീ ചെയ്യുന്നു. ചിലർ അഴുതു പുലമ്പുகிறார்கள். പിന്നീട് ചിലർ കരഞ്ഞു നിലവിളിക്കുന്നു, അയ്യോ ഞാൻ ഇപ്പടി ചെയ്യക്കൂടാതെ, അയ്യോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്ത എങ്കിലും ചെയ്തു പോയി, ഞാനല്ല, എങ്കിലും ഞാനല്ല, വാസമായിരിക്കുന്ന പാപമേ അപ്പടി ചെയ്യുക, എന്നിൽ വസിക്കുന്ന പാപം അങ്ങനെ ചെയ്തു. ഇത് അടിമനുകം. അഭിഷേകത്താൽ അടിമനുകത്തെ മുറിയടിക്കണം, അടിമനുകം തകർക്കപ്പെടും. அந்த ஒரு ഉപദേശത്തെ மட்டும் சொல்லி അടുത്ത പകുതിക്ക് പോകാം. ആ ഒരു ഉപദേശം പറഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നിങ്ങൾ എപ്പോഴും പരിശുദ്ധാവിയിൽ നിറമ്പണം. ആകയാൽ എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറയണം. ഭാഷ പേസുന്നത് മറ്റും കൈയടി ജന്യഭാഷ പറയുന്നത് മാത്രമല്ല, അഭിഷേകത്തിനാൽ ഉന്നുൾ കാണപ്പെടുന്ന അടിമ നുകത്തെ നീ മുറിയടിക്കണം. അഭിഷേകത്താൽ നിന്നിലുള്ളതായ അടിമനുകത്തെ തകർക്കാം. அந்த അടിമനുകം പോകുമ്പോൾ, ആ അടിമനുകം പോകുമ്പോൾ ആവിയാനവർ എങ്കിയോ അങ്ങേ വിടുതല, കർത്താവിന്റെ ആത്മാവിൽ എടുത്ത സ്വാതന്ത്ര്യമുണ്ട്. വ്യാധിക്ക് വിടുതല, ശരീരത്തിലെ രോഗത്തിൽ നിന്ന് വിടുതൽ, മനസ്സിലെ പ്രശ്നങ്ങൾക്ക് വിടുതൽ, മനസ്സിലെ പ്രശ്നങ്ങൾക്ക് വിടുതൽ, സ്വഭാവത്തിൽ വിടുതൽ, നീ മുற்றிലും വിടുതലെ നീ പെറ്റുകൊള്ളാം. പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കാം. പെറ്റുകൊണ്ടാൽ, വിടുതൽ പ്രാപിച്ചാൽ അവൻ ചെയ്വതെല്ലാം വായിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് മഹത്വം. യെരമ്യാ 17-ാം അധികാരം 5-ാം വചനത്തെ വാസിക്കുമ്പോൾ, യെരമ്യാ 17:5 വായിച്ചാൽ അങ്ങയും ഒരു നീരോറ്റ നാം പാർക്കുന്നു, അവിടെ ഒരു ആറ് കാണാം. അന്ത നീർക്കാലുകളിൽ കാണപ്പെടുകതാണ് ഒരു വൃക്ഷത്തെയും അറ്റരികെ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം കാണാം. ചെയ്വതെല്ലാം വായിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. സങ്കീർത്തനത്തിലും കാണുന്നു. 1-ാം സംഗീതം 3-ാം വചനത്തിൽ, 1-ാം സങ്കീർത്തനം 3-ാം യെരമ്യാ 17-ാം അധികാരത്തിൽ വാസിക്കുന്നു. യെരമ്യാ പ്രവചനം 17-ലും കാണാം. രണ്ടും രണ്ട് അനുഭവങ്ങളെ വെളിപ്പെടുത്തുகிறது. രണ്ടും രണ്ട് അനുഭവങ്ങളെ കാണിക്കുന്നു. ഒരേപോലെ കാണപ്പെട്ടാലും കൂടെ, സമാനമായി തോന്നിയാലും, അവർ നീർക്കാലുകളിൽ ഓരമാകെ നടപ്പെട്ട്, അവർ ആറ്റരികെ നട്ടിരിക്കുന്നു. കാലത്തിൽ കനിയെ കൊടുത്ത് തക്ക സമയത്ത് ഫലം കായ്ക്കുന്നു. വൃക്ഷത്തെ പോലെ ഇരുപ്പാൻ, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. ചെയ്വതെല്ലാം വായിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. യെരമ്യാ 17-ലും വാസിக்கிறோம். യെരമ്യാ 17-ലും ഇത് വായിക്കുന്നു. രണ്ടും ഒന്നല്ല, രണ്ടുമൊന്നല്ല, രണ്ടും രണ്ട്. രണ്ടും രണ്ട്. എന്നാ രണ്ട്? എന്താണത്? സംഗീതത്തിൽ വാസിപ്പത്, സങ്കീർത്തനത്തിൽ വായിക്കുന്നു. വചനത്തിനാൽ ധ്യാനിക്കുമ്പോഴുണ്ടാകും വെളിപ്പെടുത്തൽ, വെളിപ്പെടുത്തലുക്ക് ഒപ്പുകൊടുത്ത് ജീവിക്കുമ്പോഴുണ്ടാകും ജയം. ജയത്തിനാൽ നീ ചെയ്വതെല്ലാം വായിക്കും. വചനത്തെ വായിക്കുക, അത് ധ്യാനിക്കുക, അതിലൂടെ ലഭിക്കുന്ന വെളിപ്പാട്, അതിലൂടെ ലഭിക്കുന്ന ജയം, ആ ജയത്താൽ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതുതാണ് മെഡിറ്റേഷൻ. ഇതാണ് ധ്യാനം. ധ്യാനം എന്നത് വലിയൊരു വിഷയം. ധ്യാനം എന്നത് ഒരു വലിയ വിഷയമാണ്. ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്നെ ഉണ്ടാകും, ഒരു റെവലേഷൻ ഉണ്ടാകും. ധ്യാനിക്കുമ്പോൾ ഒരു വെളിപ്പാട് ലഭിക്കും. റെവലേഷന് കയറ്റപ്പെടി ഒരു അഭിഷേകം, വെളിപ്പാടിന് യോജിച്ച അഭിഷേകം, കയറ്റപ്പെടി ജയം, അതിന് തക്ക ജയം. അവൻ ചെയ്വതെല്ലാം വായിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. യെരമ്യാവിൽ വാസിപ്പത്, യെരമ്യാവിൽ വായിക്കുന്നത് പരിശുദ്ധാവിൻ അഭിഷേകത്തെ വെളിപ്പെടുത്തുന്നു. അത് പരിശുദ്ധാത്മാഭിഷേകത്തെ കാണിക്കുന്നു. പരിശുദ്ധാവിൻ അഭിഷേകത്തിൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ ദൈവം അടിമനുകം തകർക്കും. അപ്പൊ നീ ചെയ്വതെല്ലാം വായിക്കും. അപ്പോൾ നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. വേല ചെയ്താലും ഉനക്ക് ആശീർവാദം, എന്ത് ജോലി ചെയ്താലും അനുഗ്രഹം, ചെറിയ വേലയാനാലും പെരിയ വേലയാനാലും, ചെറുതായാലും വലുതായാലും, കടമില്ലാതെ നീ ജീവിക്കലാം, ജീവിക്കാനാവും. വ്യാധി ഇല്ലാமல் ജീവിക്കലാം, രോഗമില്ലാതെ ജീവിക്കാം. വിശ്വാസ പരീക്ഷ എന്റെ വ്യാധി ഉണ്ട്, അത് എനിക്കുമുണ്ട്, ഉങ്ങൾക്കുമുണ്ട്. വിശ്വാസത്തിന്റെ പരീക്ഷയാകുന്ന രോഗം അത് എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. എനക്കും ഉങ്ങൾക്കും വര വേണ്ടും. ആ രോഗം എനിക്കും നിങ്ങൾക്കും വരണം. അത് പ്രമോഷനുക്കാക, അത് നമ്മുടെ സ്ഥാനക്കയറ്റത്തിന്. പിള്ളകളുടെ പഠിപ്പ് அந்த கடைசியில் ആനുവൽ എക്സാമിനേഷൻ പോലെ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വർഷാന്ത്യ പരീക്ഷയുള്ളതുപോലെ അവൾക്ക് പരീക്ഷ തേവ, പരീക്ഷ വേണം. അതുപോലെ നമുക്കും വിശ്വാസ പരീക്ഷയുണ്ട്. അതുപോലെ നമുക്ക് വിശ്വാസത്തിന്റെ പരീക്ഷയുണ്ട്. പാപത്തിനാലുള്ള വ്യാധി നമുക്ക് വരக்கூடாது, എന്നാൽ പാപത്താലുള്ള രോഗം വരരുത്. അഭിഷേകത്താൽ അടിമനുകത്തെ മുറിയടിക്കും, അടിമനുകത്തെ തകർക്കാം. അടിമനുകം എന്ത്? ഇപ്പൊ നാം சொன்னதுപോലെ, ഇപ്പോൾ പറഞ്ഞതുപോലെ, ആ വിത്ത്, അതിൽ നിന്ന് വേര്, വേരിൽ നിന്ന് മുളയ്ക്കുന്നു, ഇപ്പോൾ ഒരു ഫലം. ഇതാണ് അടിമനുകം. ഇത് മുറിയടിക്ക വേണ്ടും, ഇത് തകരണം. ആദ്യം വേര് നശിപ്പിക്കണം, മരം അഴിക്ക വേണ്ടും, രണ്ടാമത് വൃക്ഷം, രണ്ടാമത് കിളകളോ കന്നികളെ അഴിക്ക, മൂന്നാമത് കൊമ്പുകളെ കായ്കളെ നശിപ്പിക്കണം. അടിമനുകത്തെ മുറിയടി, അടിമനുകം തകർക്കണം. അപ്പോൾ ആവിയാനവരെങ്കിയോ അങ്ങ് വിടുതല, കർത്താവിന്റെ ആത്മാവിലെടുത്ത സ്വാതന്ത്ര്യം, അഴിച്ചു പോട്ടെ. ആ മരം നശിപ്പിച്ചാൽ സ്ഥലത്തുക്ക് വിടുതല, ആ സ്ഥലത്തിന് വിടുതൽ, സ്ഥലത്തിൽ വെളിച്ചം, അവിടെ വെളിച്ചം, அந்த സ്ഥലം ക്ലീൻ ആയിരിക്കും, അത് വൃത്തിയായിരിക്കും. നാം പെരിയ വീട് കെട്ട,
അവിടെ വീട് പണിയാം. ദൈവത്തിന് മഹത്വം. அந்த வீட்டுக்குள்ள இருந்தா ആ വീട്ടിലാണെങ്കിൽ നിനക്ക് ഇളൈപ്പാറുതൽ, നിനക്ക് വിശ്രമമുണ്ട്, ആശീർവാദം, നിനക്ക് അനുഗ്രഹമുണ്ട്. അവൻ ചെയ്വതെല്ലാം ആശീർവാദം, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഉன்னுடைய പ്രയാസത്തെ ദേവൻ ആശീർവദിപ്പാർ. ദൈവം നിന്റെ അധ്വാനം അനുഗ്രഹിക്കും. ശാപം ഉന്നെ പിൻപറ്റാർ, ശാപം നിന്നെ പിന്തുടരില്ല. இப்படிப்பட்டதான ஒரு அபிஷேகம் நமக்கு தேவை. ആകയാൽ ഇങ്ങനെ ഒരു അഭിഷേകം നമുക്ക് വേണം. எப்போதும் ஆவியில் நிரம்புங்க, എപ്പോഴും ആത്മാവിൽ നിറയുക. കൂട്ടങ്ങളിൽ எப்போதுം പരിശുദ്ധ ആവിക്ക് ഇടം കൊടുക്കുമ്പോൾ ആവിയിൽ നിറമ്പി ദേവനെ തുതിയുങ്ക. പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്ന വേളകളിൽ നിങ്ങളുടെ കൂടിവരവുകളിൽ നിങ്ങൾ ആത്മാവിൽ നിറയുക. പാടലേ പാടി 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 നിറമ്പാതീങ്ക. പാട്ട് പാടി പാടി നിറഞ്ഞ് ശീലിക്കരുത്. നിറമ്പി നിറമ്പി പഴകക്കൂടാ. അങ്ങനെ നിറഞ്ഞ് ശീലിക്കരുത്. വെറും എഴുച്ചിയാക മാറി, അത് വെറും ഒരു വികാരാവേശമായി തീരും. പാട്ട് നിன்றതോടെ, ആ പാട്ട് തീരുന്നതോടെ, ബ്രഹ്മടി തീരുന്നതോടെ, മ്യൂസിക് നിന്നതോടെ അഭിഷേകവും നിന്നുവിടും. ഈ അഭിഷേകം നിലയ്ക്കും. അത് വെറും വികാരാവേശം. എഴുച്ചിനാൽ പരിശുദ്ധമില്ല, വികാരാവേശത്തിൽ വിശുദ്ധിയില്ല. എഴുച്ചിനാൽ പാപമാനത് പെരുകും, വികാരാവേശത്തിൽ പാപം പെരുകും. എഴുച്ചിയിൽ ദേവനെ ആരാധിക്കാമൽ, ആ വികാര പ്രകടനത്താൽ ദൈവത്തെ ആരാധിക്കാതെ ദേവനെ ആരാധിക്ക വേണ്ട. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. അഭിഷേകത്തിനാൽ അടിമനുഖത്തെ മുറിയടിക്കുമ്പടിയാക. ആകയാൽ അഭിഷേകത്താൽ അടിമനുഖം തകർക്കുവാൻ അഭിഷേകത്തിൽ നിറമ്പും. എല്ലാവരും പരിശുദ്ധാത്മാവിനിടം കൊടുത്ത് അഭിഷേകത്തിൽ നിറയുക. നമ്മുടെ ആവി ആത്മ ശരീരത്തെ ദേവൻ പരിശുദ്ധപ്പെടുത്തും. ആ അഭിഷേകത്താൽ ദൈവം നമ്മുടെ ദേഹാത്മദേഹിയെ വിശുദ്ധീകരിക്കും. അതോടെ വിഷയത്തെ അതോടുകൂടി ആ വിഷയം അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ആഭരണം ആവിക്കുറിയ വരങ്ങൾ, ആത്മവരങ്ങൾ. முதலாம் கொரிந்தியர் 12ஆம் அதிகாரம் 8 10 വരെ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12ആം അധ്യായം 9 വരങ്ങളെ കുറിച്ച് നാം വാസിக்கிறோம். 9 വരങ്ങളെ കാണാം. ജ്ഞാനത്തെ ബോധിക്കും വസനം, ജ്ഞാനത്തിന്റെ വരം. അറിവെ ഉണർത്തും വസനം, പരിജ്ഞാനത്തിന്റെ വരം. വിശ്വാസ വരം, വിശ്വാസം. അത്ഭുതം ചെയ്യും ശക്തി, വീര്യ പ്രവൃത്തി, ഗുണമാക്കും ശക്തി, രോഗശാന്തിയുടെ വരം, പല ഭാഷകൾ, വിവിധ ഭാഷകൾ, ഭാഷകളിൻ വ്യാഖ്യാനം, ഭാഷകളുടെ വിവേചനം, ദീർഘദർശനം, ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം, ആവികളെ പകുത്തറിയൽ, ആത്മാക്കളുടെ വിവേചനം. ഇതാണ് 9 വരങ്ങൾ. ഇതാകുന്നു 9 വരങ്ങൾ. ദേവസഭയിൽ വരങ്ങൾ ക്രിയ ചെയ്യും. ദൈവസഭയിൽ വരങ്ങൾ പ്രവർത്തിക്കണം. ദൈവത്തിന് മഹത്വം. ഈ വരം, ആവിക്കുറിയ വരം എന്നതും ഈ ആത്മവരങ്ങൾ എന്നതും പരിശുദ്ധാവിൻ അഭിഷേകവും കൂടെ ഒരു വരം താൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഒരു വരമാണ്. രണ്ടും രണ്ട് എന്ന് നിങ്ങൾ വിളങ്ങിക്കൊള്ളണം. എന്നാൽ ഇത് രണ്ടും രണ്ടെന്ന് മനസ്സിലാക്കണം. അഭിഷേകം വരുന്നത് ഒരു വരം താൻ. അഭിഷേകം പ്രാപിക്കുന്നത് ഒരു വരമാണ്. കാരണം അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 38-ാം വചനത്തിൻപടി, അപ്പോസ്തല പ്രവൃത്തി 2:38 നിങ്ങൾ യേശുവിൻ നാമത്തിൽ ജ്ഞാനസ്നാനം എടുങ്ങൾ, അപ്പോഴത്തെ പരിശുദ്ധാവിൻ വരത്തെ പെറുവീர்கள். നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരം എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാവിൻ വരം എന്നതും അഭിഷേകത്തെ വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവിന്റെ വരം അഭിഷേകത്തെ കാണിക്കുന്നു. അപ്പോസ്തല നടപടികൾ 10-ാം അധികാരം 46-ാം വചനത്തിലും വാസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:46 44 46 വരെ വാസിക്കുമ്പോൾ അങ്ങയും വാസിക്കണം. 44 മുതൽ 46 വരെ ഇത് കാണാം. പിന്നെ അപ്പോസ്തല നടപടികൾ 19-ാം അധികാരം 6-ാം വചനത്തിലും വാസിക്കണം. അപ്പോസ്തല പ്രവൃത്തി 19:6 ഇത് കാണുന്നുണ്ട്. ഈ 3 വചനങ്ങൾ ഒരേ കാര്യത്തെ വെളിപ്പെടുത്തുന്നു. ഈ 3 വാക്യങ്ങൾ ഒരു കാര്യത്തെ കാണിക്കുന്നു. ഇപ്പോൾ ആവിക്കുറിയ വരങ്ങൾ, ഇപ്പോൾ ആത്മവരങ്ങൾ. ദൈവത്തിന് മഹത്വം. ആവിക്കുറിയ വരങ്ങൾ എന്നത് അഭിഷേകമല്ല. ആത്മവരങ്ങൾ എന്നത് അഭിഷേകമല്ല. ഇതിനാണ് 1 കൊരിന്ത്യർ 12-ാം അധികാരം 1-ാം വചനത്തെ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12-ന്റെ 1-ാം വാക്യത്തിൽ കൊരിന്തിയ സഭയാർ അഭിഷേകം പെറ്റവർകൾ, കൊരിന്ത്യ സഭക്കാർ അഭിഷേകം പ്രാപിച്ചവർ. ദൈവത്തിന് മഹത്വം. അവർ അഭിഷേകം പെറ്റാരെന്റെ 12-ാം അധികാരം 13-ാം വചനത്തിൽ വാസിக்கிறோம். അവർ അഭിഷേകം പ്രാപിച്ചവരെന്ന് 12-ാം അധ്യായം 13-ൽ വായിക്കുന്നു. ஆனால் 1-ാം വചനത്തിൽ എന്നെ വാസിக்கிறோம். എന്നാൽ 1-ാം വാക്യത്തിൽ എന്ത് വായിക്കുന്നു? ജ്ഞാനവരങ്ങളെയും നാടുങ്ങൾ, ആത്മീക വരങ്ങളെ ആഗ്രഹിപ്പീൻ. ദൈവത്തിന് മഹത്വം. ജ്ഞാനവരങ്ങൾ തേവ, ആത്മവരങ്ങൾ വേണം. അതാ ആവിക്കുറിയ വരങ്ങൾ, ആത്മീക വരങ്ങൾ. ദേവസഭയിൽ ജ്ഞാനവരങ്ങൾ ക്രിയ ചെയ്യും. ദൈവസഭയിൽ ആത്മവരങ്ങൾ പ്രവർത്തിക്കണം. ഈ ജ്ഞാനവരത്തെ രണ്ടാക പിരിക്കണം. ഈ ആത്മവരത്തെ രണ്ടായി തിരിക്കാം. ദൈവത്തിന് മഹത്വം. വല്ലമയിൻ വരം എന്നും ശക്തിയുടെ വരമെന്നും ജ്ഞാനവരം ജ്ഞാനത്തിന്റെ വരമെന്നും. വല്ലമയിൻ വരം 3, ശക്തിയുടെ വരം 3. 1 വിശ്വാസം, 1 വിശ്വാസം, അത്ഭുതം ചെയ്യും ശക്തി, വീര്യപ്രവൃത്തി ചെയ്യുന്നത്, ഗുണമാക്കും വരം, രോഗശാന്തിയുടെ വരം. ഇത് 3 വല്ലമയിൻ വരങ്ങൾ, ശക്തിയുടെ വരം. ദൈവത്തിന് മഹത്വം. മറ്റേത് 6 മറ്റാറും ജ്ഞാനത്തെ ബോധിക്കും വസനം, ജ്ഞാനത്തിന്റെ വചനം, അറിവെ ഉണർത്തും വസനം, പരിജ്ഞാനത്തിന്റെ വചനം, ദീർഘദർശനം, പ്രവചനം, പല ഭാഷകൾ, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, ആവികളെ പകുത്തറിയൽ, ആത്മാക്കളുടെ വിവേചനം. ഇതെല്ലാം ജ്ഞാനത്തിൻ വരം. ഇതെല്ലാം ജ്ഞാനവരം. അപ്പൊ വല്ലമയിൻ വരം ശക്തിയുടെ വരം, ജ്ഞാനത്തിൻ
ജ്ഞാനത്തിന്റെ വരം. அப்படி 9 வரங்கள். അങ്ങനെ 9 വരങ്ങൾ. வல்லமையின் வரம் எதற்காக? ശക്തിയുടെ വരം എന്തിന്? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. வல்லமையின் வரம் தேவனுடைய சத்தியத்தை ദേവരാജ്യത്തെ സ്ഥാപിക്കുമ്പടിയാ. ശക്തിയുടെ വരം എന്നത് ദൈവശക്തിയെ രാജ്യത്തെ സ്ഥാപിക്കേണ്ടതിന്. ദേവനുക്ക് മഹിമേ. അത്ഭുതങ്ങളിനാലും അടയാളങ്ങളിനാലും അവർ ദേവസത്യത്തെ സ്ഥാപിച്ചാർ. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. ദേവരാജ്യത്തെ സ്ഥാപിക്ക വേണ്ടുമാണ്. ദൈവരാജ്യത്തെ സ്ഥാപിച്ചുറപ്പിക്കുവാൻ. അപ്പോസ്തലിക ഉപദേശത്തെ സ്ഥാപിക്ക വേണ്ടുമാണ്. അപ്പോസ്തലിക ഉപദേശം സ്ഥാപിച്ചുറപ്പിക്കുവാൻ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ தேவை. അത്ഭുതങ്ങൾ അടയാളങ്ങൾ വേണം. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. அதுதான் வல்லமையின் வரம். അതാണ് ശക്തിയുടെ വരം. വല്ലമയിൻ വരം മറ്റും പോതാതെ. ശക്തിയുടെ വരം മാത്രം പോരാ, ജ്ഞാനവരവും ജ്ഞാനവരവും വേണം. 2 പേതുരു 1-ാം 3-ാം വചനത്തെ വാസിക്കുമ്പോൾ 2 പത്രോസ് 1:3 ജീവനുക്കും ഭക്തിക്കും தேவையானകൾ എല്ലാവற்றைയും അവരുടെ ദിവ്യ വല്ലമയിനാൽ എന്ന് വാസിക്കുന്നു. അവന്റെ ദിവ്യശക്തി ഭക്തിക്കും ജീവനും വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നു. ദേവനുடைய രാജ്യം നമ്മിൽ സ്ഥാപിക്കവേ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകണം. ഇപ്പോ ദൈവിക സുഖം, ദൈവിക രോഗശാന്തി, അന്ത രാജ്യത്തെ നമുക്ക് സ്ഥാപിക്ക വേണ്ടുമാണ്. ആ രാജ്യം നമ്മിൽ സ്ഥാപിക്കണമെങ്കിൽ അന്ത ഉപദേശത്തിൽ നിലനിർത്തിരിക്ക വേണ്ടുമാണ്. ആ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടതിന് വല്ലമ தேவை. നമുക്കൊരു ശക്തി വേണം. ഒരു വിശ്വാസത്തിൻ വല്ലമ, വിശ്വാസത്തിന്റെ ശക്തി. അപ്പോൾ തന്നെ ദൈവിക സുഖത്തിൽ നിൽക്ക முடியும். അപ്പോൾ മാത്രമേ നീ ദൈവിക രോഗശാന്തിയിൽ നിൽക്കൂ. വേർപാട് ജീവിതം എന്ന് சொன்னோமே. വേർപാട് ജീവിതം എന്ന് പറഞ്ഞല്ലോ. കല്യാണം വരുമ്പോൾ, വിവാഹം വരുമ്പോൾ, എൻഗേജ്മെന്റ് കല്യാണത്തിലെല്ലാം സാരി ഉടുക്കാമ വരണമെങ്കിൽ ഉനക്ക് എന്നാ തേവ? ആ കല്യാണ ഉറപ്പിനും കല്യാണത്തിനും പട്ടുസാരി ഉടുക്കാതെ വരാൻ നിനക്ക് എന്താ വേണ്ടത്? ഇപ്പം പാത്താ ഒരുവർക്കും പട്ടുസാരിയിൽ എല്ലാം പാല് മാതിരി. ഇപ്പോൾ നോക്കിയാൽ എല്ലാവരും പാല് പോലെ വെളുത്തിരിക്കുന്ന പട്ടുസാരി ഇല്ല. ദൈവത്തിന് മഹത്വം. കല്യാണം വരട്ടും പാലും പച്ച തണ്ണി ഇരുന്ന കല്യാണം വരട്ടെ പാലും പച്ചവെള്ളമൊക്കെ കൂടി കലരും. അന്ത 4 പേർക്ക് മുന്നാലെ 4 ആളുകളുടെ മുമ്പിൽ அவங்க കേവലപ്പെടുത്തുവാങ്ക. അവർ ആക്ഷേപിക്കും. എന്നമ്മാ നീ കല്യാണത്തിന് ഇപ്പടി വരികറായേ? എന്താ സഹോദരി ഇങ്ങനെയാണോ കല്യാണത്തിന് വരുന്നത്? പട്ടുസാരി ഉടുത്താ എന്നാ കുറഞ്ഞാ പോകും? ഒരു പട്ടുസാരി ഉടുത്താൽ എന്താ കുറഞ്ഞു പോകുമോ? എന്നാ തേഞ്ചു പോകുമാ? തേഞ്ഞു പോകുമോ? പരലോകം മുന്നേ വിട്ട് ഓടുമാ? സ്വർഗം നിന്നെ വിട്ട് ഓടിക്കളയുമോ? കേൾക്കുമ്പോഴേ അങ്ങനെ ചോദിക്കുമ്പോൾ ഉനക്ക് പെരിയ കവലയാ. ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നും. അപ്പടിപ്പെട്ട കവല വരാമൽ ഇരിക്ക വേണ്ടുമാനാൽ, അങ്ങനെയുള്ള വിഷമം വരാതിരിക്കാൻ, കുറഞ്ഞു പോകാതെ, ഒന്നും കുറഞ്ഞു പോകില്ല. അന്ത സാരി ഉടുക്കാവിട്ടാലോ, ആ സാരി ഉടുത്തില്ലെങ്കിലും എനക്ക് ബലൻ പെരും, എനിക്ക് ശക്തി വർദ്ധിക്കും. അപ്പടി നീ ധൈര്യമാക നിൽക്ക വേണ്ടുമാനാൽ, അങ്ങനെ സധൈര്യം നിൽക്കാൻ ഈ വല്ലമയിൻ വരം, വല്ലമയിൻ നഗ ഉനക്ക് തേവ. ഈ ശക്തിയുടെ വരം, ആഭരണം നിനക്ക് വേണം. ദൈവത്തിന് മഹത്വം. അതാ വിശ്വാസത്തിൻ വരം. അതാണ് വിശ്വാസത്തിന്റെ വരം. വിശ്വാസം എന്ന ദേവൻ സേവ ചൊല്ലുവതല്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. അത് എല്ലാരും തന്നെ சொல்றாங்க. അതെല്ലാവർക്കും പറയാൻ കഴിയും. നമ്മുടെ കൂട്ടത്തിക്ക് കുടികാരൻ വരുവാൻ. യോഗത്തിൽ ഒരു മദ്യപാനി വരും. അവൻ കുടിച്ചിരിക്കണം. അവൻ മദ്യപിച്ചിട്ടുണ്ട്. ഞാൻ ഇനി കുടിക്ക മാട്ടേൻ. അപ്പച്ചാ ഇനി വെള്ളം അടിക്കില്ല. ഇതാ കടേസി. ഇതാണ് അവസാനം. കാശുമില്ല, പൈസയില്ല, നീ കുടിക്ക മാട്ടേൻ. ഇനി കുടിക്കില്ല. ജപമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ദേവ പിള്ളയാക ഞാൻ ജീവിക്ക പോറേൻ. ദൈവം ഇതിലായി ജീവിക്കും. നമ്മൾ ജപിக்கிறோം, പ്രാർത്ഥിക്കുന്നു. അടുത്ത നാളിലും കുടിച്ചിട്ട് തന്നെ വരും. പിറ്റേ ദിവസവും കുടിച്ചിട്ടേ വരൂ. അപ്പൊ അവന്റെ തീരുമാനം എവിടെ പോയി? നമ്മുടെ ജപം നമ്മുടെ പ്രാർത്ഥന എവിടെ? ആണ്ടവർ കേൾക്കവില്ലേ? ദൈവം കേട്ടില്ലേ? അപ്പൊ ജപത്തിക്ക് വല്ലമേ, പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലേ? ആണ്ടവർ ഇല്ലയോ? ദൈവമില്ലേ? ആണ്ടവരേ ഇവനക്ക് വിടുതലെ താരും. ദൈവമേ ഇവനെ വിടുവിക്കണം. ഏൻ വിടുവിക്കവില്ല? എന്തുകൊണ്ട് വിടുവിച്ചില്ല? ചിലർക്ക് ജപിച്ചാലും കൂടെ വ്യാധി സുഖമാകും, ചിലർക്ക് പ്രാർത്ഥിച്ചാലും രോഗം സൗഖ്യമാകുന്നില്ല, ജപിച്ചാലും കൂടെ പ്രശ്നയ്ക്ക് വിടുതലയില്ല, ചിലർക്ക് പ്രാർത്ഥിച്ചാലും പ്രശ്നങ്ങൾക്ക് വിടുതലില്ല, ജപിച്ചാലും കൂടെ കുടുംബത്തിലെ കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ കൊന്തളിപ്പുക്ക് ഒരു മാറ്റം, ചിലർക്ക് പ്രാർത്ഥിച്ചാലും കുടുംബത്തിലെ കോളിളക്കങ്ങൾ പ്രശ്നങ്ങൾ മാറുന്നില്ല. ജപം ശരിയില്ല എന്റെ അർത്ഥമല്ല. ആകയാൽ പ്രാർത്ഥന ശരിയല്ലെന്നല്ല, ജപത്തെ കേൾക്കുന്ന ദേവൻ ഇല്ല എന്റെ അർത്ഥം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇല്ലെന്നല്ല, ദേവൻ ദൈവമുണ്ട്. ജപത്തെ കേൾക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്നു. കേളുങ്ങൾ കൊടുക്കപ്പെടും, എന്നാൽ ലഭിക്കും. തട്ടുങ്ങൾ മുട്ടുവിൻ, തുറക്കപ്പെടും, തേടുങ്ങൾ അന്വേഷിപ്പിൻ, കണ്ടെത്തും. വാഗ്ദത്തം ചെയ്ത ദേവൻ വാക്ക് മാറാത്ത ദേവൻ, വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറാത്തവൻ. വിട്ട് വിലകുവതുമില്ല, കൈ വിടുവതുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. വനാന്തരത്തിൽ നിന്നെ പോഷിക്കും ദേവൻ, മരുഭൂമിയിൽ പോറ്റി പുലർത്തുന്ന ദൈവം ഞാൻ. താങ്കുവൻ തപ്പിവിപ്പേൻ, നിന്നെ ചുമക്കും താങ്ങും ശക്തീകരിക്കും. ഞാൻ താങ്കുവേ, ഞാൻ നിന്നെ ചുമക്കും. എന്നോട് നീതിயின் കരത്തിനാൽ താങ്കുവേ, നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങും. കവലപ്പെടുകയാ, നീ എന്തിനു വിഷമിക്കുന്നു? നോക്കിപ്പാ, എങ്കിലേക്ക് നോക്കുക. വാഗ്ദത്തം ചെയ്ത ദേവൻ എന്നെ പൊയ്യാക சொன்னாரോ? വാഗ്ദത്തം ചെയ്തവൻ കള്ളം പറഞ്ഞുവോ? ഇല്ലില്ല. അതിനകത്ത് വിശ്വാസം തേവ. ആകയാൽ വിശ്വാസം വേണം. വിശ്വാസം എന്ന് ചൊല്ലുമ്പോൾ, വിശ്വാസം എന്ന് പറയുമ്പോൾ വല്ലമേ തേവ, അതിനൊരു ശക്തി വേണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം.
വല്ലമേ അർത്ഥം എന്നാ? ശക്തി എന്നാൽ അർത്ഥം ഉറുതി. അതൊരു ഉറപ്പ്. ഹോൾ കെട്ടുമ്പോൾ ഹാള് പണിയുമ്പോൾ നല്ല ഫൗണ്ടേഷൻ പോടുവോ, നല്ല ഫൗണ്ടേഷൻ ഇടും. ദൈവത്തിന് മഹത്വം. ഒരു 16 അടി ഉയരത്തിൽ ഒരു തൂൺ എടുക്ക വേണ്ടുമാന, 2 മാടി കെട്ടിടം കെട്ട വേണ്ടുമാന, ഒരു 2 നില കെട്ടിടമോ 16 അടി പൊക്കമുള്ള തൂണോ പണിയാൻ 6 അടി അകലത്തില് നല്ല പെഡൽ പോടണം. 6 അടി നല്ലൊരു പെഡൽ ഇടണം. ചിലർ 4 അടിക്ക് താൻ പോട്ട് വെപ്പാങ്ക, ചിലർ 4 അടിയിലേ ഇടും. ദൈവത്തിന് മഹത്വം. അന്നത്തെ ക്രാക്ക് വരുത്, അതുകൊണ്ട് വിള്ളലുകൾ വരുന്നു. 16 അടി ഉയരത്തേക്ക് നല്ല ഷെഡ് പോടണമെങ്കിൽ 6 അടിയുടെ പെഡൽ പോടണം. 16 അടി ഉയരത്തിലുള്ള ഷെഡ് ആണെങ്കിൽ 6 അടി പെഡൽ വേണം. ദൈവത്തിന് മഹത്വം. ബാലൻസിൽ നിൽക്കും, അപ്പോൾ മാത്രമേ ആ ബാലൻസിൽ നിൽക്കൂ. ഇത് മണ്ണക്കടിയിൽ തന്നെ, ഇത് മണ്ണിനടിയിലല്ലേ. വീട് കെട്ടിന ഒരു വീട് പണിതു. ഞാൻ പോയി. ഞാൻ സാധാരണ വീട് കെട്ടുമ്പോ അതെല്ലാം പോയി നിപ്പേ. സാധാരണ വീട് പണിയുമ്പോൾ പോയി നിൽക്കാറുണ്ട്. കൊട്ടാരക്കരയിൽ അങ്ങനെ നിൽക്കാറില്ല. ദൈവത്തിന് തുടക്കം മുതൽ മുടി വരയ്ക്ക് ഞാൻ ഇപ്പൊ എന്റെ ആലോചനയിലും എല്ലാം ചെയ്തു കൊടുക്കും. ആരും മുതൽ അവസാനം വരെ നിന്ന് ആലോചനകൾ പറഞ്ഞെല്ലാം ചെയ്യും. എന്നെ പാത്താലെ എഞ്ചിനീയർ നടുങ്ങും. എന്നെ കണ്ടാൽ എഞ്ചിനീയർ പോലും ഒന്ന് പേടിക്കും. നമ്മൾ പഠിക്കാത്ത എഞ്ചിനീയർ, അവൻ പഠിച്ച അത് പഠിച്ച എഞ്ചിനീയർ ആണെങ്കിൽ ഇത് പഠിക്കാത്ത എഞ്ചിനീയർ. ദൈവത്തിന് മഹത്വം. നമുക്ക് അനുഭവമുള്ള എഞ്ചിനീയർ, അവർക്ക് അനുഭവം ഇല്ലാത്ത എഞ്ചിനീയർ. അത് അനുഭവം ഇല്ലാത്ത എഞ്ചിനീയർ ആണെങ്കിൽ ഇവിടെ അനുഭവമുള്ള എഞ്ചിനീയർ. വരുമ്പോൾ ഇത്ര പെഡൽ പോട വേണ്ടാമോ, ഇത്രയും വടിപ്പൊക്കമാണെങ്കിൽ ഇത്രയും പെഡൽ വേണ്ടേന്ന് ഞാൻ ചോദിക്കും. ദൈവത്തിന് മഹത്വം. ഉടനെ കണക്കെടുപ്പാ, ഉടനെ കണക്കെടുക്കും. 1:3 ചൊല്ലി കൊടുപ്പോ അതൊരു കണക്ക് താ. അങ്ങനെ ഒരു കണക്കുണ്ട്, എഞ്ചിനീയേഴ്സിന് അറിയാം. ഇവർ പഠിച്ചവര് പോലെ പഠിച്ചിട്ട് നമുക്ക് എന്നാ പഠിപ്പ്? നമ്മുടെ പഠിപ്പ് 1 1 2 2 2 4 4 4 8 അവളം താ. 1 1 2 2 2 4 4 4 8. ദൈവത്തിന് മഹത്വം. അരുമയാണ് ദേവജനമേ, ദൈവജനമേ, വിശ്വാസം വിശ്വാസം ചൊന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ, വിശ്വാസത്തിന് ഒരു അടിസ്ഥാനം വേണം. വിശ്വാസി വീട് കെട്ടിനാർ, ആ വിശ്വാസി വീട് പണിതു. 2 അടി ആഴം പോതാത്, 2 അടി ആഴം പോരാ, 2 അടി എടുക്കണോ? 2.5 അടിയിൽ എടുക്കണം. കാശില്ല പാസ്റ്റർ, കാശില്ല. കാശില്ലേ ഫൗണ്ടേഷനില കൈ പോടുന്ന കാശില്ലെങ്കിൽ അടിസ്ഥാനത്തിലാണ് ചെയ്താതും കുറയ്ക്കലാം, മുകളിൽ അല്പം കുറയ്ക്കാം, വാതിൽ കുറയ്ക്കലാം, 2 വാതിൽ വേണമെങ്കിൽ ജനല കുറയ്ക്കലാം, ജനല കുറയ്ക്കാം, വെന്റിലേഷൻ വെന്റിലേഷൻ വേണമെങ്കിൽ ജനലില്ലാ വിട്ടാലും ഇപ്പോൾ ജനലില്ലെങ്കിലും ചെങ്കല്ലിലെ നമുക്ക് ജനൽ ചെയ്യലാം, കട്ട കൊണ്ട് തന്നെ ജനല പണിയാം, കുറുകെ വെച്ച് ജനല ചെയ്യലാം. അങ്ങനെ കട്ട കൊണ്ട് തന്നെ ജനലൊക്കെ പണിയാം, തട്ടിയെടുത്തിട്ട് ജനല വെക്കലാം, പിന്നീട് അത് എടുത്തിട്ട് ജനല വെക്കാം. ഇപ്പോൾ അത് മോഷ്ടിക്കണ്ട. മണ്ണ് കടിയിൽ പോർത്ത് യാർക്ക് താൻ പാസ്റ്റർ മണ്ണിൽ കുഴിച്ചിടുന്നത് ആര് കാണുന്നു? ചെയ്യാതെ അങ്ങനെ ചെയ്യല്ലേ. ഞാൻ വന്നതുക്കപ്പുറം, ഞാൻ വന്നതിന് ശേഷം 1.5 അടിയിൽ ഫൗണ്ടേഷൻ, അവൻ 1.5 അടിയിൽ ഫൗണ്ടേഷൻ ഇട്ടു. ഉടനെ അന്ത കൊത്തനാർ എന്നെ കൂപ്പിട്ട ആ മേശരി എന്നെ ഓടിപ്പോനെ. ഞാൻ ഓടിപ്പോയി. 2.5 ചൊല്ലി 1.5 പൊട്ടിങ്ങളെ. 2.5 എന്ന് പറഞ്ഞിട്ട് 1.5 ആക്കിയോ? ഏതോ ഒരു അര പോതുമാ, അര മതിയോ? അവനൊരു അരക്കണക്ക് തന്നെ എടുത്തു, ഏതെങ്കിലും ഒരു അര താനെ 1.5 ആക്കും. 2.5ക്ക് പകരം 1.5. അങ്ങനെ വീട് ക്രാക്ക് വീഴും, വീട്ടിൽ പൊട്ടൽ വരും. സാരമില്ല, ശരി കെട്ടു. ശരി, നീ പണിഞ്ഞു, കെട്ടിയാച്ച് പണിതു. ഡെഡിക്കേഷൻ പൊടിക്കുമ്പോ പ്രതിഷ്ഠ ഒരു സൈഡിൽ ക്രാക്ക് വീഴുന്നു, ഒരു സൈഡിൽ വിള്ളൽ വീണു. വീടെല്ലാം ഇടിച്ച് 2ാമത് കെട്ടണം, വീടൊക്കെ ഇടിച്ചിട്ട് 2ാമത് പണിയുന്നു. കാരണം എന്നാ? കാരണം ഫൗണ്ടേഷൻ ഇല്ലേ, അതിന്റെ ഫൗണ്ടേഷൻ ശരിയല്ല. വിശ്വാസത്തിന് ഫൗണ്ടേഷൻ, വിശ്വാസത്തിന് ഒരു ഫൗണ്ടേഷൻ വേണം. വിശ്വാസം എന്നതൊരു വരം താൻ, വിശ്വാസം എന്നതൊരു വരമാണ്. വിശ്വാസം എന്നതൊരു നഗതാ, അതൊരു ആഭരണമാണ്. അന്ത നഗയുണ്ട്, ആഭരണമുണ്ടോ? ദേവനക്ക് മഹിമ. അന്ത വിശ്വാസത്തിന് ഒരു ഫൗണ്ടേഷൻ തേവ, ആ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനം വേണം. വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ എന്നാ? വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഏതാണ്? അഭിഷേകവും ദേവവസനവും തേവ. അഭിഷേകവും വചനവും വേണം. നമ്മുടെ വിഷയത്തിൻപടി, വിഷയപ്രകാരം മനതിലെ വിശ്വാസമായി ഇരിക്കണം, മനസ്സിലെ വിശ്വാസമായിരിക്കണം, ഹൃദയത്തിലെ വിശ്വാസമല്ല. ഹൃദയത്തിലെ ഹൃദയത്തിൽ വിശ്വാസം, ഹൃദയത്തിൽ വിശ്വാസം, മനതിലെ വിശ്വാസമല്ല. മനസ്സിലെ വിശ്വാസം, മനതിലെ വിശ്വാസം എന്നാ? മനസ്സിലെ വിശ്വാസം ഒത്തുകൊള്ളുന്നത്, സമ്മതിച്ചു കൊടുക്കും. ഇനി കുടിപ്പിയാ, കുടിക്കുമോ? കുടിക്ക മാട്ടെ. ഓ ഇല്ല, കുടിക്കില്ല. ശരിയാണോ? ഉണ്മ. ശരിയപ്പച്ചാ മദ്യപിക്കില്ല. അവൻ ഒത്തുകൊണ്ട, അവൻ സമ്മതിച്ചു. ഈ ഒത്തുകൊണ്ടത് മറുപടിയും കുടിക്കാമിൽ ഇരിക്കുമ്പടി അവൻ ചില ത്യാഗത്തിക്ക് ഒപ്പ് കൊടുക്കണം. ഇങ്ങനെ അവൻ സമ്മതിച്ചെങ്കിലും വീണ്ടും മദ്യപിക്കാതിരിക്കാൻ ചില ത്യാഗത്തിനായി അവൻ ഏൽപ്പിക്കണം. നീ കരയം കൊടുത്താൻ ഒരു പൊരുളെ പെറ്റുകൊള്ള മുടിയും, വില കൊടുത്താലേ ഒരു സാധനം വാങ്ങാനാവൂ. വാങ്ങണം, ഈ വാച്ച് വാങ്ങണം. ഒരു കരയമുണ്ട്, അതിനൊരു വിലയുണ്ട്. ഒരു 100 രൂപ, 50 രൂപ, 50 100 രൂപ, 50 രൂപ കൊടുത്താൽ വാച്ച് കിടക്കും. 50 രൂപ കൊടുത്താൽ ഇത് കിട്ടും. വിശ്വാസത്തിക്ക് ഒരു ക്രയമുണ്ട്, വിശ്വാസത്തിന് ഒരു വിലയുണ്ട്, സ്വഭാവത്തിക്ക് ഒരു ക്രയമുണ്ട്, സ്വഭാവത്തിന് ഒരു വിലയുണ്ട്. അതിനകത്ത് നമ്മുടെ ക്രയമാക യേശു ക്രിസ്തു എല്ലാവരെയും കൽവാരിയിൽ കൊടുത്ത, ആകയാൽ നമ്മുടെ വിലയാ യേശു എല്ലാം കാൽവറിയിൽ നൽകി. ക്രയത്തെ കൊടുത്ത് ഞാൻ വിലയ്ക്ക് വാങ്ങിനെ, രക്തം ചിന്തി
വില നൽകി വാങ്ങി. വില വാങ്ങിയ പൊരുൾ താൻ വിലയേറപ്പെട്ട പൊരുൾ. വില കൊടുത്ത് വാങ്ങിയതാണ് വിലപ്പെട്ടത്. നാം വിലയേറപ്പെട്ടവർ. ആകയാൽ നാം വിലയേറിയവർ. ദേവനുடைய പരിശുദ്ധവാன்களின் മരണം വിലയേറപ്പെട്ടത്. യഹോവ ഭക്തന്മാരുടെ മരണം വിലയേറിയത്. പാർവയ്ക്ക് നീ വിലയേറപ്പെട്ടവൻ. എന്റെ ദൃഷ്ടിയിൽ വിലയേറിയവൻ. ഞാൻ ക്രയം കൊടുത്ത് വാങ്ങിന. ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങി. വിശ്വാസം ചൊല്ലുമ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രയം തേവ. അതിനൊരു വില വേണം. അത് എന്നാ ക്രയം? ആ വില ഏതാണ്? യേശു നമുക്ക് വിശ്വാസം തന്ന. യേശു ഒരു വിശ്വാസം തന്നു. വിശ്വാസത്തെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ, ആ വിശ്വാസത്തെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നാം ഒരു ക്രയം കൊടുക്കണം. നാം ഒരു വില കൊടുക്കണം. അതാണ് ത്യാഗം. ദൈവത്തിന് മഹത്വം. അപ്പോ അവൻ കുടിക്ക മാട്ടാൻ, മദ്യപിക്കില്ല. മറുപടിയും കുടിക്കുന്നതുക്കുള്ളതാണ് എല്ലാ സൂഴ്നിലകൾ വരുന്നത്. വീണ്ടും കുടിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ അവൻ തന്നെ ത്യാഗം പണി, അവൻ തന്നെ ത്യാഗം ചെയ്ത്, അവനക്ക് പല പോരാട്ടങ്ങൾ വരും. പല പോരാട്ടങ്ങൾ വരും. അവൻ ത്യാഗം പണി കുടിക്ക മാട്ടേൻ എന്റെ ഉറുതിയാക നിൽക്ക വേണ്ടി അവൻ ത്യാഗം ചെയ്ത് ഇനി മദ്യപിക്കില്ലെന്ന് ഉറച്ചു നിൽക്കണം. അതുതാൻ ഹൃദയത്തിലെ തീരുമാനം. അത് ഹൃദയത്തിലെ തീരുമാനം. ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അന്ത മേശമേൽ ഭോജനം വെച്ചാങ്ക. ആ മേശയിൽ ഭോജനം വെച്ചു. അപ്പൊ അവൻ തീരുമാനിച്ചു ദൈവത്തിന് മഹത്വം. இந்த ഭോജനത്തിനാൽ എന്നെ തീർച്ചപ്പെടുത്ത ഈ മാട്ടാൻ, ഭോജനത്താൽ എന്നെ മലിനനാക്കുകയില്ല. തീരുമാനം ചെയ്താൻ. അവൻ തീരുമാനിച്ചു. ക്രയം കൊടുത്ത, ഒരു വില കൊടുത്തു. ജീവൻ പോനാലും പറവായില്ല, ജീവൻ പോയാലും സാരമില്ല. രാജ്യം താൻ ബാബിലോണി രാജ്യമാണ്. രാജാക്കളുടെ കാലം, രാജാക്കന്മാരുടെ കാലം, തലഛേദിക്കുന്ന കാലം. എന്തവിധமான ഒരു റിക്വസ്റ്റുക്കോ വിണ്ണപ്പത്തുക്കോ ഇങ്ങ ഇടമില്ല. അവിടെ യാതൊരു വിധമായ അഭ്യർത്ഥനയ്ക്കോ അപേക്ഷയ്ക്കോ സ്ഥാനമില്ല. തല പോന്നാൽ പോകട്ടും. തല പോകുന്നെങ്കിൽ ജീവൻ പോന്നാൽ പോകട്ടെ. ജീവൻ പോയാൽ പോട്ടെ. ജീവനാനാലും മരണമാനാലും, ജീവനായാലും മരണമായാലും, വരുംകാലങ്ങളാനാലും പുകഴ്കാലങ്ങളാനാലും, വർത്തമാനകാലമോ ഭാവി കാലമോ, ക്രിസ്തുവിൻ അൻപേ വിട്ട് എന്നെ പിരിപ്പവൻ യാർ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതാണ്. അതുതാണ് വിശ്വാസത്തിന്റെ ത്യാഗം. അതാണ് വിശ്വാസത്തിന്റെ ത്യാഗം. ദൈവത്തിന് മഹത്വം. ദാനിയേൽ പാരുങ്ക. ദാനിയേലിനെ നോക്കുക. അവൻ ഹൃദയത്തിൽ ആണിത്തരமாக തീരുമാനം, ഹൃദയത്തിൽ അവൻ തറപ്പിച്ചൊരു തീരുമാനമെടുത്തു. ഞാൻ കുടിക്ക മാട്ടേൻ. ഞാൻ അത് ഭോജനത്തിനാൽ എന്നെ തീർച്ചപ്പെടുത്ത, ഈ ഭോജനത്താൽ എന്നെ മലിനപ്പെടുത്തുകയില്ല. അതൊരു പകുതി, അതൊരു ഭാഗം. അവന്റെ ത്യാഗത്തിന്റെ ഒരു പകുതി പാരുക. അവന്റെ ത്യാഗത്തിന്റെ ഒരു ഭാഗം, പ്രതിഷ്ഠയുടെ ഒരു പകുതി പാരുക. അവന്റെ പ്രതിഷ്ഠയുടെ ഒരു ഭാഗം നോക്കുക. ഇനി ഒരു പകുതി തന്നെ. മറുഭാഗം എന്താണ്? അരിയോക്ക് വന്നു അവനെ ഗവനിക്കുന്ന മനുഷ്യൻ, അവനെ പരിചരിക്കുന്നവൻ. ഇതെല്ലാം സാപ്പിടണം, ഇതെല്ലാം കഴിക്കണം. രാജാവിന്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന പിള്ളങ്ക, നിങ്ങൾ രാജാവിന്റെ കൊട്ടാരത്തിലെ മുഖത്തെ പാർക്കുമ്പോൾ, നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ നിങ്ങളുടെ മുഖമെല്ലാം മുഖം വാടിയിരിക്കരുത്. നല്ല പ്രസന്നതയോടെ ഇരിക്കണം. എന്റെ തല പോകും, അല്ലെങ്കിൽ എന്റെ തല പോകും. എല്ലാവരും സാപ്പിടുങ്ക, എല്ലാവരും നന്നായി കഴിക്കണം. ദാനിയേൽ പാരുങ്ക. ദാനിയേൽ നോക്കുക. അയ്യാ സാർ, ഞാൻ തീരുമാനം പണിയിരിക്കണം ചൊല്ലവില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചെന്ന് പറഞ്ഞില്ല. ഞാൻ ദേവനുടെ പിള്ള ഇസ്രായേലിയൻ ചൊല്ലവില്ല. ഞാൻ ഇസ്രായേലിൻ ദൈവ പൈതൽ എന്ന് പറഞ്ഞില്ല. പ്രമാണത്തെ പഠിച്ചവൻ ചൊല്ലവില്ല. പ്രമാണം പഠിച്ചവനാണെന്ന് പറഞ്ഞില്ല. ഒന്നും പേസവില്ല. അവൻ അഹങ്കാരത്തോടൊന്നും പറഞ്ഞില്ല. അയ്യാ സാർ, ഒരു 10 നാൾ, ഒരു 10 ദിവസം ആ പച്ച തണ്ണീരും പച്ചവെള്ളം പയറും കൊഞ്ച് കൊടുത്ത് പാരുങ്കളെ. ശാഖഭോജനം ഒന്ന് തന്നു നോക്ക്. അതൊക്കെ പിറകെ ഞങ്ങളുടെ മുഖവും മറ്റുള്ളവരുടെ മുഖത്തെയും ഒത്തുപ്പാർ. പിന്നീട് ഞങ്ങളുടെ മുഖവും മറ്റുള്ളവരുടെ മുഖവും ഒത്തുനോക്കുക. അതുതാൻ വെളിയരംഗமாக നാം ചെയ്യുന്ന തീരുമാനം. അത് പുറമേ ചെയ്യുന്ന തീരുമാനം. വെളിയരംഗமான തീരുമാനத்துக்கு முதல் உள்ளத்தில் ഒരു തീരുമാനം തേവ. പുറമേയുള്ള തീരുമാനത്തിന് മുൻപേ ഉള്ളത്തിൽ ഒരു തീരുമാനം വേണം. ദാനിയേൽ 1-ാം അധികാരം 8-ാം വചനത്തിൽ ഉള്ളത്തിലെ തീരുമാനം. ദാനിയേൽ 1:8 ഹൃദയത്തിലെ തീരുമാനം. ദാനിയേൽ 1:12 പുറമേയുള്ള തീരുമാനം. ദാനിയേൽ 1:12 പുറമേയുള്ള തീരുമാനം. ത്യാഗത്തിന്റെയും പ്രതിഷ്ഠയുടെയും 2 പകുതി. ത്യാഗത്തിന്റെയും പ്രതിഷ്ഠയുടെയും 2 ഭാഗം. നമ്മുടെ ഒരു ഷെഡ് പാരുങ്ക. നമ്മുടെ ഒരു ഷെഡ് നോക്കുക. തൂൺ പാരുങ്ക. ഇവിടെയുള്ള തൂണുകൾ. തൂണുക്ക് കാണാൻ മുടിയാത്ത ഒരു അസ്ഥിവാരമുണ്ട്. ഈ തൂണിന് കാണാൻ കഴിയാത്ത ഒരു അടിസ്ഥാനമുണ്ട്. ഇതേപോലെ ചിന്ന തൂണല്ലേ, അത് ഇതുപോലെ ചെറുതല്ല. ഉള്ള പോയി അകത്ത് വലുതായിരിക്കും. ഇപ്പടിയേ പോകും. അതെങ്ങനെ വന്ന് അകത്ത് വരുമ്പോൾ വലിപ്പം കൂടും. അതുതാണ് സ്ട്രോങ്, അതാണ് ഉറപ്പുള്ളത്. വരുമ്പോ പാരുങ്ക, പുറത്ത് നോക്കുക. ആ പച്ച തണ്ണീരും അന്ത പയറും കൊടുങ്കളെ. പച്ചവെള്ളം. തൂണെന്താണ്? അയ്യോ, ഞാൻ 8 അങ്കുലം, എനിക്ക് 8 ഇഞ്ച് ഡയാമീറ്റർ ഉള്ളവൻ തന്നെ. 8 ഇഞ്ച് ഡയമീറ്ററിലെ ഉള്ള പാരുങ്ക. അകത്ത് 8 ഇഞ്ച് അങ്കുലമായി ഇരിക്കും. 8 ഇഞ്ചാണോ? ദേവനക്ക് മഹിമേ. വലിയ വലിപ്പം. பெரிய படல் கட்டி ഫൗണ്ടേഷൻ പോട്ടിருப்பான். വലിയ ബടൽ പണിത ഫൗണ്ടേഷൻ ഇട്ടിരിക്കും. അതിനാലത്താൻ വിശ്വാസத்துக்கு നിന്റെ ഉള്ളത്തിൽ ഹൃദയത്തിൽ ഒരു ആണിത്തരமான തീരുമാനം തേവ. ആകയാൽ നിന്റെ വിശ്വാസത്തിന് ഹൃദയത്തിൽ ഒരു ദൃഢ നിർണയം വേണം.
നാം എളുമ്പി ചില സാക്ഷിയെല്ലാം ചൊല്ലുவோம். നാം എഴുന്നേറ്റ് ചില സാക്ഷികൾ പറയാറുണ്ട്. പുറമ്പാകെ കാണപ്പെടുகிற തൂൺ പകുതിയെ അത് പുറമേ കാണുന്ന തൂണ് പോലെയാണ്. ஆனால் സാക്ഷി ചൊല്ലുവதற்கு മുന്നമേ, സാക്ഷി പറയും മുമ്പേ അല്ല സാക്ഷിക്ക് പിറകെ, ആ സാക്ഷിക്ക് ശേഷം ഹൃദയത്തിൽ നീ തീരുമാനം ചെയ്യ வேண்டும். ഹൃദയത്തിൽ തീരുമാനിക്കണം. அதுதான் அந்த வல்லமைன்னு சொல்லுகிறது. അതാണ് ആ ശക്തി. என்ன வந்தாலும், എന്ത് വന്നാലും ഇത് കുടിക്ക മാട്ടേൻ, ഞാൻ അത് കുടിക്കില്ല. വെളിയെ என்ன சொல்லுகிறோம்? പുറമേ എന്ത് പറയുന്നു? 10 നാൾ ഞങ്ങളെ ശോധിച്ച് പാരുங்க. 10 ദിവസം ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ആനാ ഉള്ളത്തിലെ തീരുമാനം, ഹൃദയത്തിലെ തീരുമാനം, അത് നീ ക്രയത്തെ കൊടുത്ത തീരുമാനം, അത് വില കൊടുത്തൊരു തീരുമാനം. അപ്പോൾ താൻ വിശ്വാസം ഉനക്കുള്ളേ വളരും. അപ്പോൾ നിന്നിൽ വിശ്വാസം വളരും. ദേവനുക്ക് അതിനാൽ വല്ലമയിൻ വരം என்று பெயர். ആകയാൽ ശക്തിയുടെ വരം എന്ന് പേർ. വിശ്വാസം വല്ലമയുള്ളதாக வேண்டும். നിന്റെ വിശ്വാസം ശക്തിയുള്ളതാകണം. വല്ലമയുള്ള വിശ്വാസം, ശക്തിയുള്ള വിശ്വാസം, അതുക്ക് താൻ വല്ലമയുള്ള അഭിഷേകം നമുക്ക് തേவை. അതിന് ശക്തിയുടെ അഭിഷേകം വേണം. ദൈവത്തിന് മഹത്വം. 2 കൊരിന്ത്യർ 4 അധികാരം 7 വചനത്തെ പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ 4:7 ഈ മഹത്വമുള്ള വല്ലമേ എങ്ങൾക്ക് സ്വന്തമെന്ന് ഇരാതപടിക്ക് അത് മൺപാണ്ഡങ്ങളിൽ പകർന്നിരിക്കുന്നത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് മൺപാത്രങ്ങളിലാകുന്നു ഇതുള്ളത്. മലയാളത്തിൽ അത്യന്ത ശക്തി, മലയാളത്തിൽ അത്യന്ത ശക്തി സാധാരണ ശക്തിയല്ല, സാധാരണ ശക്തിയല്ല, മഹത്വമുള്ള വല്ലമ, ഒരു അത്യന്ത ശക്തി. അതിനാൽ താൻ അഭിഷേകത്തിൽ ഉന്നതി ഉറുതിപ്പെടുത്ത വേണം. ആകയാൽ അഭിഷേകത്താൽ നിന്നെ ഉറപ്പിക്കണം. അത് ദൈവിക സുഖത്തിൽ നിലനിർത്ത വേണം. ദൈവിക ശാന്തിയിൽ നിലനിൽക്കണം. വേർപാട് ജീവിതത്തിൽ ജീവിക്ക വേണം. വേർപാട് ജീവിതം അനുഷ്ഠിക്കണം. പരിശുദ്ധമായി ജീവിക്ക വേണം. വിശുദ്ധമായി ജീവിക്കണം. നീ എന്ത് ആവിക്കുറിയ ആ 9 വരങ്ങളെ അണിந்து ആ നഗയുള്ളവനാക മാറ്റപ്പെട വേണ്ടുമാനാൽ 9 ആത്മവരങ്ങൾ അണിഞ്ഞ ആഭരണങ്ങൾ ഉള്ളവനാകണമെങ്കിൽ ദൈവത്തിന് മഹത്വം. നിനക്കൊരു അത്യന്ത ശക്തിയും അത് കേട്ടതാണ് കരയവും നീ കൊടുക്ക വേണം. ഒരു അത്യന്ത ശക്തി വേണം, അതിന് തക്ക വില ചെലുത്തണം. അതിനാൽ താൻ വിശ്വാസവരവും അർപ്പതം ചെയ്യും ശക്തിയും ഗുണമാക്കും വല്ലമയും അത് വല്ലമയിൻ വരം. ആകയാൽ വിശ്വാസം, വീര്യപ്രവൃത്തി, രോഗശാന്തി, ശക്തിയുടെ വരങ്ങൾ നമുക്കുൾ ദേവയുടെ സത്യത്തെ സ്ഥാപിക്കുമ്പടിയാണ്. ഇത് ദൈവിക സത്യം നമ്മിൽ സ്ഥാപിക്കുവാൻ, ദൈവരാജ്യം സ്ഥാപിക്കുമ്പടിയാണ്, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ. യുദ്ധം ചെയ്ത് അലക്സാണ്ടർ തന്നുടേ രാജ്യത്തെ സ്ഥാപിത്താൻ. അലക്സാണ്ടർ യുദ്ധം ചെയ്ത് തന്റെ സാമ്രാജ്യം ഉറപ്പിച്ചു. മുഴു ഉലകത്തിലും തന്റെ രാജ്യത്തെ സ്ഥാപിച്ചു. മുഴു ലോകത്തിലും തന്റെ സാമ്രാജ്യം സ്ഥാപിച്ചു. അവനപ്പോൾ 20 വയസ്സ്. അവനൊരു 20 വയസ്സ്. BC 331 ആണ്ടിൽ, BC 331 അരബല്ല എന്ന ഇടത്തില്, അരബല്ല എന്ന സ്ഥലത്ത് പേർഷ്യ രാജാക്കളോട് യുദ്ധം ചെയ്ത് പേർഷ്യ രാജാക്കളോട് യുദ്ധം ജയിച്ചു. അവന് 20 വയസ്സ്. 20 വയസ്സ്. ஆனால் അവൻ യുദ്ധം ചെയ്ത് അവൻ തന്റെ രാജ്യത്തെ സ്ഥാപിച്ചു, സാമ്രാജ്യം സ്ഥാപിച്ചു. ദൈവത്തിന് മഹത്വം. വല്ലമയിൻ വരം, അത് ശക്തിയുടെ വരം. യുദ്ധം ചെയ്താൽ താൻ സ്ഥാപിക്ക മുടിയും, യുദ്ധം ചെയ്താലേ സ്ഥാപിക്കാനാവൂ. ദൈവത്തിന് മഹത്വം. വല്ലമയിൻ വരം, ആകയാൽ ശക്തിയുടെ വരം. വല്ലമയുള്ള വിശ്വാസം, അത് ശക്തിയുള്ള വിശ്വാസം, ഹൃദയ വിശ്വാസം, ഹൃദയത്തിലെ വിശ്വാസം, മനസ്സിലെ വിശ്വാസം, മനസ്സിലെ വിശ്വാസം ഒത്തുകൊള്ളുന്നത്, മനസ്സിലെ വിശ്വാസം സമ്മതിച്ചു കൊടുക്കും. കർത്തരെ മൂളയിലല്ല വെക്ക വേണ്ടിയത്, കർത്താവിനെ തലച്ചോറിലല്ല വഹിക്കേണ്ടത്. ദൈവത്തിന് മഹത്വം. കർത്തരെ ഹൃദയത്തുക്കുൾ വെക്ക വേണ്ടും. കർത്താവിനെ ഹൃദയത്തിലെ തീരുമാനം, ഹൃദയത്തിലെ തീരുമാനം. യേശുവുക്കാക ജീവിപ്പേൻ, ഞാൻ എന്റെ യേശുവിനായി യേശുവുക്കാക വേർപെട്ട് ജീവിക്കും, യേശുവിനായി വേർപെട്ട് ജീവിക്കും, യേശുവുക്കാക മാതൃകയാക ജീവിക്കും, യേശുവിനായി മാതൃകാ ജീവിതം, യേശുവുക്കാക ഞാൻ ഇപ്പിടിപ്പെട്ട പട്ടു സാരികളെ പൊൻസരികയുള്ളതാണ് ചരിക സാരികളെ കെട്ട മാട്ടേൻ. ഇങ്ങനെ യേശുവിനായി പട്ടുസാരികൾ, ജരികയുള്ളതായ കസവുള്ള സാരി അണികയില്ല. അതൊന്ന് രക്ഷിക്കപ്പെട്ട ദേവപിള്ളകളുടെ വസ്ത്രമല്ലേ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വസ്ത്രമേ അല്ല ഇത്. ദേവജനമേ ഏമാന്ത് പോകാതെ, ദൈവജനമേ വഞ്ചിതരാകാതിരിപ്പീൻ, വസ്ത്രം, യോഗ്യമായ വസ്ത്രം അപ്പടി ഇരിക്ക വേണ്ടും. എന്നാൽ അങ്ങനെ ആഴത്തിൽ ഒരു തീരുമാനം, ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു തീരുമാനം വേണം. അടുത്ത 6 വരം, അടുത്ത 6 വരം അത് ജ്ഞാനവരങ്ങൾ. ജ്ഞാനത്തെ ബോധിക്കും വസനം, ജ്ഞാനത്തിന്റെ വചനം, അറിവെ ഉണർത്തും വസനം, പരിജ്ഞാനത്തിന്റെ വചനം, ദീർഘദർശനം, പ്രവചനം, പല ഭാഷകൾ, വിവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, ആത്മാക്കളുടെ വിവേചനം. இந்த 6 വരങ്ങൾ, ഈ 6 വരങ്ങൾ ജ്ഞാനവരം. എതൊക്കെ ജ്ഞാനവരം? എന്തിനാണിവ? രാജ്യത്തെ സ്ഥാപിക്ക വേണ്ടും, രാജ്യം സ്ഥാപിക്കണം. അടുത്തതായി அந்த രാജ്യത്തിൽ നാം ജീവിക്ക വേണ്ടും, ആ രാജ്യത്തിൽ ജീവിക്കണം. 2 പേതുരു 1 അധികാരം 4 വചനത്തെ പഠിക്കുമ്പോൾ പത്രോസ് എഴുതിയ 2 ലേഖനം 1 അധ്യായം 4 വാക്യത്തിൽ സ്വഭാവത്തുക്കും മറുരൂപം എന്ന് വാസിக்கிறோം. അവന്റെ ദിവ്യശക്തിയാൽ സ്വഭാവ രൂപാന്തരം കാണാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു.
ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. ദിവ്യ സ്വഭാവத்துக்கு മറുരൂപമായി இருக்க வேண்டும். ആ ദിവ്യ സ്വഭാവത്തിൽ രൂപാന്തരപ്പെടുന്നു. ലോകത്തിലുള്ള കറകൾ എല്ലാവറ്റെയും വിട്ട്, ലോകത്തിലുള്ള കറകൾ വിട്ട് ദിവ്യ സ്വഭാവത്തിൽ കാണപ്പെട வேண்டும். ദിവ്യ സ്വഭാവത്തിൽ കാണപ്പെടണം. സ്വഭാവം മറുരൂപപ്പെട வேண்டும். നിന്റെ സ്വഭാവം രൂപാന്തരപ്പെടണം. ദിവ്യ സ്വഭാവം മറുരൂപപ്പെട ഈ ജ്ഞാനവരങ്ങൾ തേവ. ഈ ദിവ്യ സ്വഭാവമായി രൂപാന്തരപ്പെടുവാൻ ജ്ഞാനവരം വേണം. അതുதான் ജ്ഞാനത്തെ ബോധിക്കും വചനം. അത് ജ്ഞാനത്തെ ഉപദേശിക്കുന്ന വചനം. അപ്പോസ്തലിക ഉപദേശം. അത് അപ്പോസ്തലിക ഉപദേശം. അറിവെ ഉണർത്തും വചനം. പരിജ്ഞാനത്തിന്റെ വചനം. പ്രാക്ടിക്കൽ ലൈഫ്. പ്രായോഗിക ജീവിതം. ഒരു ഉപദേശം. ഒരു ഉപദേശം. രണ്ടാമതൊരു പ്രാക്ടിക്കൽ ലൈഫ്. അടുത്തൊരു പ്രായോഗിക ജീവിതം. പ്രാക്ടിക്കൽ ലൈഫിൽ പല അനുഭവങ്ങൾ കേൾக்கலாம். പ്രായോഗിക ജീവിതത്തിൽ പല അനുഭവങ്ങൾ കേൾക്കുവാനാവും. പല വെളിപ്പെടുത്തൽ കേൾக்கலாம். വെളിപ്പാടുകൾ കേൾക്കാം. അറിവെ ഉണർത്തും വചനം. അത് പരിജ്ഞാനത്തിന്റെ വചനം. ദീർഘദർശനം. പ്രവചനം. മൂന്നാമത് ആവികളെ പകുത്തറിയുതൽ. അത് ആത്മാക്കളുടെ വിവേചനം. പല ഭാഷകൾ. വിവിധ ഭാഷകളിൻ വ്യാഖ്യാനം. ഭാഷകളുടെ വ്യാഖ്യാനം. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തിനുടെ മറുരൂപത്തിക്കാണ്. ഇതെല്ലാം സ്വഭാവത്തിന്റെ രൂപാന്തരം. രാജ്യം സ്ഥാപിക്കപ്പെടിയാൽ ഒരു രാജ്യം സ്ഥാപിക്കുവാനായിട്ട് രണ്ടാമത് സ്വഭാവം മറുരൂപപ്പെടുമ്പടിയാൽ രണ്ടാമത് സ്വഭാവം രാജ്യത്തെ സ്ഥാപിച്ച് അവൻ ആളുക ചെയ്യ വേണ്ടും. ആ രാജ്യം സ്ഥാപിച്ചതിൽ വാഴേണം. ദേവനുടെ രാജ്യം നമുക്കുൾ സ്ഥാപിച്ച് ദൈവരാജ്യം നമ്മിൽ സ്ഥാപിച്ച രാജ്യത്തിൽ നാം വളര വേണ്ടും. ആ രാജ്യത്തിൽ നാം വളരെ നമ്മുടെ സ്വഭാവം മറുരൂപപ്പെട വേണ്ടും. നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെടണം. നിത്യരാജ്യത്തിൽ പോയി ചേര முடியும். നിത്യരാജ്യത്തിൽ എപ്പോഴും ചെലുത്താനാവും. ആവിക്കുரிய ജീവിതത്തിൽ വളർന്ന സ്വഭാവം മറുരൂപപ്പെടുമ്പടിയാക ദേവൻ നമുക്ക് വരങ്ങൾ തന്നിരിக்கிறார். ഇങ്ങനെ ആത്മിക ജീവിതത്തിൽ വളർന്ന സ്വഭാവ രൂപാന്തരത്തിനായി ദൈവം വരങ്ങൾ തരുന്നു. ആകയാൽ ജ്ഞാനവരങ്ങളെ തേടുങ്ങൾ. ആകയാൽ ആത്മവരങ്ങളെ അഞ്ചിപ്പീൻ. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. അടുത്തതായി ക്രിസ്തുവിൻ വരങ്ങൾ. ക്രിസ്തുവിന്റെ വരം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൻ വരം എന്ന് சொன்னால் അർത്ഥം என்ன? ക്രിസ്തുവിന്റെ വരം എന്നാൽ എഫേസ്യർ 4 അധികാരം 7 വചനത്തെ പഠിക്കുമ്പോൾ എഫേസ്യർ 4:7 എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ ഈവുക്ക് അളവുക്ക് തക്കതാക വരം கிடைத்திருக்கிறது. ക്രിസ്തുവിന്റെ ദാനത്തിന് ഒത്തവണ്ണം വരങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതാ ക്രിസ്തുവിൻ വരം. ക്രിസ്തുവിന്റെ വരം. ക്രിസ്തുവിൻ വരം എന്നത് ക്രിസ്തുവിന്റെ വരം എന്നത് 5 വിധமான ഉദ്യോഗസ്ഥർ. 5 വിധ ഉദ്യോഗസ്ഥർ. ദേവൻ ഒരു അപ്പോസ്തലർ, ദീർഘദർശി, ബോധകർ, മേയ്പ്പർ, സുവിശേഷകർ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ. ഇവർ இந்த 5 ഉദ്യോഗസ്ഥர்கள் ഈ 5 വരങ്ങൾ എതിർക്കാക. ഈ 5 ഉദ്യോഗസ്ഥരാകുന്ന 5 വരങ്ങൾ എന്തിന്? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. സഭയാനത് വളർന്ന് പൂർണ്ണപ്പെടുമ്പടിയാ. സഭ വളർന്ന് പരിപൂർണമാകുവാൻ. ദേവനുക്ക് മഹിമ. അതൊക്കെ മെൽക്കിസദേക്കിൻ മുറമയിൻപടി. ആകയാൽ മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ അവർ ഒരു ഊഴിയം സ്ഥാപിച്ച. അവനൊരു ശുശ്രൂഷ സ്ഥാപിച്ചു. ഊഴിയത്തിനുടെ പേർ ഈ വേലയുടെ മെൽക്കിസദേക്കിൻ മുറമയിൻ ഊഴിയം. മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ളതായ ശുശ്രൂഷ. അതിற்கு ആസാര്യர்கள் தேவை. അതിന് പുരോഹിതന്മാർ വേണം. 3 കാര്യങ്ങൾ தேவை. 3 കാര്യം വേണം. ഇപ്പോ ഈ കപ്പ് പാരുങ്ക. ഈ കപ്പ് നോക്ക്. നല്ല കപ്പ്. നല്ല ഒരു കപ്പ്. ഈ കപ്പ് ഉരുവാക്കപ്പെട വേണ്ടുമാണ്. ഈ കപ്പ് നിർമ്മിക്കുവാൻ 3 കാര്യങ്ങൾ தேவை. 3 കാര്യം വേണം. ഏതെല്ലാം? എന്തൊക്കെ? ഒന്ന് ഒരു നല്ല ഫാക്ടറി தேவை. ഒന്ന് ഒരു നല്ല ഫാക്ടറി. ഫാക്ടറി ചൊല്ലുമ്പോൾ ഫാക്ടറി എന്ന് പറയുമ്പോൾ ഫാക്ടറിക്ക് നല്ല മേൽക്കൂര, അപ്പുറം കറണ്ട്, വൈദ്യുതി, പിറகு മിൻസാരം, തണ്ണീർ, இப்படிப்பட்டதான வசதிகள் தேவை. വാട്ടർ സപ്ലൈക്ക് അനുബന്ധ സൗകര്യങ്ങൾ വേണം. அப்படிப்பட்ட ഫാക്ടറി தேவை. അങ്ങനെ ഒരു ഫാക്ടറി വേണം. രണ്ടാമത് നല്ല മിഷനറി தேவை. നല്ല മെഷീനറികൾ വേണം. ദേവനുക്ക് മഹിമ. നല്ല ഡൈ ഉള്ള മിഷനറി தேவை. നല്ല അച്ചുള്ളതായ മെഷീൻസ് വേണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മൂന്നാമത് ആ മെഷീനെ നടത്തக்கூடிய നല്ല ഓപ്പറേറ്റേഴ്സ് தேவை. ആ മെഷീൻ പ്രവർത്തിപ്പിക്കുവാൻ ഓപ്പറേറ്റർ വേണം. മിഷൻ ഇരുന്നാൽ മറ്റും പോതുമാ? മെഷീൻ മാത്രം മതിയോ? അത് നല്ല വിധത്തിൽ നടത്തக்கூடிய ഓപ്പറേറ്റേഴ്സ് தேவை. നന്നായി പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റർമാർ വേണം. തിരിയാത്തവൻ വന്ന് പണ്ണ പോന്ന അതെല്ലാം അന്റിക്കേ ഒന്നും ഇല്ലാമലായി വിടും. കാര്യമറിയാത്തവൻ വന്നാൽ അന്ന് തന്നെ എല്ലാം തീരും. ദേവനുക്ക് മഹത്വം. അതൊരു കഥ പോലെ சொல்லுவாங்க. കഥ പോലെ പറയും. തൃശ്ശൂരിൽ ടി.പി. സീതാറാം കമ്പനി ഇരുന്നതാ. തൃശ്ശൂരിൽ ടി.പി. സീതാറാം കമ്പനി ഉണ്ടായിരുന്നു അത്രേ. ജർമ്മൻ കമ്പനി താ. ജർമ്മൻ കമ്പനി. അപ്പൊ ജർമ്മൻകാർ വിട്ടുപോന വേളയിൽ ഇന്ത്യക്കാർക്ക് ഒപ്പടച്ചാങ്ക. ജർമ്മൻകാരൊക്കെ ഇന്ത്യ വിട്ടുപോയപ്പോൾ അത് ഇന്ത്യക്കാർക്ക് ഏൽപ്പിച്ചു. ഇന്ത്യക്കാരെല്ലാം ഓവറോൾ ഒരു സർവീസ് പണിനാങ്ക. അവർ ഇന്ത്യക്കാരെല്ലാം ഓവറോളിംഗ് ചെയ്തു. ബോൾട്ടും വാഷറും എല്ലാം പിരിച്ചാങ്ക. നട്ട് ബോൾട്ടൊക്കെ അഴിച്ച അസംബിൾ പണിയാ. പിന്നീട് കൂട്ടി യോജിപ്പിച്ചു. അസംബിൾ പണിപ്പോ 13 കൂടെ വാഷർ നെട്ടും അധികം. അസംബിൾ ചെയ്തപ്പോൾ 13 കൊട്ട നിറച്ച് വാഷർ നട്ട് ബോൾട്ടൊക്കെ ബാക്കി. ബോസ് വന്ന് കേട്ടാങ്ക. ബോസ് വന്ന് ഇതെല്ലാം അധികമായി ഇത്രയും ബാക്കിയായി. ഇതൊന്നും
ഒന്നും തേവയില്ല, ഒന്നും വേണ്ട, വെറുതെ உங்களுடைய பணத்தை வீணாக அவங்க செலவு பண்ணினாங்க, വെറുതെ പൈസ വേസ്റ്റ് ആക്കിയതാ. கடைசி பார்த்தா அந்த டிபி சீதாராம் கம்பெனி ഓടവേ ഇല്ല. പിന്നീട് ടി.പി. സീതാറാം കമ്പനി തീർന്നു. ദൈവത്തിന് മഹത്വം. ഇതുപോലെ നല്ല ഓപ്പറേറ്റർ ഇല്ലാവിട്ടാ, നല്ല ഓപ്പറേറ്റർ ഇല്ലെങ്കിൽ அந்த മെഷീൻ ഒന്നും പ്രയോജനപ്പെടാ, ആ മെഷീൻ ഒന്നും പ്രയോജനമില്ല. ദൈവത്തിന് മഹത്വം. നല്ല കപ്പ് ഉരുവാക വേണ്ടുമാനാ, ഒരു നല്ല കപ്പ് നിർമ്മിക്കാൻ മൂന്ന് കാര്യം വേണം. ഒരു ഫാക്ടറി, രണ്ടാമത് മെഷീനറി, മൂന്നാമത് ഓപ്പറേറ്റർ. ഇതുപോലെ ഒരു നല്ല മണവാട്ടി ഉരുവാക വേണ്ടും. ഒരു നല്ല മണവാട്ടിയെ ഉരുവാക്കുവാൻ നല്ല ഒരു ഫാക്ടറി തേവ, നല്ല ഒരു ഫാക്ടറി വേണം. രണ്ടാമത് മണവാട്ടിയെ ഉരുവാക്കக்கூடிய മിഷനറി തേവ, രണ്ടാമത് മണവാട്ടിയെ വാർത്തെടുക്കുന്നതായ മിഷനറി വേണം. മൂന്നാമത് அந்த മെഷീൻ ഓട്ടக்கூடிய ഓപ്പറേറ്റർ തേവ, ആ മെഷീൻ പ്രവർത്തിപ്പിക്കുവാൻ ഓപ്പറേറ്റർമാർ വേണം. ഇത് ശരിതാണ്, ശരിയല്ലേ? ശരിയെന്ന് சொல்றவங்கள ഒരു ഹല്ലേലൂയ சொல்லுங்க. സമ്മതിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ചിലർ പാக்குறாங்க ലാസ്റ്റ് കൂട്ടം എപ്പ മുടിക്കും, ഒന്നും ഭയപ്പെടാதீங்க, 10 മണിക്ക് മുന്നാലെ മുടിച്ചിടുறேன். ചിലരിരിക്കുന്ന എപ്പോഴാണോ കൂട്ടം തീരാൻ പോകുന്നത് പേടിക്കണ്ട, 10 മണിക്ക് തീർക്കാം. അതുക്ക് മേലെ പോക മാട്ടേ, അത് കഴിഞ്ഞു പോകത്തില്ല. സീക്രത്തിൽ മുടിക്ക പോറേ, പേടിക്കണ്ട, പെട്ടെന്ന് തീർത്തു തരാം. ഇതിനുടെ ബാലൻസ് ഇനി ഒരിടത്തിൽ നാം വേദപാഠമാക പഠിപ്പോ, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വേറൊരിടത്ത് ബൈബിൾ സ്റ്റഡി ആയി പഠിക്കാം. സത്യത്തെ പഠിപ്പോ, പഠിക്കാം. 3 കാര്യങ്ങൾ തേവ, 3 കാര്യം വേണം. இந்த 3 കാര്യങ്ങൾ താൻ ഈ 3 കാര്യങ്ങളാണ് 2 കൊരിന്ത്യർ 5-ാം അധികാരം 18, 19, 20 3 വസനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ന്റെ 18, 19, 20 3 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. അങ്ങ முதலாമതൊരു ഊഴിയം, ആദ്യം ഒരു ശുശ്രൂഷ, അതുതാൻ ഫാക്ടറി. അത് ഫാക്ടറി, ഊഴിയം തേവ, ഒരു ശുശ്രൂഷ. നല്ല മണവാട്ടി ഉരുവാക വേണ്ടും, നല്ലൊരു മണവാട്ടിയെ വാർത്തെടുക്കുവാൻ കേറ്റ ഊഴിയം തേവ, തക്കതായ ശുശ്രൂഷ വേണം. കപ്പ് ഉരുവാക്ക വേണ്ടുമാനാ, കപ്പ് ഉരുവാക്കുവാൻ നല്ല ഫാക്ടറി, നല്ലൊരു ഫാക്ടറി കെട്ടിടം. ദൈവത്തിന് മഹത്വം. ആ ഫാക്ടറി താൻ ഊഴിയം, ആ ഫാക്ടറിയാണ് ശുശ്രൂഷ. അതുതാൻ മെൽക്കിസദേക്കിൻ മുറമേൻപടിയുള്ള ഊഴിയം, മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷ. ദൈവത്തിന് മഹത്വം. രണ്ടാമത് മിഷനറി തേവ, മിഷനറീസ് വേണം. അതുതാൻ 19-ാം വസനത്തിലെ 19-ാം വാക്യത്തിൽ ഉപദേശം എന്ന മിഷനറിനാലെ താൻ മണവാട്ടിയെ ഉരുവാക്ക മുടിയും. ഉപദേശം എന്ന യന്ത്രത്താൽ മാത്രമേ മണവാട്ടിയെ വാർത്തെടുക്കാനാവൂ. ഉപദേശമില്ലെങ്കിൽ മണവാട്ടിയെ ഉരുവാക്കാനാവില്ല. ഒരു ഫാക്ടറി മിഷനറി, ഒരു നല്ല മിഷൻ ഇരാവിട്ടാൽ, നല്ല മെഷീൻ ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു കപ്പ് ഉരുവാക്ക മുടിയാതെ, ഇതുപോലെ ഒരു കപ്പ് ഉണ്ടാക്കാനാവില്ല. മിഷൻ തേവ, മെഷീൻ വേണം. ദൈവത്തിന് മഹത്വം. നല്ല ഉപദേശം, അതുതാൻ അപ്പോസ്തലിക ഉപദേശം, അത് അപ്പോസ്തലിക ഉപദേശം. ഇനി മൂന്നാമത് அந்த ഉപദേശത്തെ ബോധിക്ക വേണ്ടും, ആ ഉപദേശം പഠിപ്പിക്കാൻ മെഷീനെ ഓപ്പറേറ്റ് பண்ண வேண்டும். ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ ആരോ ഓപ്പറേറ്റ് பண்ண முடியாது, ആരെങ്കിലും ചെയ്താൽ പോരാ. ആരാത് ഓപ്പറേറ്റ് பண்ணினா, ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്താൽ അന്യോടെ നിന്നുവിടും, അത് അന്നോടെ പ്രവർത്തനരഹിതമാകും. സഭയെ നടത്ത முடியாது, എല്ലാവർക്കും സഭ നടത്താനാവില്ല. സഭയെ കെട്ട முடியாது, എല്ലാവരും സഭ പണിയാനാവില്ല. സഭയെ കെട്ടുവதற்கு എല്ലാവർക്കും അധികാരം കൊടുക്കവില്ല. സഭയെ പണിയാൻ എല്ലാവർക്കും അധികാരമില്ല. ദേവനുക്ക് മഹിമ. ആ മിഷൻ ഓട്ടക്കൂടിയ നല്ല ട്രെയിനിങ് എടുത്ത പയിർച്ചി പെറ്റ ഓപ്പറേറ്റർ തേവ, ആ മെഷീൻ പ്രവർത്തിക്കുവാൻ പരിചയ സമ്പന്നരായ ഓപ്പറേറ്റർമാർ വേണം. 20-ാം വസനത്തിൽ വാസിക്കുന്നതാണ് അപ്പോസ്തലർ ഇല്ലെങ്കിൽ സ്ഥാനാധിപതികൾ. അത് 20-ാം വാക്യത്തിൽ വായിക്കുന്ന അപ്പോസ്തലന്മാർ അഥവാ സ്ഥാനാധിപതികൾ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന്. 18-ാം വസനത്തിൽ അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഉപ്രവാകുതലിൻ ഊഴിയം, നിരപ്പിന്റെ ശുശ്രൂഷ. അപ്പൊ ഊഴിയത്തിന്റെ മുഖ്യത്വം പാരുങ്ക, ആ ശുശ്രൂഷയുടെ പ്രാധാന്യം നോക്കുക. ചുമ്മാ കൈ തട്ടി പോറതുക്കല്ല, വെറുതെ കൈയടിച്ചു പോകാനല്ല, ഒരു കൂട്ടം ചേർക്കുന്നതുക്കല്ല, ഒരു ആൾക്കൂട്ടം കൂട്ടാനല്ല. ഇത് ഉപ്രവാകുതലിൻ ഊഴിയം, ഇത് ഒരു നിരപ്പിന്റെ ശുശ്രൂഷ. എല്ലാരെയും ഒന്നാക്കുക ഊഴിയം, എല്ലാവരെയും ഒന്നാക്കുന്ന ശുശ്രൂഷ. വ്യത്യാസമില്ലാതെ, യാതൊരു വ്യത്യാസമില്ലാതെ ഈ ഫാക്ടറിയിൽ എന്ത് വ്യത്യാസമില്ല, ഈ ഫാക്ടറിയിൽ യാതൊരു വ്യത്യാസവുമില്ല. ഫാക്ടറിയിൽ പലരും വേല ചെയ്യുവാங்க, ഫാക്ടറിയിൽ പലരും ജോലി ചെയ്യും. മലയാളി വേല ചെയ്യുവാங்க, മലയാളി പ്രവർത്തിക്കും. തമിഴ് വേല ചെയ്യുവാங்க, തമിഴർ പ്രവർത്തിക്കും. കന്നഡം വേല ചെയ്യുവാங்க, കന്നഡികർ പ്രവർത്തിക്കും. പല പല ഭാഷകൾ, വിവിധ ഭാഷക്കാർ, പല ജാതിയാർ, പല ജാതിക്കാർ, പലവിധமான നിലവാരത്തിലുള്ള മക്കൾ, പല അവസ്ഥയിലുള്ള ഫാക്ടറിക്കുള്ള വരുമ്പോൾ, ഫാക്ടറിക്കകത്ത് വരുമ്പോൾ ഒരു വ്യത്യാസമില്ല. അതുപോലെ இந்த ഫാക്ടറിயான ഉപ്രവാകുതലിൻ ഊഴിയത്തുക്കുള്ള സഭയ്ക്കുള്ള വരുമ്പോൾ, ഈ ഫാക്ടറി ആകുന്ന നിരപ്പിന്റെ ശുശ്രൂഷയുടെ സഭയിൽ വരുമ്പോൾ
വ്യത്യാസങ്ങൾ ഇരിക്കക്കൂടാ. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മലയാളി, ഞാൻ മലയാളി, ഞാൻ തമിഴ്, ഞാൻ തമിഴൻ, ഞാൻ തെലുങ്ക്, ഞാൻ തെലുങ്കൻ, ഞാൻ മറാഠി, ഞാൻ മറാഠി, ഞാൻ ഗുജറാത്തി, ഞാൻ ഗുജറാത്തി. എണ്ണം പോലും ചൊല്ലക്കൂടാ, ചിന്തയിൽ പോലും വരരുത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇവൻ തമിഴൻ നീ സൊന്നാൽ, ഇവൻ തമിഴനെന്ന് നീ പറഞ്ഞാൽ, ഇവരെ പാത്ത് ഞാൻ ഇദ്ദേഹത്തെ നോക്കി ഇവൻ തമിഴൻ, ഇവൻ തമിഴൻ சொன்ன അർത്ഥം എന്നാ? പറഞ്ഞാൽ അർത്ഥം, നീ ഉന്നെ മലയാളി എന്റെ അടുത്ത് കാട്ടുകറാ, നീ നിന്നെ മലയാളി എന്ന് വെളിപ്പെടുത്തുന്നു. ഇവനെ കൊഞ്ചും தெரியாது, ഇവനൊന്നും അറിഞ്ഞൂടാ. അതിന്റെ അർത്ഥം എന്നാ? അർത്ഥം എന്താണ്? നിനക്കെല്ലാം തിരിയുമെന്ന് നീ കാട്ടുകറാ, എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നു. ഇതാണ് വ്യത്യാസം. ഇതാണ് വ്യത്യാസം. ദേവസഭയിൽ വ്യത്യാസമില്ല, ദൈവസഭയിൽ വ്യത്യാസങ്ങളില്ല. നമ്മുടെ സഭയെ പാരുങ്ക, നമ്മുടെ സഭയെ നോക്ക്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ തമിഴ് പേസിട്ടേ ഇരിக்கிறேன். അതുകൊണ്ട് ഞാൻ തമിഴേ പറയുന്നു. കഷ്ടപ്പെട്ട് മലയാളത്തിൽ പേസലാം, വളരെ ബുദ്ധിമുട്ടി വേണമെങ്കിൽ മലയാളം പേസുന്നതിനാല് ഞാൻ തമിഴ് പറയുന്നത് എന്ത് പറയും? ഭാഷ വ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല. തമിഴും പേസുവേ, തമിഴും പറയും, മലയാളവും പേസുവേ, മലയാളവും പറയും, ഹിന്ദി അച്ചാത്തരക് പോലെ കർണാക്കേലിയേ അല്പാൽപ ഹിന്ദിയൊക്കെ പറയും, എല്ലാം പേസുവേ, എല്ലാം പറയും. ദേവനുക്ക് മഹിമേ. കാരണം എന്നാ? കാരണം നമുക്ക് ഭാഷ വ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല. ചിലർക്കുണ്ട് മലയാളം, അയ്യോ മലയാള വെറി, ചിലർക്ക് മലയാളം എന്നതായ ഒരു വെറിയൊക്കെ ഉണ്ട്. ദേവനുക്ക് മഹിമേ. അവനൊന്നും ഇന്ന ഫാക്ടറിയിൽ ഉരുപ്പടിയാകാതെ, ഈ ഫാക്ടറിയിലൊന്നും അവനൊന്നും കൊള്ളത്തില്ല. ദേവനുക്ക് മഹിമേ. അരുമயான ദേവജനമേ, ദൈവജനമേ, അതിനാലത്തെ ജ്ഞാനസ്നാന സത്യം എന്ന് പഠിക്കുമ്പോൾ, സ്നാന സത്യം പഠിക്കുമ്പോൾ അതിൽ ആണുമില്ല പെണ്ണുമില്ല, അതിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, യവനെന്നുമില്ല ഗ്രേക്കനെന്നുമില്ല, യവനെന്നോ യഹൂദനെന്നോ ഇല്ല, സ്വാധീനനെന്നും അടിമത്തനമെന്നുമില്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല, ആണുമില്ല പെണ്ണുമില്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. അത് എപ്പടി? അതെങ്ങനെ? ദേവനുക്ക് മഹിമ. ദൈവത്തിന് വലിയ സത്യം, ഇതൊരു വലിയ സത്യം. അതിന്റെ 25-ാം വചനത്തെ വസിക്കുമ്പോൾ, 25-ാം ഗലാത്യർ 3-ാം അധികാരം 25-ാം വചനം, ഗലാത്യർ 3:25, നാം എല്ലാവരും ദേവപുത്രர்கள், നാം വിശ്വാസത്താൽ ദൈവപുത്രന്മാർ. എപ്പടി ദേവപുത്രர்களാകുறோம்? എങ്ങനെ ദൈവപുത്രന്മാരാകുന്നു? എപ്പടി എന്നാൽ, അതെങ്ങനെയെന്നാൽ, ദേവപുത്രനാകുന്നത് എപ്പടി? എങ്ങനെ ദൈവപുത്രന്മാരാകാം? ஞானஸ்நானம் எடுத்தவர்கள் எத்தனை பேர்களோ அத்தனை பேரும் கிறிஸ்துவை தரித்து கொண்டிருக்கிறீர்களே. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ஞானஸ்நானத்தினால் நாம் தேவபுத்திரர், ജലസ്നാനത്താൽ ദൈവപുത്രന്മാർ. தேவபுத்திரன் என்று சொல்லும்போது, ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ தேவபுத்திரரில் ആണുമില്ല പെണ്ണുമില്ല, ദൈവപുത്രനിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. എടുത്തുമ്പടി ദൂതർകളെ പാരുങ്ങൾ, നിങ്ങൾ അക്ഷരീയമായി ദൂതന്മാരെ, ദൂതர்களுം ദേവപുത്രர்கள், ദൈവദൂതന്മാർ ദൈവപുത്രന്മാർ. ആൺ ദൂതൻ പെൺ ദൂതൻ ഇല്ല, ആ ദൂതനിൽ ആണെന്നും പെണ്ണെന്നുമില്ല. ഇനി പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധവാൻകൾ, വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധന്മാർ, അവരും ദേവപുത്രർ, അവരും ദൈവപുത്രന്മാർ. ആണുമില്ല പെണ്ണുമില്ല, അതിലും ആണെന്നോ പെണ്ണെന്നോ ഇല്ല. പരലോകത്തിൽ പോയി പാർത്താൽ, സ്വർഗത്തിൽ പോയി നോക്കിയാൽ ആൺജാതി പെൺജാതി ഇല്ല, ആണെന്നും പെൺവർഗമെന്നുമില്ല. അങ്ങ് ആൺ കൊടുപ്പതുമില്ല പെണ്ണെടുപ്പതുമില്ല, അവിടെ പെണ്ണ് കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യുന്നു, കൊടുപ്പതുമില്ല എടുപ്പതുമില്ല, വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. യേശുക്രിസ്തുവിനോട് ഒരുത്തനൊരു കേൾവിയെ കേട്ട, യേശുവിനോട് ഒരുവൻ ചോദിച്ചു, അവനക്ക് കല്യാണ പൈത്യോ, അവന് വിവാഹത്തിന്റേതായ ഒരു ഭ്രാന്ത്. 7 സഹോദരങ്ങൾ ഇരുന്നാർഗളാം, 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരുത്തനെ കല്യാണം പണിയാച്ചു, ഒരുത്തിയെ കെട്ടി, അവനെ ഇറந்து പോയിട്ട് ആൺപിള്ളകൾ പിറക്കവില്ല, അവൻ മരിച്ച കുട്ടികൾ ജനിച്ചു, അവനുടെ ஞாபகத்துக்கு പിള്ളകളെ പിറക്കുമ്പോഴേക്ക് രണ്ടാമൻ കല്യാണം പണിയാച്ചു, അവന്റെ നാമത്തിന് മക്കളെ ജനിപ്പിക്കാൻ വീണ്ടും എല്ലാവരും ഇറந்து പോയിട്ടാ, എല്ലാവരും മരിച്ചു. ദൈവത്തിന് മഹിമ. പെണ്ണും ഇറந்து പോച്ചു, ആ പെണ്ണും മരിച്ചു. പരലോകത്തിൽ സ്വർഗത്തിൽ ഈ 7 പേരിൽ യാർക്കും മനവിയായിരിക്കും. ഇവൾ ആരുടെ ഭാര്യയായി മാറും? ഉയർത്തെഴുതലിൽ നമ്പിക്കയില്ലാത്ത സദൂക്യരുടെ കേൾവി, ഉയർപ്പിന്റെ പ്രത്യാശയില്ലാത്ത സദൂക്യരുടെ ചോദ്യം. നോക്കുക, ഉയർത്തെഴുമ്പോ 7 പേര് വന്ന് നിൽക്കാങ്ക, ഉയർത്തെഴുന്നേറ്റ് 7 പേരും, ഏയ് നീ എന്റെ മനവി, നീ എന്റെ ഭാര്യ, രണ്ടാമത് ഏയ് മൂൺ മനവി, എം മനവി, എന്റെതാ. അടുത്ത കയ്യെ കയറി പിടിച്ച, അടുത്ത കയ്യിൽ അവൻ കയറി പിടിച്ചു, ഊൺ മനവി എൻ മനവി കാലേ കയറി പിടിച്ചു, ഇത് എന്റേതാന്ന് പറഞ്ഞ് കാലിൽ കയറി മൂന്നാമൻ പിടിക്കും, നാലാമത്തവൻ 4 കാലേരും പിടിച്ചു, മറ്റവൻ അടുത്ത കാലിൽ കയറി, അവള് പൊത്തോന്ന് വീഴും, നെഞ്ചേ കയറി നിന്നിട്ടാ, അഞ്ചാമത്തൻ അടുത്ത ഭാഗം, 6ാമത്തെ തലേ കയറി മതിച്ചു, അടുത്ത തലയിൽ കയറി. അങ്ങ് പോയി അവിടെ അങ്ങേ ആൺ കൊടുപ്പതുമില്ല എടുപ്പതുമില്ല, അവിടെ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, പെണ്ണുമില്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ദേവപുത്രർ, എല്ലാം ദൈവപുത്രന്മാർ. പരലോകത്തിൽ ദേവപുത്രர்கள், സ്വർഗത്തിൽ ദൈവപുത്രന്മാർ, എല്ലാവരും ഒന്ന്. ഉണ്മயான സോഷ്യലിസം, ഇത് യഥാർത്ഥ സോഷ്യലിസം. ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല. കാരണനില്ല, പണമില്ലാത്തവനില്ല, പഠിത്തവനില്ല, പഠിക്കാത്തവനില്ല, ദരിദ്രനെന്നോ ധനികനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ ഇല്ല,
ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസവുമില്ല. ജ്ഞാനസ്നാനത്തിൽ ജലസ്നാനത്തിൽ ഇപ്പിടിപ്പെട്ടതാണ് ഒരു അത്ഭുതமான ജീവിയം അവർ നമുക്കുള്ള ഉരുവാക്കുക. ദൈവം നമ്മിൽ ഒരു അത്ഭുത ജീവിതം എങ്ങനെ ഉരുവാക്കുന്നു? അത്ഭുതമല്ലവ? ഇതൊരു അത്ഭുതമല്ലേ? ജാതി വ്യത്യാസത്തെ എടുപ്പത്, ജാതി വ്യത്യാസം മാറ്റുന്നു, നമ്മുടെ அந்த ஜாதியை மாற்றுவது, നമ്മുടെ ജാതി മാറ്റുന്നത്, ഭാഷ മാറ്റുவது, ഭാഷയെ മാറ്റുന്നു, அந்த ഭാഷ വെറി മാറ്റുவது, ആ ഭാഷയെ കുറിച്ചുള്ളതായ എരിവ് മാറ്റുന്നു. അത്ഭുതമല്ല? അത്ഭുതമല്ലേ? ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. அதுதான் அந்த உபதேசத்தின் மூலமாக, ഈ ഉപദേശത്തിലൂടെ இப்படி ഈ മണവാട്ടിയെ സാധാരണ മനുഷ്യനെ മണവാട്ടിയാக മാറ്റ அதற்கு അത്ഭുതமான ഉപദേശം தேவை. ഒരു സാധാരണ മനുഷ്യനെ ഇങ്ങനെ ഒരു അത്ഭുത മണവാട്ടിയാക്കി മാറ്റുവാൻ ഒരു അത്ഭുതകരമായ ഒരു ഉപദേശം വേണം. കെമിക്കലിൽ ചില പൊരുക്കളെ പോട്ടാൽ, ചില രാസപദാർത്ഥങ്ങളിൽ ചില ഉടനെ അതിന്റെ അഴുക്കെല്ലാം തൊട്ട് മാറ്റിവിടും. ഉടനെ അതിലെ അഴുക്കുകൾ മാറ്റും. ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നതിന് മുൻപ്, ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുമ്പോൾ കെമിക്കലിൽ കഴുകുവാങ്ക, കെമിക്കലിൽ കഴുകും, അതിന്റെ അഴുക്കെല്ലാം മാറ്റപ്പെടും, പിന്നെ അഴുക്കെല്ലാം മാറ്റും. ദേവനുക്ക് മഹത്വം. ഇതേപോലെ നമ്മുടെ എല്ലാ അഴുക്കും മാറ്റപ്പെടും, നമ്മുടെ അഴുക്കുകൾ മാറുവാൻ നല്ല കെമിക്കൽ തേവ, നല്ല കെമിക്കൽസ് വേണം. ആ കെമിക്കൽ താൻ അപ്പോസ്തലിക ഉപദേശം, ആ കെമിക്കൽസ് ആണ് അപ്പോസ്തലിക ഉപദേശം. കെമിക്കൽ വെക്കக்கூடிய ഒരു ഫാക്ടറി തേവ, ആ കെമിക്കൽ വെക്കുന്ന ഒരു ഫാക്ടറിയാണ് ദൈവസഭ. ആ കെമിക്കലെ അളവോട് പോടக்கூடிய ഒരു മനുഷ്യൻ തേവ, അളവിനെ കെമിക്കലുകൾ ചേർക്കാൻ ഒരു മനുഷ്യൻ വേണം. ദേവ ഊഴിയர்கள், അതാണ് ദൈവ ശുശ്രൂഷകർ. அந்த ഊഴിയர்கள் താൻ ഈ ക്രിസ്തുവിൻ വരം, ആ ശുശ്രൂഷകരാണ് ക്രിസ്തുവിന്റെ വരം. അവരാലെ താൻ ദേവസഭയെ നടത്ത മുടിയും, അവർക്ക് ദൈവസഭയെ നടത്താനാവും. അവരാലെ താൻ ദേവസഭയെ കെട്ട മുടിയും, അവർക്ക് മാത്രമേ ദൈവസഭയെ എല്ലാവരും ദേവസഭയൊന്ന് കെട്ട മുടിയാ. എല്ലാവരെ കൊണ്ടും ദൈവസഭ പണിയാനാവില്ല. പാട്ട് പാടലാം, എല്ലാരെയും ഉത്സാഹപ്പെടുത്തലാം, പാട്ടുപാടി എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചേക്കാം, എല്ലാരെയും ഒന്നാക്ക വേണ്ടുമാ, എല്ലാവരെയും ഒന്നാക്കണമെങ്കിൽ அப்படிப்பட்டதான வெளிப்படுத்தல், அப்படிப்பட்டதான பிரதிஷ்டை, அப்படிப்பட்டதான தியாகம், அப்படிப்பட்டதான മനത് ഉടയവനാല് താൻ മുടിയും. ഇങ്ങനെയായ വെളിപ്പാട്, പ്രതിഷ്ഠ, ത്യാഗം മനസ്സുള്ളവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിനാല് താൻ ഒരു ഫാക്ടറി, ഒരു മെഷീൻ, ഒരു ഓപ്പറേറ്റർ. ആകയാൽ ഒരു ഫാക്ടറി, ഒരു മെഷീനറി, ഒരു ഓപ്പറേറ്റർ. വായിക്കാം. முதலாவது உப்ரவாகுதலின் ஊழியம். ഒന്നാമത് ഒരു നിരപ്പിൻ ശുശ്രൂഷ. 19-ാം വചനം, 19-ാം വാക്യം. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ നിരപ്പിൻ വസനം ഞങ്ങളുടെ കരത്തിൽ ഒപ്പടയ്ത്ത. ഈ നിരപ്പിൻ വസനം, ഈ നിരപ്പിന്റെ വചനം. 19-ാം വചനത്തിൽ നിരപ്പിൻ വസനം, 19-ാം വാക്യത്തിൽ നിരപ്പിന്റെ വചനം. അടുത്ത 20-ാം വചനത്തിൽ ഉപ്രവാകുതലിൻ ഊഴിയர்கள், 20-ാം വാക്യത്തിൽ നിരപ്പിന്റെ ശുശ്രൂഷകർ. ആഴമായ സത്യങ്ങൾ, ഇത് ആഴമായ സത്യങ്ങളാണ്. ക്രിസ്തുവിൻ വരം, ഇത് ക്രിസ്തുവിന്റെ വരം. അതിനാൽ താൻ 5 വിധமான ഉദ്യോഗസ്ഥர்கள். ആകയാൽ 5 വിധ ഉദ്യോഗസ്ഥർ. ഇവർക്ക് ചില തകുതികൾ, ഇവർക്ക് ചില യോഗ്യതകൾ. ബൈബിൾ എടുത്തവൻ എല്ലാം ഊഴിയക്കാരനാക മാറ മുടിയാ. ബൈബിൾ എടുത്തവനെല്ലാം സുവിശേഷ വേലക്കാരനാകില്ല. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. അപ്പോ ഊഴിയക്കാരനാക മാറ്റപ്പെട വേണ്ടും. ആകയാൽ ഒരു ശുശ്രൂഷകനാകുവാൻ തകുതികൾ തേവ, ചില യോഗ്യതകൾ വേണം. മുതലാം തകുതി, ഒന്നാമത്തെ എബ്രായർ 5-ാം അധികാരം 4-ാം വചനത്തിൻപടി, എബ്രായർ 5:4, അവനുക്ക് ഒരു അழைப்பு தேவை. അവനൊരു വിളി വേണം. ആരോനെ പോലെ അழைக்கப்படாமல் தானாக சுயமாக இந்த கனமான ஊழியத்தை செய்ய முடியாது. അഹരോനെ പോലെ വിളിക്കപ്പെട്ടവൻ ഒഴികെ ആരും സ്വതവേ ഈ മഹത്വമേറിയ ശുശ്രൂഷ എടുക്കുന്നില്ല. രണ്ടാമത് തകുതി, രണ്ടാമത്തെ യോഗ്യത, ലൂക്ക 24-ാം അധികാരം 49-ാം വചനത്തിലിരുന്ന്, ലൂക്കോസ് 24:49 മുതൽ, അവൻ പരിശുദ്ധാവിൻ അഭിഷേകം അന്യഭാഷ അടയാളത്തുടൻ പെറ്റവനായിരിക്കണം. അവൻ പരിശുദ്ധാത്മാവിനെ അന്യഭാഷാ ഭാഷണത്തോടെ പ്രാപിച്ചിരിക്കണം. മൂന്നാമത് തകുതി, മൂന്നാമത്തെ യോഗ്യത, 2 കൊരിന്ത്യർ 5-ാം അധികാരം 16-ാം വചനത്തിൻപടി, 2 കൊരിന്ത്യർ 5:16, മാംസത്തിൻപടി ഒരുവനെയും അറിയാത്ത, അവൻ ആരെയും ജഡപ്രകാരം അറിയരുത്. ഒരുവനെയും മാംസത്തിൻപടി അറിയക്കൂടാ. ആരെയും ജഡപ്രകാരം അറിയരുത്. മലയാളി, മലയാളി, ഇവൻ ഇവൻ തമിഴൻ, ഇവൻ എന്നോട് അപ്പ, ഇതെന്റെ അപ്പൻ, എന്നോട് അണ്ണൻ, ഇതെന്റെ ജ്യേഷ്ഠൻ. അപ്പടിപ്പെട്ട മാംസികமான ബന്ധം ഇരിക്കൂടാ. അങ്ങനെ ജഡിക ബന്ധം അരുത്. നാലാമത് തകുതി, 4-ാം യോഗ്യത, അവൻ അനുപ്പപ്പെട്ടവനായിരിക്കും. അവൻ അയക്കപ്പെട്ടവനാകണം. യോഹന്നാൻ 20-ാം അധികാരം 21-ാം വചനത്തിൻപടി, യോഹന്നാൻ 20:21, പിതാവിനെ അനുപ്പിനത് പോലെ ഞാൻ ഉങ്ങളെയും അനുപ്പുക. എന്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എപ്പടി പിതാ കുമാരനെ അനുപ്പിന, പിതാവ് എങ്ങനെ പുത്രനെ അയച്ചു? യേശു അനുപ്പപ്പെട്ടവർ, യേശു അയക്കപ്പെട്ടവൻ. തർച്ചയിലാക വന്നവരല്ല, അവൻ യാദൃച്ഛികമായി അവൻ വന്നവനല്ല. അനുപ്പപ്പെട്ട
അയക്കപ്പെട്ടവൻ. 48 വസനത്തിന് കടസി പകുതിയെ പഠിക്കുമ്പോൾ യെശയ്യാവ് 48:16 ഒടുവിൽ കർത്താവാകിയ ആണ്ടവരോ യഹോവയായ കർത്താവ് അവരുടെ ആവിയും തന്റെ ആത്മാവ് എന്നെ അനപ്പിനാർ എന്നെ അയച്ചിരിക്കുന്നു. പാരുങ്ക, നോക്കുക, കർത്താവാകിയ ആണ്ടവരോ യഹോവയായ കർത്താവ് അവരുടെ ആവിയും തന്റെ ആത്മാവ് എന്നെ അനപ്പിനാർ. എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ അനപ്പപ്പെട്ടവൻ, ഞാൻ അയക്കപ്പെട്ടവൻ. ഞാനാക വന്നവനല്ല, ഞാൻ സ്വയമായി വന്നതല്ല, തർച്ചയിലാക ഞാൻ വന്നവനല്ല, ആകസ്മികമായി വന്നതല്ല, അനപ്പപ്പെട്ടവൻ, ഞാൻ അയക്കപ്പെട്ടവൻ. യേശു ഒരു അപ്പോസ്തലൻ. ആകയാൽ യേശു ഒരു അപ്പോസ്തലൻ. എബ്രായർ 3 വസനത്തെ പഠിക്കുമ്പോൾ എബ്രായർ 3:1 നാമേ അழைக்கிறதான അപ്പോസ്തലൻ എന്ന് വാസിக்கிறோം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ എന്ന് കാണുന്നു. യേശു ഒരു അപ്പോസ്തലൻ. യേശു ഒരു അപ്പോസ്തലൻ. എബ്രായർ 5 7 യേശു ഒരു അപ്പോസ്തലൻ എന്ന് വാസിக்கிறோം. എബ്രായർ 5, 6, 7 അധ്യായങ്ങളിൽ യേശുവിനെ ഒരു അപ്പോസ്തലനായി കാണാം. കാരണം അനപ്പപ്പെട്ടവൻ, അയക്കപ്പെട്ടവൻ. ഇനി അഞ്ചാമത്തെ തകുതി, 5-ാം യോഗ്യത 2 കൊരിന്ത്യർ 5 വസനത്തിൻപടി 2 കൊരിന്ത്യർ 5:6 വിശ്വാസ ജീവിതം ചെയ്യവൻ. അവൻ വിശ്വാസ ജീവിതം നയിക്കണം. കേട്ട് വാങ്ങി അവൻ കേട്ട് സഭയെ നടത്തക്കൂടാ. അവൻ പണം ചോദിച്ച് വാങ്ങിച്ച് സഭയെ നടത്തരുത്. ഏതോ ഒരു കൂട്ടത്തെ നടത്തി അതൊക്കെ ഒരു കാണിക്കയെല്ലാം എടുത്ത് സഭയെ നടത്തക്കൂടാ. ഒരു യോഗം നടത്തി സ്തോത്ര കാഴ്ച പിരിച്ച് സഭ നടത്തരുത്. അതൊന്റെ വിശ്വാസ ജീവിതമല്ല, അത് വിശ്വാസ ജീവിതമേ അല്ല. ദേവനെ നോക്കി അവൻ കേൾക്ക വേണ്ട, അവൻ ദൈവത്തോട് ചോദിക്കണം. ദേവൻ അവനുടെ തേവകൾ നിറവേറ്റ വേണ്ട, ദൈവം അവന്റെ ആവശ്യം പൂർത്തീകരിക്കണം. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. ഈ വിധமாக പാടലുകളെ പാടി സ്തോത്ര കാഴ്ച എടുപ്പത് ദേവസിദ്ധമല്ല. പാട്ടുകൾ പാടി സ്തോത്ര കാഴ്ച പിരിക്കുന്നത് ദൈവ ഇഷ്ടമേ അല്ല. കേട്ട് വാങ്ങുവതും ദേവസിദ്ധമല്ല. ചോദിച്ചു വാങ്ങുന്നതും ദൈവ ഇഷ്ടമല്ല. വിശ്വാസത്തിൽ ജീവിക്ക പഴകണം. വിശ്വാസത്തിൽ ജീവിക്കാൻ ശീലിക്കണം. 3 നാൾ കൂട്ടം നടന്നോമേ, 3 ദിവസത്തെ യോഗം നടത്തി ഒരു സ്തോത്ര കാഴ്ച എടുത്തോമോ, എന്തെങ്കിലും സ്തോത്ര കാഴ്ച ഒരു കാണിക്കപ്പെട്ടി വെച്ചിരിക്കും, എവിടെയെങ്കിലും കാണിക്കപ്പെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കും തേവയില്ലയാ, ഞങ്ങൾക്ക് ആവശ്യങ്ങളില്ല. മണ്ഡപത്തിക്ക് കാശ് കൊടുക്ക ഈ ഓഡിറ്റോറിയത്തിന് വാടക കൊടുക്കണം, മൈക്ക് കാശ് കൊടുക്ക, മൈക്ക് സെറ്റിന് പണം കൊടുക്കണ്ടേ. 3 നാൾ നിങ്ങൾ സാപ്പിട്ടീർകളെ, 3 ദിവസം ആഹാരം കഴിച്ചു, ചെലവില്ല, പണച്ചിലവില്ലേ, എല്ലാം എങ്കെ എല്ലാം എവിടെ നിന്ന്, എല്ലാം ദേവൻ തരുവാ, എല്ലാം ദൈവം തരും. വിശ്വാസം, അതാണ് വിശ്വാസം. വിശ്വാസമുடைய ஊழியர்கள் தேவை. ആ വിശ്വാസമുള്ള വേലക്കാർ വേണം. അതാ വിശ്വാസ ജീവിതം. ഇതാണ് വിശ്വാസ ജീവിതം. ആറാമത് അവൻ പ്രതിഷ്ഠയുള്ളവനാകെ കാണപ്പെടും. അവൻ പ്രതിഷ്ഠയുള്ളവനായിരിക്കണം. 14 26 വസനത്തിൻപടി ലൂക്കോസ് 14:26 പ്രകാരം തന്നുடைய തകപ്പനെയും തായെയും സഹോദരൻ സഹോദരി മനവിയെയും സ്വന്തം ജീവനെയും വെറുക്കാവിട്ടാൽ അവൻ എന്റെ ശിഷ്യനായിരിക്ക മുടിയാ. തന്റെ അപ്പനെ അമ്മയെ ഭാര്യയെ മക്കളെ സഹോദരങ്ങളെ സ്വന്തം ജീവനെ പോലും പകച്ചില്ലെങ്കിൽ അവൻ എനിക്ക് ശിഷ്യനായിരിക്കില്ല. അവൻ സ്വന്തം എല്ലാവറ്റെയും ജീവനുള്ള 7 കാര്യങ്ങളെ വെറുക്ക വേണം. ജീവനുള്ള 7 കാര്യങ്ങളെ വെറുക്കണം. പിന്നെ അവനുക്കുള്ള കാര്യങ്ങളെ വെറുക്കണം. അവനുള്ളതും വെറുക്കണം. ഇതെല്ലാം അവനുടെ പ്രതിഷ്ഠ. ഇതെല്ലാം അവന്റെ പ്രതിഷ്ഠ. കടേസിയാകെ ഒടുവിലായി അവനൊരു പരിശുദ്ധ ജീവിതമുടയവനാകെ കാണപ്പെടും. വിശുദ്ധ ജീവിതമുള്ളവനായിരിക്കണം. 2 അധികാരം 10 വസനത്തെ വാസിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 2:10 உங்கள் மத்திய நாங்கள் எவ்வளவும் பவித்திரமாக ஜீவித்ததுக்கு நீங்களும் சாட்சி, ദേവനും സാക്ഷി. ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ പവിത്രമായി അനിന്ദ്യമായി നടന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. സാക്ഷിയും ജീവിതമുടയവനാക, ഒരു സാക്ഷിയുള്ള ജീവിതമുള്ളവനായി പരിശുദ്ധവാനാക വിശുദ്ധരായി മാറണം. പരിശുദ്ധ പൗൽ சொல்லுகிறார், ഞാൻ പരിശുദ്ധമായി ജീവിച്ചതുക്ക് നീങ്ങളും സാക്ഷി, ദേവനും സാക്ഷി. ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചതിന് നിങ്ങളും ദൈവവും സാക്ഷി. ഞങ്ങൾ உங்களுக்கு മുൻപാக മാതൃകயான ഒരു ജീവിതം ചെയ്യുகிறோம். ആകയാൽ നിങ്ങളുടെ മുൻപാകെ മാതൃകാ ജീവിതം നയിക്കുന്നു. ഒരു കെട്ട് അഴിഞ്ഞ പുസ്തകം പോലെ ഞങ്ങളുടെ ഊഴിയർകളെ വിടാൻ ഞങ്ങൾ വിരുമ്പുകൃതില്ല. ഞങ്ങളുടെ വേലക്കാരെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ വിടാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന് മഹത്വം. പരിശുദ്ധമായ ഒരു ജീവിതം തേവ, ഒരു വിശുദ്ധ ജീവിതം വേണം. മനം പോലെ എങ്കയും അനപ്പുകൃതില്ല. തോന്നിയതുപോലെ എവിടെയും വിടാറില്ല. അവരുടെ സിദ്ധത്തിക്ക് ഞങ്ങൾ ഒരു കാലവും വിടുവതില്ല. അവരുടെ ഇഷ്ടപ്രകാരം വിട്ടുകൊടുക്കാറില്ല. ജീവിത പരിശുദ്ധത്തെ ജീവിതത്തെ കാത്തുകൊള്ള വേണ്ട. ദൈവ ഇഷ്ടപ്രകാരം വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. അതിനാൽ താൻ വീട്ടുകാരും കൂടെ അടിക്കടി ഊഴിയർകളെ വീട്ടിക്ക് കൂപ്പിടലാകാതെ, ആകയാൽ വീട്ടുകാർ വേലക്കാരെ അധികമായി വീട്ടിൽ വിളിക്കരുത്. കല്യാണത്തിക്കാനാലും വീട്ടിൽ എന്ത് വിശേഷത്തിക്കാകാവതും അടിക്കടി കൂപ്പിടക്കൂടാ. വിവാഹത്തിനോ മറ്റു വിശേഷ കാര്യങ്ങൾക്കായിട്ടോ വീട്ടിൽ വിളിക്കരുത്. വേണ്ടുമെന്ന് ദേവസിദ്ധമാനാൽ ദേവൻ അനപ്പുവാ. അയക്കണമെന്നുള്ളത് ദൈവ ഇഷ്ടമായാൽ ദൈവം അയക്കും. നിങ്ങൾ സന്തോഷமாக ഏറ്റുകൊള്ള വേണ്ട. സന്തോഷത്തോടെ സമ്മതിക്കണം. ഊഴിയർകൾ ഒരു പരിശുദ്ധ ജീവിതം ചെയ്യാൻ നിങ്ങൾ ഇടം കൊടുപ്പായ, ശുശ്രൂഷകർ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഇടം കൊടുക്കുക. മാറ്റക്കൂടാ. അവരുടെ മനസ്സ് വ്യതിചലിപ്പിക്കരുത്. ദേവനുടെ വീട്ടുക്കുൾ അവളെ പോതും ദേവവസനത്തുക്കുൾ കാണപ്പെട
வேண்டும். അവർ ദൈവഭവനത്തിൽ ദൈവവചനത്തിൽ എപ്പോഴും കാണപ്പെടണം. இதுதான் ஒரு ஊழியக்காரனுடைய தகுதி. ഇതാണ് ഒരു ശുശ്രൂഷകന്റെ യോഗ്യത. அப்படிப்பட்டதான ஊழியர்கள் மூலமாக അങ്ങനെയുള്ള ശുശ്രൂഷകരിലൂടെ அப்போஸ்தலிக முறைமையின்படி അപ്പോസ്തലിക ക്രമത്തിൽ தேவன் இந்த ஊழியத்தை செய்கிறார். ദൈവം ഈ ശുശ്രൂഷ ചെയ്തു പോരുന്നു. முதலில் அப்போஸ்தலன் இயேசு கிறிஸ்து. ഒന്നാമത്തെ അപ്പോസ്തലൻ യേശുക്രിസ്തു. 110 சங்கீதம் 4 வசனத்தை வாசிக்கும் போது 110 സങ്കീർത്തനം 4 വാക്യത്തിൽ இயேசு கிறிஸ்துவை குறித்து நாம் வாசிக்கிறோம். നാം യേശുവിനെ കുറിച്ച് വായിക്കുന്നു. മെൽക്കിസദേക്കിൻ മുറമിൻപടി ആസാര്യനാக വെളിപ്പെട്ടാർ. അവൻ മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ ഒരു മഹാപുരോഹിതനായി വെളിപ്പെട്ടു. ദേവൻ തവറാമലും ഇരുപ്പാർ. ദൈവം അതിൽ അനുദപിക്കില്ല. ആ മെൽക്കിസദേക്കിൻ മുറമിൻപടി മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ യേശുക്രിസ്തു ആസാര്യനാக വെളിപ്പെട്ടാർ. യേശു പുരോഹിതനായി വെളിപ്പെട്ടു. ദൈവത്തിന് മഹത്വം. அந்த ആസാരിത്വ ஊழியத்தின் மூலமாக ആ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവത്തിന് മഹിമ. ദൈവത്തിന് മഹത്വം. അതിന്റെ 3-ാം വചനത്തെ പഠിക്കുമ്പോൾ അതിന്റെ 3-ാം വാക്യത്തിൽ ഇതൊരു മനഃപൂർവ്വമുള്ള ജനം, ഒരു സ്വമേധാദാനമായ ജനം. ദൈവത്തിന് മഹത്വം. കാലത്തിൽ പിറക്കും പന്നിക്ക് സമാനமான യൗവന ജനം ഉമക്ക് പിറക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന മഞ്ഞു പോലെയുള്ളതായ യൗവന ജനം നിനക്ക് ജനിക്കും. அதுதான் மணவாட்டி. അതാണ് മണവാട്ടി. മെൽക്കിസദേക്കിൻ മുറമയിൻപടി മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ அந்த ഫാക്ടറിയിൽ നിന്ന് നല്ല ഫാക്ടറിയിൽ നിന്ന് ഉരുവാക്കപ്പെടുகிறதான பொருள் பாருங்க. നിർമ്മിതമാകുന്ന വസ്തു നോക്കുക. 110 സങ്കീർത്തനം 3-ാം വചനത്തെ പഠിക്കുമ്പോൾ 110 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ അവൻ മനഃപൂർവ്വമുള്ളവരാக കാണപ്പെടുവാർ. അവർ സ്വമേധാദാനമായിരിക്കും. വാസിയുങ്ങൾ 3-ാം വചനത്തെ വാസിയുങ്ങൾ. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ദേവനക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. അങ്ങ് 3 കാര്യങ്ങളെ കുറിച്ച് വാസിக்கிறோம். അവിടെ 3 കാര്യങ്ങൾ വായിക്കുന്നു. മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയത്തിൻ മൂലமாக മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷയിലൂടെ ഇതാണ് സഭയിൻ നോക്കം. ഇതാണ് സഭയുടെ ഉദ്ദേശം. ഒരു സഭ എന്നത് ഒരു സഭ എന്നത് ഒരു അനാഥ പള്ളിക്കൂടം നടത്തുവതற்കല്ല. ഒരു അനാഥാലയം വിദ്യാലയം നടത്താനല്ല. കെട്ടി നടത്തുവതற்കല്ല. ആതുരാലയം നടത്താനല്ല. സോഷ്യൽ വർക്ക് നടത്തുവതற்കല്ല. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കല്ല. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യ ദേവൻ ഏരാളം മക്കളെ എഴുപ്പിയിരിക്கிறார். അങ്ങനെയുള്ള സൽപ്രവൃത്തികൾ ചെയ്യുവാൻ അനേക ആളുകളെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരു സഭ തേവയില്ല. അതിനൊരു സഭ വേണ്ട. സഭയുടെ നോക്കം എന്നെ, സഭയുടെ ഉദ്ദേശം എന്താണ്? മനഃപൂർവ്വമുള്ള ജനത്തെ ഉരുവാക്ക വേണ്ട. സമേധാദാനമായ ഒരു ജനം വേണം. വിശുദ്ധാലങ്കാരമുള്ള ജനത്തെ ഉരുവാക്ക വേണ്ട. വിശുദ്ധാലങ്കാരമുള്ള ജനം വേണം. വെടിയർ കാലത്തിൽ പിറക്കും പന്നിക്ക് സമാനമാണ് യൗവന ജനം പിറക്ക വേണ്ട. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന യുവാക്കളായ മഞ്ഞു പോലെയുള്ള ജനം. വെടിയർ കാലത്തിലെ പനിയോട് ഒപ്പിട്ട് പാർത്താൽ, ഉഷസ്സിലെ മഞ്ഞിനോട് തുലനം ചെയ്താൽ പനി എവ്വളവ് നേർമയാക തൂഴ്മയാക കാണക്കൂടും. ആ മഞ്ഞ് എത്രയോ നിർമ്മലമായി വിധமான അഴുക്കേയും പാർക്ക മുടിയും. അതിൽ യാതൊരു മാലിന്യവുമില്ല. ഒരു വാലിബ ജനം പിറക്ക വേണ്ട. അങ്ങനെയുള്ള ഒരു യൗവന ജനം ജനിക്കണം. മനഃപൂർവ്വമുള്ള ജനം പിറക്ക വേണ്ട. സമേധാദാനമായ ജനം അവர்கள் മണവാട്ടി. അവരാകുന്ന മണവാട്ടി. അതൊക്കെ താൻ യേശു ക്രിസ്തു മെൽക്കിസദേക്കിൻ മുറമയിൻപടി അതിന് യേശു മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ അതേ പ്രതിഷ്ഠയിൽ തകുതിയിൽ അവർ ഭൂമിയിൽ വന്ന അതേ യോഗ്യതയിൽ ഭൂമിയിൽ വന്നു ഊഴിയം ചെയ്ത് അവൻ ശുശ്രൂഷ ചെയ്ത് ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇപ്പോൾ സിയോനിൽ മൂലക്കല്ലാകെ മാറ്റപ്പെട്ട, ഇപ്പോൾ സിയോനിൽ മൂലക്കല്ലായി മാറി. സിയോനിൽ പിതാവിൻ വലത് പാർശ്വത്തിൽ പരുന്തി പേസുகிறாർ. ഇപ്പോൾ സിയോനിൽ പിതാവിന്റെ വലഭാഗ പക്ഷപാതം ചെയ്യുന്നു. അങ്ങ് നമുക്കാക പേസുகிறாർ. അവിടെ നമുക്കായി സംസാരിക്കുന്നു. അവൻ എന്തോ ഞാനും കർത്തർ എനിക്ക് തന്ന പിള്ളകളും സിയോൻ പർവ്വതത്തിൽ അതിശയങ്ങളാക അത്ഭുതങ്ങളാക മാറ്റപ്പെടും. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളായി തീരും. ഇതാണ് മണവാട്ടി. അപ്പടിപ്പെട്ട മണവാട്ടിയാകുമ്പോഴേക്ക് നമ്മെ ഒപ്പടയ്പോം. അങ്ങനെയുള്ള മണവാട്ടിയാകുവാൻ നമ്മെ സമർപ്പിക്കാം. വരങ്ങൾ പെറ്റുകൊള്ളുക. ഈ വരങ്ങളെ പ്രാപിക്കാം. നിത്യജീവനെ പെറ്റുകൊള്ളുക. നിത്യജീവൻ പ്രാപിക്കാം. പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറ്റുകൊള്ളുക. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാം. ജ്ഞാനസ്നാനം എടുക്കാത്തവൾ ജ്ഞാനസ്നാനം എടുത്തുകൊള്ളുക. സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടുക. ദേവപുത്രകളാക നാം ജീവിപ്പോ. ദൈവപുത്രരായി ജീവിക്കാം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മനഃപൂർവ്വമുള്ളവരാക മാറ്റപ്പെട്ട് സമേധാദാനമായി മാറി അലങ്കാരത്തുടൻ വിശുദ്ധാലങ്കാരത്തോടെ കാലത്തിൽ പിറക്കും പന്നിക്ക് സമാനமான യൗവന ജനമാക മാറ്റപ്പെടുമ്പടി ഉഷസ്സിന്റെ ഉദരത്തിലെ യുവാക്കളായ മഞ്ഞായി മാറുവാനവർക്കും അപ്പോസ്തലരുടെ ഐക്യത്തിനും ഉപദേശത്തിനും നമ്മെ ഒപ്പടയും. ദൈവത്തിന്റെ ആത്മാവിനും ഉപദേശത്തിനും അപ്പോസ്തലർക്കുമായി നമ്മെ ഏൽപ്പിക്കാം. സഭയിൻ നോക്കം. ഇതാണ് സഭയുടെ ഉദ്ദേശം. സഭയിൻ മൂലമാക
மணவாட்டி உருவாக்கப்பட வேண்டும். സഭയിലൂടെ മണവാട്ടി ഉരുവാകണം. அந்த மணவாட்டிக்கு நகை தேவை. ആ മണവാട്ടിക്ക് ആഭരണം. மீதியான காரியங்கள் பிறகு எங்கேயாவது ஒரு இடத்தில் நாம் படிப்போமா? ശേഷിക്കുന്ന കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും இனி പഠിക്കാം. மணவாட்டிக்கு ஒரு அலங்காரம் உண்டு. മണവാട്ടിക്ക് ഒരു അലങ്കാരമുണ്ട്. மணவாட்டிக்கு ஒரு சத்தம் உண்டு. മണവാട്ടിക്ക് ഒരു ശബ്ദമുണ്ട്. மணவாட்டிக்கு ஒரு மறைவிடம். മണവാട്ടിക്ക് ഒരു ഉള്ളറയുണ്ട്. അനുഭവങ്ങളെ പെറ്റ് നിങ്ങളുടെ അനുഭവം പ്രാപിച്ച് പാപമില്ലാത്ത ജീവിതം പാപമില്ലാതെ ജീവിച്ച് ഉണ്മയാക ദേവനെ പ്രിയപ്പെടുത്തി വാസ്തവമായി ദൈവത്തെ യെരൂശലേமாக മാറ്റപ്പെട്ടു. സിയോൻ യെരൂശലേമായി മാറി. നാം இந்த உலகத்தில் ஒரு மேன்மையான ஜீவியம் செய்யலாம். ലോകത്തിൽ ഒരു ശ്രേഷ്ഠ ജീവിതം നയിക്കാം. அப்படி ஜீவியம் செய்யலாம் என்றுள்ள தைரியமுடையவர்கள், விசுவாசமுடையவர்கள் கரங்களை உயர்த்தி அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ.